Hello dear students. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫിസിക്സിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമുക്കറിയാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സാം സിമ്പിളായിരുന്നു. കാരണം നമുക്ക് നമ്മളെ ബ്രില്യൻ്റ് മെറ്റീരിയലിലും നമ്മൾ എക്സാമിന് വിട്ട അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ എക്സാം എഴുതാൻ പറ്റും. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസോ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറവായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് നിർത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഓപ്ഷനൊക്കെ നോക്കിയാൽ പോസിബിലിറ്റി പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും വന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ മെറ്റീരിയലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എളുപ്പമായിട്ട് എഴുതിയെന്ന് വിചാരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരീസ് എ കറന്റ് ഓഫ് 5 ആംപിയർ ആസ് ഷോൺ. An electron is moving with a speed of 10 raised to 5 meter per second parallel to the conductor. The perpendicular distance between the electron and the conductor is 20 centimeter at an instant. Calculate the magnitude of the force experienced by the electron at that instant. അപ്പോൾ സിമ്പിളാണ്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അത് ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ. അപ്പോൾ നമുക്കത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആറ് ബി ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr ആണ് ഇക്വേഷൻ. അപ്പോൾ അതെല്ലാവർക്കും ഫെമിലിയറാണ്. അപ്പോൾ കറണ്ട് 5 ആംപിയർ ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ലൊക്കേഷൻ ഓഫ് ദി ഇലക്ട്രോണിലെ ലൊക്കേഷൻ ഇവിടെയാണ്. അപ്പോൾ അത് 20 സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കേണ്ടത് 20 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ 0.2 മീറ്റർ വരും. അപ്പോൾ I5 ആംപിയർ 6.2 മീറ്റർ. അതിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ അത് ഉൾക്കൊള്ളുന്ന പ്ലെയിന് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്തിന് പാരലായിട്ടൊരു ചാർജ് മൂവ് ചെയ്താൽ ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ പിന്നെ നമ്മൾ ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മാഗ്നറ്റിക് ഫോഴ്സ് F is equal to QVB sin θ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. സോ F is equal to QVB എന്ന് ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഇവിടെ കറണ്ട് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഔട്ട്വേർഡ് വരും. ശരിയല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്താൽ മതി. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ തമ്പെടുത്തു, ഫിംഗേഴ്സ് ഫീൽഡ് കാണുന്ന പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്തു, പാമിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ്, അത് ഔട്ട്വേർഡ് വരും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ F is equal to QVB. അപ്പോൾ ഇത് വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. വാല്യൂ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 ആണ് വരുന്നത്. 8 × 10 raised to -20 ന്യൂട്ടൺ. മനസ്സിലായല്ലോ? അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ബോഡി ഈസ് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജീസ്. തീർച്ചയായിട്ടും എനിക്കറിയാം, നമ്മളെ ക്ലാസ്സുകളിൽ പലതവണ ഡിസ്കസ് ചെയ്തു, എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്നാണെങ്കിൽ ഒരു ഓസിലേഷൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ 2 തവണ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ട്വൈസ് ആണ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ 2 എന്നാണ് വരുന്നത്. ഇനി ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് Y is equal to A sin omega t എന്ന് എടുത്താൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ½ K × Y² ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു K/2 × A² sin² omega t വരും. That is equal to K_A² × sin² omega t 1 - cos 2 omega t whole divided by 2. അപ്പോൾ നോക്കിയേ, ഇവിടെ സൈനിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ആംഗിളിൽ ടൈമിൻ്റെ കോഷ്യൻ്റ് ആണ് ആംഗുലർ ഫ്രീക്വൻസി. ഇവിടെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. ഇവിടെ നമുക്ക് പകരം വേരിയബിൾ എന്ന് പറയുന്നത് cos 2 omega t ആണ്. അവിടെ ടൈമിൻ്റെ കോഷ്യൻ്റ് ഇൻ ദി ഫേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2 omega. അപ്പോൾ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഒമേഗ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വേരിയേഷൻ്റെ ആംഗുലർ ഫ്രീക്വൻസി 2 omega ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ റിലേഷനും സെയിം തന്നെ വരും. അപ്പോൾ ആൻസർ 2 എന്നാണ്, ഓപ്ഷൻ 2 ആണ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എക്സിസോടെ അണ്ടർഗോ സ്പോണ്ടനിയസ് ഡീകേ ഇൻ ദി സീക്വൻസ് where Z is the atomic number of element X, the possible decay particle in the sequence are. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് നോക്കുക. XZA gives BZ-1. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്തുവാ? ആറ്റമിക് നമ്പറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടില്ല, പക്ഷേ മാസ് നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആറ്റമിക് നമ്പർ 1 ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ Y എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇവിടെ എമിറ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആറ്റമിക് നമ്പർ +1 വരണ്ടേ? കാരണം ആറ്റമിക് നമ്പർ കൺസിഡർഡ് ആയിരിക്കണം. ഇവിടെ Z ആണെങ്കിൽ റൈറ്റ് സൈഡെല്ലാം Z വരണം. അപ്പോൾ ഇവിടെ Z-1 ആണെങ്കിൽ ഇവിടെ +1 വരണം. അപ്പോൾ ആറ്റമിക് നമ്പർ +1 വരുന്ന ആർക്കാ? തീർച്ചയായിട്ടും നമുക്കൊരു പോസിട്രോണിന് അല്ലെങ്കിൽ പോസിറ്റീവ് ബീറ്റ ഡികെ ആണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഓപ്ഷൻ കിട്ടിയല്ലോ. ഓപ്ഷൻ 3 മാത്രമേ ആദ്യത്തേതിൽ നമുക്ക് പോസിറ്റീവ് ബീറ്റ ഡികെ വരുന്നുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളി ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. ബാക്കി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇവിടെ Z-1 അത് Z-3 ആയിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ആറ്റമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്തു.
ആറ്റമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്യണമെങ്കിൽ ആരാ ആൽഫ പാർട്ടിക്കിളാണ്. അപ്പോൾ അത് ശരിയായി. ഇനി അടുത്ത് Z-3യിൽ നിന്ന് Z-2 ആയി. അപ്പോൾ ആറ്റമിക് നമ്പർ 1 കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ആറ്റമിക് നമ്പർ -1 വരണം. -1 വരുന്ന ഇലക്ട്രോണിനാണ്. അപ്പോൾ നെഗറ്റീവ് ബീറ്റാ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ 3 നമുക്ക് കൺഫേം ആക്കാം. എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾ അത്രയൊന്നും ചെയ്തില്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. Next, the escape velocity from the air surface is v. The escape velocity from the surface of another planet having radius 4 times that of the Earth and same mass densities. അപ്പോൾ അത് സിമ്പിളാണ്. നമ്മൾ ഡെൻസിറ്റിയുടെ ഒക്കെ ടൈമിൽ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചിട്ടുള്ളത്. ഫ്രം ദി സർഫസ് ഓഫ് എ പ്ലാനറ്റ് എസ്കേപ്പ് വെലോസിറ്റി v is √2gm/r. That is equal to 2g/r into mass is volume into density. That is 4/3 pi r cube into rho. അപ്പോൾ നിങ്ങളുടെ r3/r r² റൂട്ട് ആറിന് പ്രപ്പോർഷനാണ്. പിന്നെ √ρ വരും. അപ്പോൾ റേഡിയസും ഡെൻസിറ്റിയുടെ ടൈമിൽ നമ്മൾ എഴുതണം. അപ്പോൾ v പ്രപ്പോർഷണൽ ടു r × ρ നമ്മൾ പലതവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളതാണ്. ശരിയല്ലേ? ഇനി നോക്കാം, നമുക്ക് കണ്ടീഷൻ എന്തുവാ? ഇവിടെ സെയിം മാസ് ഡെൻസിറ്റി. ഇപ്പോൾ റോ സെയിമാണ്. അപ്പോൾ v സിംപ്ലി പ്രപ്പോർഷണൽ ടു r ആണ്. ഇനി റേഡിയസ് എത്രയാണ്? റേഡിയസ് 4 ടൈംസ് ആയി. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. v പ്രപ്പോർഷണൽ ടു r ആയതുകൊണ്ട് റേഡിയസ് 4 ടൈംസ് ആയാൽ എസ്കേപ്പ് വെലോസിറ്റി 4 ടൈംസ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. 4v. മനസ്സിലായല്ലോ? ഇനി അടുത്ത 5th ക്വസ്റ്റ്യൻ. ദി ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയൈഡ് ഈസ് 100 hours. ദി ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ദാറ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours വുഡ് ബി. അപ്പോൾ അതിന് ഇക്വേഷൻ നമുക്കറിയാം. ആക്ടിവിറ്റി A is equal to lambda into n, where lambda is decay constant and n is the number of nuclei. അപ്പോൾ ആക്ടിവിറ്റിയുടെ വേരിയേഷനും നമ്പർ ഓഫ് ന്യൂക്ലിയയുടെ വേരിയേഷനും എല്ലാം സെയിം ആണ്. കാരണം ഫോർ എ ഗിവൺ മെറ്റീരിയൽ ലാംഡ ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്. ആക്ടിവിറ്റി ഇനിഷ്യലി A0 ആഫ്റ്റർ എ ടൈം t ആക്ടിവിറ്റി is A, then A/A0 is equal to we have 1/2 raised to t/t². ഇവിടെ ക്യാപിറ്റൽ T is ഹാഫ് ലൈഫ് പീരീഡ് ആൻഡ് T is ടൈം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആഫ്റ്റർ 150 hours ആണ് എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി നമുക്ക് 150 ആണ്. ഈ ക്യാപിറ്റൽ T ഹാഫ് ലൈഫ് ആണ്, അത് 100 ആണ്. ദാറ്റ് ഇസ് 1/2 raised to 3/2 വരും. അപ്പോൾ അത് സിമ്പിൾ അല്ലേ? A/A0 is equal to raised to 1/2 എടുത്ത് √2 വരും. √2 ക്യൂബ് 2 √2 വരും. അപ്പോൾ A/A0 is equal to 1/2 √2 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ആക്ടിവിറ്റി ആദ്യം ഉള്ളതിൻ്റെ 1/2 √2 ടൈംസ് ആണ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. Next, 6th question. A convex lens of focal length 20 cm and a concave lens B of focal length 5 cm are kept along the same axis with a distance of d between them. If a parallel beam of light traveling on A leaves B as a parallel beam, then the distance d in centimeter will be. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച എക്സാമ്പിൾ പറഞ്ഞ പലതവണ എക്സാമിന് പഠിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. അപ്പോൾ FA is equal to 20 cm. പിന്നെ നമുക്കിവിടെ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് FB is equal to 5 cm. കണ്ടീഷൻ പറയുന്നത് എന്തുവാ? എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ലെൻസ് A ആഫ്റ്റർ റിഫ്രാക്ഷൻ. അത് 2 ലെൻസുകളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ഫൈനൽ എമർജന്റ് റേ എടുത്താൽ അത് പാരലൽ ബീം. ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ലൈറ്റിനെ കൺവേർജ് ചെയ്യും. ആ കൺവേർജിങ് ബീം കോൺകേവ് ലെൻസിലുണ്ടെയും അത് ഡൈവേർജൻസ് ഉണ്ടാകും. എന്നിട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് പാരലലായിട്ട് വരും. അപ്പോൾ ഇവിടെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലെൻസസ് D ആണ് ചോദ്യം. അപ്പോൾ ആ ഡിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. FA - FB ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് FB നമുക്ക് തന്നാൽ FA - FB ആണ്. ദാറ്റ് ഈസ് 20 - 5 is equal to 15 cm വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലൊക്കെ ഇമേജ് ഫോർമേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ AC സോഴ്സ് ഓഫ് വോൾട്ടേജ് V given by V is equal to V0 sin ωt. അതാണ് വോൾട്ടേജിൻ്റെ വേരിയേഷൻ്റെ ഇക്വേഷൻ. ദ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ വുഡ് ദെൻ ബി ഗിവൺ ബൈ. ഇനി നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ സെയിം. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് സർക്യൂട്ടിലുള്ള കണ്ടക്ഷൻ കറണ്ട് കപ്പാസിറ്ററിൻ്റെ ഇൻസൈഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് സെയിം ആണ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജിന് പ്രപ്പോർഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ sin ωt ഉണ്ട്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു cos ωt വരും. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉം ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കറണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചാർജ് Q is equal to CV. That is CV0 sin ωt. ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ അറ്റ് എ ടൈം ഇൻ ദ ഇക്വേഷൻ സിംപ്ലി Q is equal to CV.
ഇനി കറണ്ട് ഐ ഈസ് ഇക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ് ഇക്വേഷൻ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു സി വി സീറോ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിഫറൻഷ്യേറ്റ് നമുക്കറിയാം കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ സി വി സീറോ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഐ ഡി ഇസ് ഇക്വൽ ടു വി സീറോ ഒമേഗ സി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി സിയിൽ 1/c ഒമേഗ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വി സീറോ ബൈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് ഇവിടെ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ വരുന്നത്. അപ്പോൾ അത് നോക്കിയാൽ 2 തെറ്റാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൻസർ എഴുതിയെന്ന് വിചാരിക്കാം, കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അടുത്ത 8th ക്വസ്റ്റൻ ആണ്, സ്മോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് plane starting from rest at a time t is equal to 0. Let S1 be the distance traveled by the block in the interval n is equal to 1 to t is equal to n. Then the ratio S1 by S1 plus 1 is. സിമ്പിൾ ആണ്. ഒരു ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബ്ലോക്ക് ഓഫ് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലോക്ക് ഓഫ് മാസ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു, അത് ഇൻക്ലൈൻഡ് സർഫസിൽ കൂടെ താഴേക്ക് വരുന്നു. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0. അപ്പോൾ ഇത് ആക്സലറേറ്റ് ചെയ്യുന്ന നമുക്കറിയാം ആക്സലറേഷൻ a is equal to കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വാല്യൂ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്കറിയാം n is equal to t is n-1 to t is equal to n എന്ന് പറഞ്ഞാൽ എന്തുവാ, nth സെക്കൻഡ് അല്ലേ? നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ടി ഈസ് ഇക്വൽ ടു n-1 to n എന്ന് പറഞ്ഞാൽ അത് nth സെക്കൻഡാണ്. അപ്പോൾ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ് എൻ. അപ്പോൾ Sn+1 എന്നായിരിക്കും n+1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് Sn is equal to u plus a/2 into 2n-1. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, therefore a/2 into 2n-1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, Sn ഡിവൈഡഡ് ബൈ Sn+1 കാണാൻ റേഷ്യോ എടുക്കുമ്പോൾ a/2 ക്യാൻസൽ ആയി പോകും. Sn എന്ന് പറയുന്നത് 2n-1 പ്രപ്പോർഷനാണ്. ഇനി താഴെ എന്ത് വരും, 2 into n പകരം എന്ത് കൊടുത്താൽ മതി, n+1 കൊടുത്താൽ പോരെ. കാരണം nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റിൽ 2n-1 ആണെങ്കിൽ n+1 ആകുമ്പോൾ n മാറ്റിയിട്ട് n+1 കൊടുത്താൽ മതി. ദാറ്റ് ഇസ് 2n-1 ഡിവൈഡഡ് ബൈ 2n+1 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 2n-1 ഡിവൈഡഡ് ബൈ 2n+1. ഇനി ഓപ്ഷൻ നോക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത് ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് Sn+1 കമ്പാരബിൾ Sn+1 ഈസ് ഗ്രേറ്റർ ദാൻ Sn വരത്തുള്ളൂ. അപ്പോൾ അത് കാണുമ്പോഴേ മനസ്സിലാക്കാൻ ഓപ്ഷൻ 3ഉം ഓപ്ഷൻ 4ഉം വരാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഇക്വേഷൻ്റെ ഫോം ഒക്കെ മനസ്സിലായാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എക്സാമിന് ഇട്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത 9th ക്വസ്റ്റൻ ആണ്, പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം ഹൈറ്റ് s ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. At a certain height, its kinetic energy is 3 times the potential energy, the height from the surface of the earth, and the speed of the particle at the instant are respectively. അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ എനർജിയുടെ ഒക്കെ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീ ഫോളിൽ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ റിലീസ് ചെയ്ത ഫ്രം എ ഹൈറ്റ്, അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് s ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ആണ്. ഇനി ക്വസ്റ്റ്യനകത്ത് പറയുന്ന കണ്ടീഷൻ, ഇവിടെ ഒരു h ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് വരുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് 3 times പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്തു, അത് ഗ്രൗണ്ടിൽ നിന്ന് h ഹൈറ്റിലാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് s-h വരും. ഇനി കണ്ടീഷൻ എഴുതാം, അറ്റ് പോയിന്റ് എ കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു 3 times പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ അതാണ് കണ്ടീഷൻ. കൈനറ്റിക് എനർജി ½ എന്ന് എടുക്കാം. ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ v എന്ന് വിചാരിച്ചു. ദാറ്റ് ഇസ് 3 times പൊട്ടൻഷ്യൽ എനർജി mgh അല്ലേ, കാരണം h ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് എടുക്കാം. അപ്പോൾ m ക്യാൻസൽ ആയി പോയി. സോ v² ഈസ് ഇക്വൽ ടു 3 into 2 6gh വരും. അപ്പോൾ വെലോസിറ്റിയുടെ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. ഇനി സിമ്പിൾ ആണ്, ഈ ഫ്രീ ഫോൾ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് y ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, v² ഈസ് ഇക്വൽ ടു 2gy ആണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ശരിയല്ല, v² ഈസ് 2gy. y എത്രയാ, s-h. ഈ v² നമുക്ക് കിട്ടി 6gh. ഈ v²ന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഇനി ഇവിടെ താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് s-h ആണ്, അതവിടെ കൊടുക്കുക. അപ്പോൾ 2g into s-h എന്ന് വരും. അപ്പോൾ 6gh ഇവിടെ -2gh ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 8gh വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 2gs വരും. അപ്പോൾ h ഈസ് ഇക്വൽ ടു s/4 എന്ന് കിട്ടും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ s/4. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ഇവിടെ s/2 നമുക്ക് തെറ്റാന്ന് മനസ്സിലാക്കി, ബാക്കി 3 പോസിബിലിറ്റി ഉണ്ട്. ഇനി v² ഈസ് ഇക്വൽ ടു 6gh വെച്ചിട്ട് നമുക്ക് ആൻസർ ഉണ്ടോ, v² ഈസ് ഇക്വൽ 6g into h എന്ന് പറയുന്നത് s/4.
അപ്പോൾ വി അതിൻ്റെ റൂട്ടാണ്, വി ഇസ് റൂട്ട് ഓഫ് 3GS ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പം മാറിപ്പോയിക്കരുത്, ഇവിടെ റൂട്ട് ഓഫ് 3GS ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, അത് ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ പലതവണ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള റൂട്ടിനകത്താണ് 2, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട് സെൽ ഓഫ് EMF 1.5 volt gives balance point of 36 cm length of wire. If another cell of EMF 2.5 volt replaces the first cell, then at what length of the wire the balancing point occurs? അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് EMF ഓഫ് ദി സെല്ല് മെഷർ ചെയ്യുമ്പോൾ ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ EMF ഓഫ് ദി സെൽ ടു ബി മെഷേർഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത് L is the balance length, E is the EMF of the cell to be measured. അപ്പോൾ നമുക്കറിയാം ഇഫ് E2 and E1 are the EMFs in the two situations, then ബാലൻസ് ലെങ്ത് L2 L1 ആണെങ്കിൽ E2 by E1 is L2 by L1. നമ്മൾ ക്ലാസ്സിൽ പലതവണ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഇക്വേഷനാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ L2 ആണ് കണ്ടുപിടിക്കേണ്ടത്, ബാലൻസിങ് പോയിന്റിന്റെ ന്യൂ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു E2 by E1 into L1 വരും. രണ്ടാമത്തെ സെല്ലിൻ്റെ EMF 2.5 ആണ്, ആദ്യത്തെ സെല്ലിൻ്റെ EMF 1.5 ആണ്. L1 ആദ്യത്തെ ബാലൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് 36 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, ആൻസർ 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 വരും. ഇത് കാണുമ്പോൾ മനസ്സിലായിക്കോണം, EMF കൂടുന്നത് കൊണ്ട് ബാലൻസ് ലെങ്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് കളയാം, 21.6 സെൻറ്റിമീറ്റർ വരത്തില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, ഇപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഗിവ്സ് ദ കറക്റ്റ് പോസിബിൾ ഡയറക്ഷൻ ഫോർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ക്രോസ് ബിയുടെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ക്രോസ് ബി എന്ന് പറയുന്ന എന്ത് കിട്ടണം മക്കളെ? ഐ ക്യാപ്പ് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ക്രോസ് ബി എന്ന് പറയുന്ന ഐ ക്യാപ്പ് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ 0 കിട്ടത്തുള്ളൂ, ബിക്കോസ് ദീസ് ടു ആർ പാരലൽ വെക്ടേഴ്സ്. ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അതും 0 കിട്ടത്തുള്ളൂ, ബിക്കോസ് ദീസ് ടു ആർ ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. ആൻഡ് ദീസ് ടു ആർ പാരലൽ വെക്ടേഴ്സ്, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താലും 0 കിട്ടത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അത് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. സംശയമുള്ളവർ ഇതിൻ്റെ രണ്ടിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ 2 ഐ ക്യാപ്പ് പഠിപ്പിച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എല്ലാം ഐ ക്യാപ്പ് തന്നെയാണ്. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾ. അപ്പോൾ നമുക്കറിയാം പോളാർ മോളിക്യൂളിനെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 അല്ല. അക്വയർ എ ഡൈപോൾ മൊമെന്റ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ചാർജസ്. അത് ഒരു മോളിക്യൂൾസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാവിങ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിന് പോളാർ മോളിക്യൂൾസിന് എന്തുണ്ട് മക്കളെ? നോൺ പോളാർ മോളിക്യൂൾസിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല, പക്ഷേ പോളാർ മോളിക്യൂൾസിന് എന്തുണ്ട്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് velocity of a small ball of mass m and density d when dropped in a container filled with glycerin becomes constant after some time. If the density of glycerin is d by 2, then the viscous force acting on the ball എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ മക്കളെ. ഇപ്പോൾ നമുക്കറിയാം ടെർമിനൽ വെലോസിറ്റി അപ്റ്റൈൻ ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ? വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് അപ്ത്രസ്റ്റ് പ്ലസ് വിസ്കസ് ഫോഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ വിസ്കസ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? mg മൈനസ് അപ്ത്രസ്റ്റ് ആയിരിക്കും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു mg മൈനസ് അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? അപ്ത്രസ്റ്റ് എന്ന് പറയുന്ന വി റോ ജി ആണ് അല്ലേ. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു v ഇൻറ്റു ഡി ബൈ 2 ഇൻറ്റു ജി ആണ്. അപ്പോൾ നമുക്കറിയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന mg മൈനസ് mg ബൈ 2 എന്ന് പറയുന്ന വരും. സോ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് mg ബൈ 2 എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാച്ച് ദ കോളം 1 and 2. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം റൂട്ട് ഓഫ് 3RT/m ആണ്. പ്രഷർ എക്സർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് P ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം A എന്ന് പറയുന്ന Q ആണ്. സിമിലർലി B എന്ന് പറയുന്ന ആരാണ്? P ആണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നത് 3/2 kBt ആണ് അല്ലേ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നത് 3/2 kBt ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന എസ് ആണ്. ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് എ 1 മോൾ ഓഫ് ഐഡിയൽ ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 6 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അത് അറിഞ്ഞുകൂടാതുണ്ടെങ്കിൽ, അതിൻ്റെ ഫോമുല അറിഞ്ഞുകൂടാതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇന്റേണൽ എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത് F/2 nRT എന്നാണ്. ഡയറ്റോമിക് ആയതുകൊണ്ട് F5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 1 ആയതുകൊണ്ട് 5/2 ഇൻറ്റു 1 ഇൻറ്റു RT എന്ന് പറയുന്നത് കിട്ടും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5/2 RT എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഡിയുടെ ആൻസർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും മക്കളെ? AQ ആണ്, BP ആണ്, CS ആണ്, DR ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് AQ ആണ്, BP ആണ്, CS ആണ്, DR ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വരുന്നത് ഓപ്ഷൻ 3 ആണ്.
മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ഫോൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 60 മീറ്റർ അറ്റ് ദ റേറ്റ് ഓഫ് 15 കിലോഗ്രാം പെർ സെക്കൻഡ് ടു ഓപ്പറേറ്റ് എ ടർബൈൻ. ദ ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സസ് ആർ 10% ഓഫ് ദ ഇൻപുട്ട് എനർജി. ഹൗ മച്ച് പവർ ഈസ് ജനറേറ്റഡ് ബൈ ദ ടർബൈൻ? ഓക്കെ, അപ്പോൾ എനർജി എത്ര മക്കളെ? അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം mgh ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 10% ലോസ് ആയിപ്പോയി. അപ്പോൾ 90/100 ആണ്. അപ്പോൾ നമുക്ക് പവർ ഡിവൈഡ് ബൈ ടൈമും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി ടൈം 1 എന്ന് എടുത്താൽ എമ്മിൻ്റെ സ്ഥാനത്ത് എത്രയാണെന്ന് വരും? 15 എന്ന് പറയുന്ന വരും അല്ലേ? അപ്പോൾ ടൈം 1 എന്ന് എടുത്താൽ എമ്മിൻ്റെ സ്ഥാനത്ത് 15 എന്ന് പറയുന്ന വരും. ജി 10 ആണ്. എച്ച് എന്ന് പറയുന്നത് എത്ര? എച്ച് എന്ന് പറയുന്നത് 60 ആണ്. ഇൻറ്റു എന്തെന്ന് വരും? 90/100 എന്ന് പറയും. കാര്യം ടൈം 1 ആകുമ്പോഴേ എം എന്താകത്തുള്ളൂ? 15 ആകത്തുള്ളൂ. കാര്യം 15 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 15 കിലോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു കിട്ടുന്നതെന്ന് പറയുന്നത് ഇത് രണ്ട് ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ 90 × 90 എന്ന് പറയുന്ന വരും. അപ്പോൾ അത് 8100 വാട്ട് എന്നാണ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വലൻ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വലൻ ടു 8.1 കിലോ വാട്ട് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 എന്ന് പറയുന്ന വരും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എ ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജ് അപ്പർച്ചർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് സിൻസ്. മക്കളെ ഈ ഓപ്ഷൻ എല്ലാം വായിച്ചു നോക്കുക നിങ്ങൾ. ഈ ഓപ്ഷനും കറക്റ്റാണ്. ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജ്. എ ലാർജ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റീവ് എൻഷേഴ്സ് ബെറ്റർ ലൈറ്റ് ഗ്യാതറിംഗ് പവർ, അതും കറക്റ്റ് തന്നെയാണ്. എ ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ്സ് എ ബെറ്റർ റെസൊല്യൂഷൻ, അതും കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കിയാൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്ന ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് സെയിം ആസ് ദ ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പം ചാർജ് കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്. ആൻഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് ഈച്ച് ഓഫ് ദം. കമ്പയർ ദ കറണ്ട് ഇൻ ദം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണോ വലുത്, മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണോ വലുത്? മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് വലുത് അല്ലേ? അപ്പോൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അപ്പോൾ ഇലക്ട്രോൺ മെജോറിറ്റി ആയിട്ടുള്ളത് എവിടെയാണ്? എൻ ടൈപ്പിലാണ്. ഹോൾ മെജോറിറ്റി ആയിട്ടുള്ള പി ടൈപ്പിലാണ്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാൻ കറണ്ട് ഇൻ എൻ ടൈപ്പ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പി ടൈപ്പ് ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മക്കളെ ഇവിടെ ഒരു പ്രോസസ്സ് തന്നിട്ടുണ്ട്. അതായത് എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 ബ്രേക്സ് ഇൻ ടു 2 ഫ്രാഗ്മെൻറ്റ്സ് ഈച്ച് ഓഫ് മാസ് നമ്പർ 120. ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓഫ് അൺഫ്രാഗ്മെൻറ്റഡ് ന്യൂക്ലിയൈ 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. വൈൽ ദാറ്റ് ഓഫ് ഫ്രാഗ്മെൻറ്റ് ഈസ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദ ടോട്ടൽ ഗെയിൻ ഇൻ ദ ബൈൻഡിങ് എനർജിയാണ് വേണ്ടത്. അപ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻ്റ് എടുത്താൽ മതി. അപ്പോൾ അത് എത്രയാണെന്ന് വരും മക്കളെ? ദാറ്റ്സ് ഈക്വൽ ടു 240 × 8.5 മൈനസ് എന്തെന്ന് വരും? 240 × എത്രയാണെന്ന് വരും? 7.6 എന്ന് പറയുന്നത് വരും അല്ലേ? അപ്പോൾ ഇത് ചോദിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാര്യം പിടി കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടുന്നതെന്ന് പറയുന്നത് 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ തിക്ക് കറണ്ട് ക്യാരിങ് കേബിൾ ഓഫ് റേഡിയസ് R carries current I uniformly distributed in its cross section. Variation of magnetic field due to the cable with the distance R from the axis of the cable is represented by. മക്കളെ അപ്പോൾ ഇതൊരു സോളിഡ് കണ്ടക്റ്റിംഗ് വയറാണ് കേട്ടോ. അതായത് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള വയറാണ്. അപ്പോൾ നമുക്കറിയാം യൂണിഫോം ക്രോസ് സെക്ഷൻ്റെ അകത്തുള്ള വയറിലെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ആരാ മക്കളെ? അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 JR/2 എന്നാണ്. ഓക്കെ, പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് μ0 I/2πr എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം, അപ്പോൾ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു ആറും പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്ന ആരാണ്? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. മക്കളെ അടുത്തതെന്ന് പറയുന്നത് 2 ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2 കണക്റ്റഡ് ബൈ എ വയർ. ദ റേഷ്യോ ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഓഫ് ദ സ്ഫിയർ ആണ് വേണ്ടത്. അപ്പോൾ അവന്മാരെ വയർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ചാർജ് ഫ്ലോ ചെയ്യും. എപ്പോൾ വരെ ചാർജ് ഫ്ലോ ചെയ്യുന്നത്? രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് കൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം Q1/R1 എന്ന് പറയുന്നത് Q2/R2 ആയിരിക്കും. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു R1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, ഇവിടെ ഒരു R1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണെങ്കിൽ ഇവിടെ ഒരു R2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, ഇവിടെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു 4π കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. മക്കളെ ഇവിടെയും ഒരു 4π കൊണ്ട് ഇൻഡ്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാരെന്നൊന്ന് പറഞ്ഞേ? ഇതെന്ന് പറയുന്നത് Q1/4πR1² അല്ലേ? അപ്പോൾ അത് അവൻ്റെ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ? അടുത്തതെന്ന് പറയുന്നത് നോക്കുക, ഇതെന്ന് പറയുന്നത് എന്താ? Q2/4πR2² അല്ലേ? അത് അടുത്ത ആളുടെ ചാർജ് ഡെൻസിറ്റി ആണ് ഇൻറ്റു R2 ആണ്. ഈ ഫോമുല നിങ്ങൾ ഡയറക്റ്റ് പഠിക്കുന്നതാണ്, അങ്ങനെ ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? σ1/σ2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു R2/R1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഓപ്ഷൻ 2 ആണ്. ഓക്കെ, let's have a look at question number 21. If E and G
respectively denote the energy and gravitational constant, then E by G has dimensions of. What is the dimensional formula for energy? It is m L square T raised to minus 2 divided by the dimensional formula of gravitational constant is m raised to minus 1 L cube T raised to minus 2, right? So that is m divided by m raised to minus 1 is m square. L square by L raised to 3 is L raised to minus 1, and the T raised to minus 2 by T raised to minus 2 is T raised to 0. So m square L raised to minus 1 T raised to 0 is option 1. Next one. A spring is stretched by 5 centimeter by a force of 10 Newton. The time period of oscillations when a mass of 2 kilogram is suspended by it. അപ്പോൾ we know that F is equal to kx, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം k കണ്ടുപിടിക്കാം. K is equal to F by x. Fൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ ആണ്, എക്സിൻ്റെ വാല്യൂ 5 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റണം, 0.05. അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 200 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2. അപ്പോൾ k കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? 2π റൂട്ട് ഓഫ് m by k. ഓക്കെ, 2π റൂട്ട് ഓഫ് m എത്രയാണ്? 2 കിലോഗ്രാം. k എത്രയാണ്? 200 അല്ലേ? സോ 2π by 10, that is 2π ഡിവൈഡഡ് ബൈ 10, 0.628 സെക്കൻഡ്സ്. ഓപ്ഷൻ 4 അല്ലേ? അടുത്തത് ഓക്കെ, മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലേ? മെട്രിക്സ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ക്വാണ്ടിറ്റീസിനെ അതിൻ്റെ എക്സ്പ്രഷൻസുമായിട്ട് മാച്ച് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വൺ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ടോ? ഉണ്ട്. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ബൈ എം ഇൻറ്റു റിലാക്സേഷൻ ടൈം, അതുണ്ട്. അടുത്തത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ പറയാം? നമുക്കറിയാം, വി നോ ദാറ്റ് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ജെ കറണ്ട് ഡെൻസിറ്റി, സിഗ്മ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ? സോ സിഗ്മ ഇസ് ഈക്വൽ ടു ജെ ബൈ ഇ എന്നറിയാം. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അതിൻ്റെ റെസിപ്രോക്കൽ ആണ്. സോ ഇറ്റ് ഇസ് ഇ ബൈ ജെ. സോ ബി മാച്ചസ് വിത്ത് എസ്. അപ്പോൾ എ ആറുമായിട്ടും ബി എസുമായിട്ടും മാച്ച് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1ഉം 2ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 3ഉം 4ഉം എന്തായാലും നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ബാക്കി റിലാക്സേഷൻ പീരീഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ റോ. എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ റോ എന്ന് പറയുന്നത് സി മാച്ചസ് വിത്ത് പി ആണ് അല്ലേ? സി മാച്ചസ് വിത്ത് പി, ഓപ്ഷൻ 1 അല്ലേ? ഫോർത്ത് വൺ ഇവിടെ നോക്കിയാൽ കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, എൻ ഇ വി ഡി. സോ ഫോർത്ത് വൺ ഡി മാച്ചസ് വിത്ത് ക്യൂ, ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് വൺ, a dipole is placed in an electric field as shown. In which direction will it move? അപ്പോൾ ഇവിടെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ഇവിടെയും മൈനസ് ക്യൂ ചാർജ് ഇവിടെയുമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഇസ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ പ്ലസ് ക്യൂ ചാർജിന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് തോന്നും F1, മൈനസ് ക്യൂ ചാർജിന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് തോന്നും. കാരണം പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക, ശരിയല്ലേ? സോ ഇവിടെ നോക്കിയാൽ F1 വലതു ഭാഗത്തേക്ക്, F2 ഇടത് ഭാഗത്തേക്ക്. പക്ഷേ ഇതൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. വലതു ഭാഗത്തേക്ക് പോകുമ്പോഴും as we move towards right, the field lines are getting separated from each other. That means the field is getting weaker as we move towards right. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ്ങർ ഫീൽഡ് ആണ്. സോ F1 ഇസ് ഗ്രേറ്റർ ദാൻ F2. F1 ഗ്രേറ്റർ ദാൻ F2 ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് റൈറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ് അല്ലേ? സ്റ്റെബിലിറ്റി അനുസരിച്ച് നമുക്ക് പറയാം, ലോവർ പൊട്ടൻഷ്യൽ എനർജി അറ്റൈൻ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് മൂവ് ചെയ്യുന്ന അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞാൽ ആസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് വീക്കർ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു കേസിൽ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ചോണം. സോ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് വീക്കർ ഇലക്ട്രിക് ഫീൽഡ്. സോ പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 2 തന്നെയാണ്. നെക്സ്റ്റ് വൺ 25. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സെനഡയോഡ് ഇസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് വെൻ യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. ശരിയാണ്, വോൾട്ടേജ് റെഗുലേറ്ററിൽ സെനഡയോഡ് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് എ പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 and 0.3. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് കറക്റ്റ് ബിക്കോസ് വി നോ ദാറ്റ് ദി പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് എ സിലിക്കൺ ഡയോഡ് ഇസ് 0.7 വോൾട്ട് അല്ലേ? അപ്പോൾ എന്തായാലും ബി എന്നുള്ളത് തെറ്റാണ്. സോ എ ഇസ് കറക്റ്റ് ആൻഡ് ബി ഇസ് ഇൻകറക്റ്റ്, ഓപ്ഷൻ 3. നെക്സ്റ്റ് വൺ, a screw gauge gives the following readings when used to measure the diameter of a wire. Main scale reading 0 ആണ്, circular scale reading 52 division. So അവിടുത്തെ റീഡിംഗ് എത്രയാണ്? It is reading is given by main scale reading, that is 0 millimeter, plus circular scale reading into least count. Circular scale reading എത്രയാണ്? 52. least count എത്രയാണ്? It is 1 millimeter divided by 100, number of divisions on the circular scale, that is 100. 52 divided by 100 എത്രയാണ്? 0.52 millimeter. പക്ഷേ ഓപ്ഷനിലെല്ലാം സെന്റിമീറ്ററിലാണ്. സോ ഇഫ് വി കൺവേർട്ട് ദിസ് ഇൻ ടു സെന്റിമീറ്റർ then we can say it is 0.052 centimeter, ഓപ്ഷൻ 4. ശരിയല്ലേ? നെക്സ്റ്റ് വൺ,
An inductor of inductance L, capacitor of capacitance C, and resistor of resistance R are connected in series to an AC source of potential difference V volts as shown in figure. Potential difference across L, C and R is 40, 10 and 40 respectively. Amplitude of current flowing through LCR circuit is 10√2. The impedance of the circuit. ആദ്യം തന്നെ ശ്രദ്ധിക്കാം, ഈ വോൾട്ടേജ് അവിടെ വോൾട്ടേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, വോൾട്ടേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ 40, 10 and 40. സോ ഇറ്റ് ഇസ് RMS വാല്യൂ, ബൈ ഡിഫോൾട്ട് ഇറ്റ് ഇസ് RMS വാല്യൂ. പക്ഷെ കറണ്ട് തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ സേ 10√2, ദാറ്റ് ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. അപ്പോൾ വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ്, ബിക്കോസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇംപെഡൻസ് വി നീഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്. എങ്ങനെയാണ് അവിടെ നമുക്ക് ഫേസർ ഡയഗ്രാം വരച്ച് നോക്കാം. ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ദാറ്റ് ഇസ് 40 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ദാറ്റ് ഇസ് 40 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ താഴേക്ക് വരയ്ക്കണം, ദാറ്റ് ഇസ് 10 വോൾട്ട്. അപ്പോൾ 40യുടെയും 10ന്റെയും റിസൾട്ടന്റ് എത്രയാണ്? ഇറ്റ് ഇസ് 30 വോൾട്ട് അപ്വേർഡ്സ് അല്ലേ. കറണ്ടിന്റെ അതേ ഫേസ് ആണ് റെസിസ്റ്ററിലുള്ള വോൾട്ടേജിന്, അങ്ങനെയാണ്. സോ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും കൂടെയുള്ള വോൾട്ടേജ് എത്രയാണ്? 30 വോൾട്ട്. അപ്പോൾ ടോട്ടൽ റിസൾട്ടന്റ് വോൾട്ടേജിന്റെ RMS വാല്യൂ എത്രയാണ്? 30യുടെയും 40യുടെയും റിസൾട്ടന്റ് √30² + 40², 50 വോൾട്ട്. സോ RMS 50 വോൾട്ട് ആണ്. അപ്പോൾ V0 എത്രയായിരിക്കും? 50√2. ശരിയല്ലേ? I0 ഇറ്റ് ഇസ് ഗിവൺ, ഇറ്റ് ഇസ് 10√2. ശരിയല്ലേ? I0 it is given as 10√2. Then what is the impedance? It is V0 divided by I0, 10√2, 50√2 by 10√2, that is 5 ohm. അല്ലേ? ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 27. ഇതൊന്നും ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് വന്നാൽ, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E in the space between the plates. If the distance between the plates is D and the area of each plate is A, the energy stored in the capacitor. We know that the energy density between the plates of the capacitor is half epsilon 0 E square. If we multiply it with the volume, we will get the total energy. Half epsilon 0 E square energy density, energy per unit volume into volume will give you the actual energy. So half epsilon 0 E square into AD. Option 3, question number 28. Next one, 29. An electromagnetic wave of wavelength lambda is incident on a photosensitive surface of negligible work function. If M is the mass of photoelectron emitted from the surface, has de Broglie wavelength lambda D, then okay. ഇവിടെ hc/λ ആണ് വന്ന് വീഴുന്ന ഫോട്ടോണിന്റെ എനർജി അല്ലെ. hc/λ ആണ് വന്ന് വീഴുന്ന ഫോട്ടോണിന്റെ എനർജി. അപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ hc/λ -5 ആണ്. പക്ഷെ ഇവിടെ 5 നെഗ്ലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇസ് hc/λ. വി ഓൾസോ നോ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m അല്ലെ. p is the momentum. Momentum can be written as h/λ d, where lambda d is the de Broglie wavelength. So h/λ d the whole square into 2m. ശരിയല്ലേ? ഇത് രണ്ടുകൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ hc/λ is equal to h² divided by lambda d square into 2m. So we can cancel h. ഇവിടെ h cancel ചെയ്യാം. Then we can say lambda is equal to 2mc lambda d square divided by h. 2mc lambda d square divided by h. ഏതാണ് ഓപ്ഷൻ? It is option 3, question number 29. Next one, 30. Find the value of angle of emergence from the prism. Refractive index of glass is √3. So let's look at that question. So ഇവിടെ നമ്മുടെ prism ഇങ്ങനെയാണ്. This is the prism. ഇപ്പോൾ ഫോട്ടോൺ ലൈറ്റ് ഇവിടെ ഇങ്ങനെയാണ് വന്ന് വീഴുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോർമൽ ടു ദി ഫസ്റ്റ് സർഫസ്. അപ്പോൾ ആദ്യത്തെ സർഫസ് നോർമൽ ആണെങ്കിൽ അവിടെ ഡീവിയേഷൻ ഒന്നും സംഭവിക്കില്ല. ലൈറ്റ് വിൽ പാസ് അൺഡീവിയേറ്റഡ് ഓൺ ടു ദി സെക്കൻഡ് സർഫസ്. ഇത് 90 ഡിഗ്രി ആണ്. ദിസ് ഇസ് 60 ഡിഗ്രി. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 30 ഡിഗ്രി. ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ 90 ആണെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 60 ഡിഗ്രി. ശരിയല്ലേ? ദിസ് ഇസ് 60 ഡിഗ്രി. അപ്പോൾ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. സോ സെക്കൻഡ് സർഫസിൽ ലൈറ്റ് വന്ന് വീഴുന്ന ആംഗിൾ, ഇൻസിഡന്റ് ആംഗിൾ ഇപ്പോൾ 30 ഡിഗ്രിയാണ്. ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ദിസ് ഇസ് ഇ അല്ലെ. ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ലെറ്റ് us apply Snell's law. Snell's law എന്താ പറയുന്നത്? n1 sin i is equal to n2 sin r. ഇതാണ് n1 √3. സൈൻ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു n2. n2 എത്രയാണ്? 1 സൈൻ ആർ. ആർ എത്രയാണ്? ആംഗിൾ ഓഫ് എമർജൻസ് ഇ. കുഴപ്പമില്ലല്ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് എമർജൻസ്. സോ √3 ഇൻറ്റു സൈൻ 30 എത്രയാണ്? 1/2 ഇസ് ഈക്വൽ ടു സൈൻ ഇ. സോ സൈൻ ഇ ഇസ് ഈക്വൽ ടു √3/2 അല്ലേ. സൈൻ ഇ ഇസ് ഈക്വൽ ടു √3/2. അപ്പോൾ ഇ എത്രയാണ്? ഇറ്റ് ഇസ് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എമർജൻസ് 60 ഡിഗ്രി. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 1, ക്വസ്റ്റൻ നമ്പർ 30, ഓപ്ഷൻ 1. So students, question number 31. The equivalent capacitance of the combination shown in the figure is equivalent capacitance വേണം. സോ നമ്മൾ ഈ കപ്പാസിറ്റൻസ് നോക്കി. സോ ഇഫ് യു ടേക്ക് ദിസ് കപ്പാസിറ്റൻസ്, ഈ കപ്പാസിറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും ഒരേ പോയിന്റിലേക്ക് കണക്റ്റഡ് അല്ലേ?
സോ ഈ കപ്പാസിറ്ററിൻ്റെ രണ്ട് സൈഡും ഒരേ പൊട്ടൻഷ്യൽ വരില്ലേ മക്കളെ? സോ ഒരു കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ ഇത് ചാർജ്ഡ് ആവില്ല. ദിസ് കപ്പാസിറ്റർ വിൽ നോട്ട് ഗെറ്റ് ചാർജ്ഡ്. ചാർജ് ആവാത്തൊരു കപ്പാസിറ്റർ നമുക്ക് സർക്യൂട്ടിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? സോ യു ക്യാൻ റിമൂവ് ഇറ്റ്. ഈ കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് യു റിമൂവ് ദിസ് കപ്പാസിറ്റർ, സർക്യൂട്ട് ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ഇത്രയല്ലേ ഉള്ളൂ മക്കളെ. സോ ദാറ്റ് ഈസ് സി. രണ്ട് കപ്പാസിറ്റർ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ പാരലൽ ഇരിക്കുന്നു. അതിൻ്റെ എഫക്റ്റീവ് എന്ത് വരും? 2C. അതിൻ്റെ എഫക്റ്റീവ് എന്ത് വരും? 2C. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, ഫോഴ്സ് ആക്സിലറേഷൻ ടൈം. നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് നമ്മൾ. ഫോഴ്സ് ആക്സിലറേഷൻ ടൈം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുത്താൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് എനർജി എന്നാണ് ചോദ്യം. സോ എനർജിയുടെ ഡയമെൻഷൻസ് ഓൾറെഡി നമുക്കറിയാമല്ലോ. സോ ദാറ്റ് ഈസ് mL² T⁻². അതല്ലേ എനർജിയുടെ ഡയമെൻഷൻസ്. അത് എന്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം? ഫോഴ്സ് F⁻x A⁻y T⁻z. ഫോഴ്സ് ആക്സിലറേഷൻ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്താ മക്കളെ? mL T⁻² അല്ലേ? x. A ആക്സിലറേഷൻ അല്ലേ? L T⁻² അല്ലേ? y T⁻z അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. രണ്ട് സൈഡിലും ഡയമെൻഷൻസ് സെയിം ആവണ്ടേ. സോ ലെഫ്റ്റ് സൈഡ് എമ്മിൻ്റെ ഡയമെൻഷൻ 1 അല്ലേ? ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എം ഒരിടത്ത് മാത്രമല്ലേ ഉള്ളൂ. സോ m⁻x. സോ x ഈക്വൽ ടു 1. x 1 ആയി. നെക്സ്റ്റ്, എല്ലിൻ്റെ ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡ് 2 അല്ലേ? എല്ലിൻ്റെ ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡിൽ 2 അല്ലേ? എല്ലിൻ്റെ ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡിൽ 2. റൈറ്റ് സൈഡിൽ L⁻y ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ. x ഓൾറെഡി 1 ആയില്ലേ? സോ 2 ഈസ് ഈക്വൽ ടു 1 + y അല്ലേ? സോ y ഈസ് ഈക്വൽ ടു 1 ആയില്ലേ? നൗ T⁻². ടിയുടെ ഡയമെൻഷൻ -2 ആണ്. റൈറ്റ് സൈഡിൽ ഈസ് ഈക്വൽ ടു -2x -2y + z. എക്സും വൈയും 1 അല്ലേ? സോ -2 ഈസ് ഈക്വൽ ടു -x -y + z. സോറി, എക്സും വൈയും 1 അല്ലേ? സോ -2 + z. -2 കട്ട് ചെയ്യല്ലോ. സോ z ഈക്വൽ ടു 2 കിട്ടിയില്ലേ മക്കളെ? സോ x1 y1 z2. ഓപ്ഷൻ 2 അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 33. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താ? T1 - T2 by T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി T1 + T2 by 2 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ T0 അല്ലേ? സോ T1 - T2 by T 90 - 80 ദാറ്റ് ഈസ് 10 by T ഈസ് ഈക്വൽ ടു K ഇൻറ്റു 90 80 ആവറേജ് എന്ത് വരും? 85 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 20. സോ ദാറ്റ് ഈസ് 10 by T ഈസ് ഈക്വൽ ടു K ഇൻറ്റു 65. Let us put it as equation number 1. Next is second case from 80 to 60 ആണ്. സോ 80 - 60 എന്താ? 20 അല്ലേ? സോ 20 by T ഈസ് ഈക്വൽ ടു K ഇൻറ്റു ആവറേജ് എന്ത് വരും? 80 60 ആവറേജ് 70 അല്ലേ? മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 by T ഈസ് ഈക്വൽ ടു K ഇൻറ്റു 50 അല്ലേ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 അല്ലേ? രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ നമ്പർ 1/2. സോ ദാറ്റ് ഈസ് T ഡാഷ് ടൈം T ഡാഷ്. സോറി, സെക്കൻഡ് കേസിൽ ടൈം T ഡാഷ്. സെക്കൻഡ് കേസിലെ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 10 by T ഇൻറ്റു T ഡാഷ് by 20 ഈസ് ഈക്വൽ ടു K65 ഡിവൈഡഡ് ബൈ K50. K65 ഡിവൈഡ് ബൈ K50. സോ നമുക്ക് 10 20. സോ കട്ട് ചെയ്യാം. ആൻഡ് 65 നമുക്ക് 13 വരും. 5 വെച്ച് കട്ട് ചെയ്താൽ ഇത് 10 വരും. സോ 2 10 കട്ട് ചെയ്താൽ 5 വരും. സോ T ഡാഷ് എന്ത് വന്നു മക്കളെ? T ഡാഷ് ഈസ് ഈക്വൽ ടു 13T/5 അല്ലേ? T ഡാഷ് 13T/5. ഓപ്ഷൻ 2 അല്ലേ? നെക്സ്റ്റ് ഈസ് 34. 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു ρL/A. ഇതല്ലേ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. സെയിം മെറ്റീരിയൽ, സെയിം ലെങ്ത്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് 4 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കൊടുത്തു. സോ R/4 എഫക്റ്റീവ് റെസിസ്റ്റൻസ് 0.25 കിട്ടി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 0.25 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ohm. അതായത് ആ 4 റെസിസ്റ്റേഴ്സിൽ 1 റെസിസ്റ്റർ ഈസ് 1 ohm. ഇനി ഇവരെ 4 പേരെ സീരീസിൽ കൊടുത്താലോ? ഇറ്റ് വിൽ ബിക്കം 4R, എഫക്റ്റീവ് 4R ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ohm. അല്ലേ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4. Number of photons emitted per second, very important equation. Number of photons emitted per second is equal to P lambda by hc.
number of photons emitted per second. So that is equal to power തന്നിട്ടില്ലേ 3.3 into 10 raised to minus 3 into lambda 600 nanometer, that is 6 into 10 raised to minus 7 divided by h on the Planck's constant 6.6 into 10 raised to minus 34 into c, speed of light 3 into 10 raised to 8. Just cancel, values cancel ചെയ്തേ. So that is equal to 3.3 6.6 2 അല്ലേ 3 6 2 അല്ലേ 2 2 cancel ചെയ്യാമല്ലോ. So n is equal to 10 ൻ്റെ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 10 raised to minus 10 by 10 raised to minus 26. So that is equal to 10 raised to 16 അല്ലേ 10 raised to 16 ഓപ്ഷൻ 3 അല്ലേ അല്ലേ. 36 കറണ്ട് ഡിവിഷൻ I3 is equal to നമുക്ക് എങ്ങനെ എഴുതാം I3 is equal to ടോട്ടൽ കറണ്ട് I1 അല്ലേ ടോട്ടൽ കറണ്ട് I1 ഇൻറ്റു അടുത്ത ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് R2 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R2 പ്ലസ് R3 സിമ്പിൾ അല്ലേ മക്കളെ. സോ ദാറ്റ് ഈസ് I3 ബൈ I1 I1 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സോ ദാറ്റ് ഈസ് R2 ബൈ R3 പ്ലസ് R2 R2 ബൈ R3 പ്ലസ് R2 ദാറ്റ് ഈസ് ഓപ്ഷൻ 2 അല്ലേ. സിമ്പിൾ വൺ സ്റ്റെപ്പ് പരിപാടി കഴിഞ്ഞില്ലേ. ഓക്കെ നെക്സ്റ്റ്. സോ ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ നമ്മുടെ മെറ്റീരിയലുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 60 സെൻറ്റിമീറ്ററിലാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 60 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റിന് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് 30 ആണ്. അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 2F-ലാണ്. കോൺവെക്സ് ലെൻസ് ഒബ്ജക്റ്റ് 2F-ൽ ഇരുന്നാൽ ഓൺ ദ അതർ സൈഡ് ഇമേജും 2F-ൽ തന്നെ കിട്ടും. സോ ദാറ്റ് മീൻസ് ഇമേജ് ഇവിടെ കിട്ടും. ഈ കോൺവെക്സ് ലെൻസ് ഇമേജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 60 ലെൻസിൽ നിന്ന് 60 മാറി ലെൻസിൽ നിന്ന് 60 മാറി. സോ മിററിൽ നിന്ന് 20 മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ അല്ലേ. സോ മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറി ഇമേജ് ഉണ്ടായി. മിററിന് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആണ്. സോ എന്ത് സംഭവിക്കും? പ്ലെയിൻ മിറർ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്, ദേ ആർ സെയിം. സോ സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു ഇമേജ് കിട്ടും അറ്റ് 20 സെൻറ്റിമീറ്റർ. ഒരു റിയൽ ഇമേജ് കിട്ടും അറ്റ് 20 സെൻറ്റിമീറ്റർ അല്ലേ. ഈ ഒബ്ജക്റ്റ് എന്തായിട്ട് ഈ ഇമേജ് പ്ലെയിൻ മിററിൻ്റെ ഈ ഇമേജ് കോൺവെക്സ് ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറും. കോൺവെക്സ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ്. സോ 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. 1/v മൈനസ് 1/u. ഇൻസിഡൻറ്റ് ലൈറ്റ് ഇങ്ങനല്ലേ ഈ ഒബ്ജക്റ്റിന് ഇൻസിഡൻറ്റ് ലൈറ്റ്. സോ ഇൻസിഡൻറ്റ് ലൈറ്റിന് എഗൻസ്റ്റ് അല്ലേ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. സോ മൈനസ് വരില്ലേ. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ബൈ 20 ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ അല്ലേ മക്കളെ. So that is equal to 1/v is equal to 1/30 minus 1/20. So v is equal to minus 60 സെൻറ്റിമീറ്റർ എന്ന് വരും. v നെഗറ്റീവ് ആണ്. v നെഗറ്റീവ് ആണ്. സോ ദാറ്റ് മീൻസ് v നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻസിഡൻറ്റ് ലൈറ്റിന് എഗൻസ്റ്റ്. സോ ഫൈനൽ ഇമേജ് 40 + 20 ഇവിടെ തന്നെ വരും ഫൈനൽ ഇമേജ്. ഫൈനൽ ഇമേജ് ഇത് 40 ഉണ്ട്. സോ പ്ലെയിൻ മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറിയാണ് ഫൈനൽ ഇമേജ് വന്നിരിക്കുന്നത്. പ്ലെയിൻ മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറി. 20 സെൻറ്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിറർ. ആൻഡ് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ സെയിം സൈഡിൽ തന്നെ ഇമേജ് ഉണ്ടായി. സോ ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ്. സോ ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ്. ഓപ്ഷൻ 4 38 നമ്മുടെ ലോജിക് ഗേറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എ ബി ആൻഡ് ഗേറ്റിന് കൊടുത്തു. സോ എ ഡോട്ട് ബി ബിയും സിയും കൂടെ നാൻഡാണ്. സോ ബി ഡോട്ട് സി അതിനെ നോട്ട് ചെയ്യണം. അത് നാൻഡാണ്. എന്നിട്ട് അത് രണ്ടും കൂടി നമ്മളൊരു ഓറിന് കൊടുത്തു. സോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് എ 0 ആണ്, ബി 0 ആണ്. രണ്ടും ലോ ആണ്, ആൻഡ് ആണ്. സോ ലോ വരും. പ്ലസ് ഇവിടെ ബി 0 ആണ്, സി ഹൈ ആണ്. പക്ഷേ ആൻഡിന് വരുമ്പം ലോ വരും, നാൻഡ് ആണ്. അപ്പം നോട്ട് ചെയ്യുമ്പോൾ 1 വരും. സോ 0 1 കൂടെ ഓവർ ചെയ്താൽ എന്ത് വരും? 1 വരും. സോ ആദ്യത്തെ ടൈം ഇൻ്റർവൽ ഹൈ വരണം. ആദ്യത്തെ ടൈം ഇൻ്റർവൽ ഹൈ. ഈ രണ്ട് ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ബാക്കി രണ്ടിനും ആദ്യത്തെ ടൈം ഇൻ്റർവൽ ലോ അല്ലേ. സെക്കൻഡ് കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നമ്മുടെ ആൻസറായി. സോ സെക്കൻഡ് കമ്പയർ ചെയ്യാൻ വേണ്ടി എ 1 ആണ്, ബി 0 ആണ്. 1ഉം 0ഉം ആൻഡ് ചെയ്താൽ അത് വീണ്ടും 0 വരും. പ്ലസ് ബി 0 1c ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. പക്ഷേ അതിൻ്റെ നോട്ട് എടുക്കണം. സോ 1 വീണ്ടും ഓറിന് കൊടുത്തു. 1 വന്നു. അതായത് രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിലും ഹൈ വരണം, 1 വരണം. ഏത് വരും? ഇതല്ലേ. രണ്ടാമത്തേതിനും 1 ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നു, 5 വോൾട്ട്. പക്ഷേ ഇതിന് വന്നപ്പോൾ അത് ലോ ആയില്ലേ. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3. നമ്മുടെ ആൻസർ ഓപ്ഷൻ 3. 39 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പ്രൈമറിയിലെ കറണ്ടാണ് നമുക്ക് വേണ്ടത്. ഒരു ലോസസ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ പവർ ഓൺ ബോത്ത് സൈഡ്സ് വിൽ ബി സെയിം. പവർ 44 വാട്ട് അല്ലേ. നമുക്ക് പ്രൈമറിയിലെ കാര്യമല്ലേ വേണ്ടേ. സോ വി പി ഇൻറ്റു ഐ പി അല്ലേ. സോ 44 ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സോ പ്രൈമറി 220 വോൾട്ട് ഇൻറ്റു
പ്രൈമറിയിലെ കറണ്ട് അല്ലേ നമുക്ക് വേണ്ടത്. സോ പ്രൈമറി കറണ്ട് ഈസ് ഈക്വൽ ടു 44/220. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4/20 വിച്ച് ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ, വിച്ച് ഈസ് ഈക്വൽ ടു 0.2 ആംപിയർ അല്ലേ. ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 40. യൂണിഫോം കണ്ടക്ടിങ് വയർ, ആ വയറിന് മൊത്തം 12A ലെങ്ത് ഉണ്ട്. നമ്മളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എ, സോ എ എ എ, ഒരു തവണ വൈൻഡ് ചെയ്യുമ്പോൾ 3A, പക്ഷേ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ 12A ആണ്. ഒരു തവണ വൈൻഡ് ചെയ്യുമ്പോൾ 3A. അപ്പം നമ്പർ ഓഫ് ടേൺസ് എന്ത് വരും? 12A ലെങ്ത് ഉള്ള വയറാണ്, ഒരു തവണ ചുറ്റുമ്പോൾ 3A. സോ നമ്പർ ഓഫ് ടേൺസ് 4. നമ്പർ ഓഫ് ടേൺസ് 4. നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലേ. സോ മാഗ്നറ്റിക് മൊമെൻ്റ് M ഈസ് ഈക്വൽ ടു NIA അല്ലേ മക്കളെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് 4, കറണ്ട് I. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എ ആണ്, അതിൻ്റെ ഏരിയ എന്ത് വരും? √3A²/4 അല്ലേ. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3IA². അത് ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ കറക്റ്റ് മാച്ച് ആവുന്നത്. സ്ക്വയറിൻ്റെയും കൂടെ ജസ്റ്റ് ഒരു കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ സൈഡ് ലെങ്ത് A, അപ്പോൾ ഒരു തവണ വൈൻഡ് ചെയ്യുമ്പോൾ 4A, വയറിൻ്റെ ലെങ്ത് 12A അല്ലേ. ഒരു തവണ വൈൻഡ് ചെയ്തപ്പം 4A വന്നില്ലേ. സോ നമ്പർ ഓഫ് ടേൺസ് 3 അല്ലേ. സോ നമ്പർ ഓഫ് ടേൺസ് 3, കറണ്ട് I, സ്ക്വയറിൻ്റെ ഏരിയ എന്താ? A² അല്ലേ. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ദ സ്ക്വയർ 3IA². കറക്റ്റ് ആയില്ലേ. സോ ഓപ്ഷൻ 1 അല്ലേ നിങ്ങളുടെ ആൻസർ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 41 കണ്ടോ, അത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. കണ്ടോ, ഇതിൻ്റെ പ്രോഡക്റ്റ് F = Q × V × B ആണ്. ബിയുടെ കണ്ടോ, ബിയുടെ X ആൻഡ് Y കമ്പൗണ്ട് സെയിം തന്നിരിക്കുന്നത്, Z കമ്പൗണ്ട് മാത്രം B0. ചാർജ് 1 ആണ് തന്നിട്ടുണ്ട്. വെലോസിറ്റിയുടെ വെക്ടർ ഇക്വേഷൻ തന്നിട്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡിലെ 3 കമ്പോണൻസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആണ്. എന്തറിയാമല്ലോ നമുക്കിവിടെ എന്താണ് F = Q × V × B ആണ്. അപ്പോൾ അതെടുക്കുമ്പോൾ നോക്കൂ, Q1 ആണ്. അപ്പോൾ അത് V × B എന്നേ വരത്തുള്ളൂ അല്ലേ. V × B എന്നേ വരത്തുള്ളൂ. അപ്പോൾ V × B കണ്ടുപിടിക്കുക. അപ്പോൾ V × B എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് മെത്തേഡ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. I, J, K. വെലോസിറ്റിയുടെ കമ്പോണൻസ് എഴുതുമ്പോൾ കണ്ടല്ലോ എത്രയാണ്? 2, 4, 6 ആണ് അല്ലേ. 2, 4, 6 ആണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിലെ കമ്പൗണ്ട് ഇത് B ആണ്, ഇത് B ആണ്, ഇത് B0 ആണ് അല്ലേ. ഇത് എക്സ്പാൻഡ് അറിയാമല്ലോ, ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എന്നിട്ട് കണ്ടോ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് വരും? I cap × 4B0 - 6B അല്ലേ. പിന്നെ -J × എത്ര വരും? 2B0 - 6B. അടുത്ത പ്ലസ് K × എത്ര വരും? 2B - 4B അല്ലേ. 2B - 4B അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 4I - 20J + 12K. ഇനി എളുപ്പമല്ലേ, കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ കമ്പൗണ്ട്സ് കിട്ടും. ജസ്റ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്പം കാൽക്കുലേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഒരു ഈസി എബോ ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഇത് 2 ചാപ്റ്റർ മിക്സ് ചെയ്ത് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. 2 ചാപ്റ്ററല്ല, ശരിക്കും സർക്കുലർ മോഷനാണ് ഒന്ന്. കണ്ട, ഒരു പാർട്ടിക്കുലർ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് R മൂവ് ചെയ്യുന്നു. പിന്നെ സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം T ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്? വെലോസിറ്റി = ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്, 2πr/t. ഇനി ഇതേ വെലോസിറ്റി വെച്ചൊരു ബോഡി എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് B² sin² θ / 2g അല്ലേ. യെസ്. ഇനി എന്ത് ചെയ്യുക? ഈ H എന്ന് പറയുന്നത് 4r ആണ്. ഈ H എന്ന് പറയുന്നത് 4r ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ H ന് പകരം നമുക്ക് 4r കൊടുത്ത് സോൾവ് ചെയ്യണം. അപ്പോൾ 4r = V² ഇത് കൊടുക്കും. എന്താണ്? 2πr/t ² പിന്നെ sin² θ / 2g എടുക്കും. ഇത് സോൾവ് ചെയ്ത് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? യെസ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. എളുപ്പമല്ലേ? ഇത് വളരെ ഡയറക്റ്റ് ആണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈലിനെയും സർക്കുലർ മോഷനെയും കൂടെ കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇത് LCR സർക്യൂട്ടാണ്, അതായത് AC എന്നുള്ള സെക്ഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇത് വളരെ ഡയറക്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതന്നെ കണ്ട് L-ന്റെ R-ന്റെ ഒക്കെ തന്നിട്ടുണ്ട്, അപ്ലൈഡ് വോൾട്ടേജ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ദ ആംഗുലർ ഫ്രീക്വൻസീസ് ഓഫ് ദ സോഴ്സ് അറ്റ് വിച്ച് പവർ ട്രാൻസ്ഫർ ടു ദ സർക്യൂട്ട് ഈസ് ഹാഫ് ദ പവർ എന്ന് വെച്ചാൽ ഹാഫ് ദ മാക്സിമം പവർ. ഹാഫ് ദ പവർ അറ്റ് റെഫറൻസ് ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. റെഫറൻസ് ഫ്രീക്വൻസിയിൽ പവർ മാക്സിമം ആണ് നിങ്ങൾക്കറിയാം. അപ്പം ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഹാഫ് പവർ ഫ്രീക്വൻസി 2 ഉണ്ട്, അപ്പർ ഹാഫ് പവർ, ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസീസ്. അപ്പോൾ അതിൽ ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഫറൻസ് ഫ്രീക്വൻസി മൈനസ് ഹാഫ് ദ ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഫറൻസ് ഫ്രീക്വൻസി പ്ലസ് ബാൻഡ് വിഡ്ത്ത് ആണ് അല്ലേ. ഇതിൽ ω/r എന്ന് പറയുന്നത് 1/√LC ആണ്. ഇവിടെ എല്ലാം സിയും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും, 50 radian/second എന്ന് കിട്ടും. ഇനി ഹാഫ് ദ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഡെൽറ്റ ω എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത് R/2L ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും, 4 radian/second എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ 50 - 4 50 + 4 വരും. അപ്പോൾ ആൻസർ 46 and 54 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും മെറ്റീരിയൽ ഇതേ ക്വസ്റ്റ്യൻ, ഡേറ്റ മാത്രം മാറ്റം ഉണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മെറ്റീരിയലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
അടുത്ത് കണ്ടോ, ഇത് മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ കണ്ടുപിടിക്കാൻ റൊട്ടേഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഫ്രം എ സർക്കുലർ റിംഗ് കണ്ടോ, എം മാസുള്ള ഒരു സർക്കുലർ റിംഗ്, അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ റിംഗിൻ്റെ മാസ് എം, റേഡിയസ് ആറുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ റിംഗിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ എബൌട്ട് ദ ഗീവൺ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? mr² ആണ്, നിങ്ങൾക്കറിയാം. ഇനി അതിൽ നിന്ന് 1/4 ആർക്ക് റിമൂവ് ചെയ്തു, അപ്പോൾ റിമൈനിങ് ഉള്ള 3/4 ആണ്. അപ്പോൾ സെയിം ആക്സിസ് ആയതുകൊണ്ട് വീണ്ടും അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ എത്ര വരും? മാസിന് മാത്രമേ മാറ്റുള്ളൂ. 3 ഇക്വേഷൻ സെയിം തന്നെ, പക്ഷേ മാസ് ആ ബാക്കി വരുന്ന കൊടുക്കണം. 3/4 m ആണ്. അപ്പോൾ 3/4 mr² വരും. അപ്പോൾ ക്ലിയർ അല്ലേ? എന്താണ് ഇത്? 3/4I എന്ന് വരും. അപ്പം ക്വസ്റ്റിന് തന്നിരിക്കുന്ന k ടൈംസ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3/4 ടൈംസ് എന്ന് ആൻസർ എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്തത്, ഇത് ശരിക്കും പറഞ്ഞാൽ റൊട്ടേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചാണ് വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ആണ്. കണ്ട് ഇത് റോഡാണ്, അതിൻ്റെ മാസ് 500 ഗ്രാം, അതായത് 1/2 കിലോഗ്രാം ആണ്. ഇതിനെ ബാലൻസ് ചെയ്തിരിക്കുകയാണ്, കണ്ട് ഒരു പിവോട്ടിൽ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ വെയിറ്റ് mg ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ. കണ്ടോ, വെയിറ്റ് mg ഇങ്ങനെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. എം എത്രയാണ്? 1/2 ആണല്ലേ? അപ്പോൾ 1/2g ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 2 കിലോഗ്രാമിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് 2g. ഈ എമ്മിൻ്റെ mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആ എമ്മിൻ്റെ വാല്യൂ, ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നതിന്, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നതിന് ആ എമ്മിൻ്റെ വാല്യൂ എത്ര വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്കറിയാം, ഇതാണ് ഇവിടുത്തെ ആക്സിസ് അല്ലെങ്കിൽ പിവോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് ടോർക്ക് 0 എടുത്താൽ മതി. നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ 2 കിലോഗ്രാം വെയിറ്റിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ 1/2g ഈ mg അത് എബൌട്ട് ദിസ് ആക്സ് ഉണ്ടാക്കുന്ന ടോർക്ക് ഇങ്ങനെയാണ് വരുന്നത്, ക്ലോക്ക് വൈസ് സെൻസിൽ. പക്ഷേ ഇത് റസ്റ്റിലായതുകൊണ്ട് നെറ്റ് ടോർക്ക് 0 ആയതുകൊണ്ട് ഈ രണ്ട് ടോർക്കും കൂടെ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കണ്ടോ, ടോട്ടൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുമ്പോൾ 2g ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 20. അപ്പോൾ 2g × 20 ഈക്വൽ ടു ടോട്ടൽ ക്ലോക്ക് വൈസ് ടോർക്ക് വരും. ടോട്ടൽ ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ 1/2g ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ mg ഉണ്ടാക്കുന്നതുകൊണ്ട് 1/2g ഉണ്ടാക്കുന്നത് എത്രയാണ്? ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇത് 100 സെൻറ്റിമീറ്റർ ആണ്. കണ്ടോ, ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഇതിൻ്റെ ടോട്ടൽ എന്ത്? 200 ആണ്. അപ്പോൾ ഇത് 100 വരും. 100 നിന്ന് ആക്സിസിലേക്ക് ഇത് 40 ആണ്. അപ്പോൾ ഇത് 60 വരും. അപ്പം എത്ര വരും? 1/2g × 60. അതാണ് അതുണ്ടാക്കുന്ന ടോർക്ക്. ഇനി ഈ mg ഉണ്ടാക്കുന്ന ടോർക്ക് എത്രയാണ്? ഇത് 160 ആണ്. അപ്പോൾ ഇത് 40 ആണ്. അപ്പോൾ 160 - 40 120. അപ്പോൾ എത്ര വരും? mg × 120 എന്ന് വരും. കണ്ടോ, ഇതിന് g എല്ലാം ക്യാൻസൽ ആയി പോകും. സോൾവ് ചെയ്യുമ്പോൾ m = 1/12 കിലോഗ്രാം എന്ന് ആൻസർ വരും. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ മെറ്റീരിയൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പരീക്ഷകൾക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. അടുത്ത, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡ്രോപ്ലെറ്റ്സ് ചേർന്ന് ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റം ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. നിങ്ങളുടെ നോട്ട്സിലൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രോപ്ലെറ്റ്സ്, n ഡ്രോപ്ലെറ്റ്സ് ഈച്ച് ഹാവിംഗ് പൊട്ടൻഷ്യൽ v കമ്പൈൻ ചെയ്തൊരു വലിയ ഡ്രോപ്പ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ n⁻²/3 × v ആണ്. ഇവിടെ n 27 ആണ്, v എത്രയാണ്? 220 ആണ്. അപ്പോൾ 27⁻²/3 9 ആണ്. 9 × 220 വരും. സോ ഇറ്റ് ഈസ് 1980 വോൾട്ട് എന്ന് വരുന്നു. കണ്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ പിള്ളേർക്കെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഈ ഇക്വേഷൻ ക്ലാസ്സിലെടുത്തതാണ്, നോട്ടിനകത്ത് എഴുതിയതാണ്, എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അടുത്ത, ഇത് വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് അല്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു കാറ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ്, ആക്സലറേറ്റ്സ് അറ്റ് 5 m/s². അറ്റ് 4 സെക്കൻഡ്സ്, 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി അല്ലേ? യെസ്. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കാറിൻ്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി അല്ലേ? യെസ്. അപ്പം ഈ 20 m/s ഉള്ള സമയത്താണ് എന്ത് ചെയ്ത്? അതിൽ നിന്നൊരു ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊരു ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത ബോൾ ഇതാണ്. ഈ കാറിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത ബോൾ ഇതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ബോളിനും ഉണ്ട് 20 m/s അല്ലേ? ഇങ്ങോട്ടുണ്ട്. ഇനി അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇനി മാറത്തില്ല. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ ബോളിൽ ആക്സലേഷൻ ഒന്നുമില്ല. കാരണം ഈ ബോളിൽ വരുന്ന ഒരേ ഒരു ആക്സലേഷൻ g താഴോട്ടാണ് അല്ലേ? അപ്പോൾ 10 ആണ്. അപ്പം ഇനി അടുത്ത് 6 സെക്കൻഡ് കഴിയുമ്പോൾ ബോളിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 6 സെക്കൻഡ് കഴിയുമ്പോൾ ബോളിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി 4 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 2 സെക്കൻഡ് കൂടെ ഉള്ളൂ. 2 സെക്കൻഡ് കൊണ്ട് g ആക്സലേഷനിൽ താഴേക്ക് വരുമ്പോൾ അത് ഗെയിൻ ചെയ്യുന്ന വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഇത് മാറുന്നില്ല, 20 തന്നെ നിൽക്കുന്നു. വെർട്ടിക്കൽ വെലോസിറ്റി 20 വരത്തില്ലയോ? കാരണം എന്താണ്? v = u+at. u എന്ന് പറയുന്നത് 0, വെർട്ടിക്കൽ ഡയറക്ഷൻ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. a എന്ന് പറയുന്നത് g, t എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ്. അപ്പോൾ അത് 20 വരും. അപ്പോൾ അതിന് നെറ്റ് വെലോസിറ്റി എത്ര വരും? ഇങ്ങനെ വരും, 20√2 m/s വരും. അപ്പോൾ കണ്ടോ, ഇതാണ് 6 സെക്കൻഡ് കഴിയുമ്പോൾ ആ ഡ്രോപ്പ് ചെയ്ത സ്റ്റോണിൻ്റെ വെലോസിറ്റി 20√2 m/s ആണ്. കണ്ടോ, ഇതാണ് ആൻസർ. പക്ഷേ അതിൻ്റെ ആക്സലേഷൻ ചോദിച്ചിട്ടുണ്ട്. ആക്സലേഷൻ എന്ന് പറയുന്നത് g മാത്രമേ ഉള്ളൂ. കാരണം കാറിന് പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ കാറിൻ്റെ ആക്സലേഷൻ എടുക്കണ്ട. g എന്ന് പറയുന്നത് എത്രയാണ്? വെർട്ടിക്കലി ഡൗൺവാർഡ്സ് ആണ്. അത് 10 ആണ്. അപ്പം ഇതാണ് ആൻസർ. കണ്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണത്. എന്നാൽ എളുപ്പമാണ്. അടുത്ത, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി v = k × v. k <1 ആണ്. v എന്ന് പറയുന്ന escape വെലോസിറ്റിയാണ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. ദ മാക്സിമം ഹൈറ്റ് എബവ് ദ സർഫസ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾസ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ബോഡിയെ പ്രൊജക്ട് ചെയ്തു. അപ്പോൾ അതിന് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 1/2 mv² ആണ്. ഈ കൈനറ്റിക് എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നവരെ അത് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്ത് വരും? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഹൈറ്റ് h എബവ് ദർ സർഫസ്. എന്താണ്? നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ mgh/1 +
പ്ലസ് എച്ച് ബൈ ആർ ആണ് അല്ലേ. യെസ്, എച്ച് ഹൈയിലേക്ക് പോകുമ്പോൾ ഗ്രൗണ്ടിൽ എച്ച് ഹൈയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ചേഞ്ച് ആണത്. അപ്പോൾ ഈ കൈനറ്റിക് ഇനിഷ്യൽ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മുഴുവൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്ന വരെ നമ്മൾ മുകളിലോട്ട് പോകും. ഇനി അത് വി എന്ന് പറയുന്നത് കൊടുക്കുക, കെ ഇൻറ്റു വി എന്ന് കൊടുക്കുക. ഈ വി എന്ന് പറയുന്ന കെ ഇൻറ്റു വി, വി എന്ന് പറയുന്ന എസ്കേപ്പ് വെലോസിറ്റിയാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന റൂട്ട് ഓഫ് 2gr ആണ്. അത് കൊടുക്കുക. സോൾവ് ചെയ്ത് വരുമ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഇതായിരിക്കും ആൻസർ കിട്ടുക. ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. അത് സോൾവ് ചെയ്തെടുക്കാനുള്ള താമസമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതും ഗ്രാവിറ്റേഷനിൽ നിന്നാണ്. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ഇത് 49. ഒരു ബോൾ അതിൻ്റെ മാസ് 0.15 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഒരു ഹൈറ്റിൽ താഴേക്ക് ഇടുന്നു. ഹൈറ്റ് 10 മീറ്റർ ആണ്. ഗ്രൗണ്ടിനെ ഇടിച്ചിട്ട് റീബൗണ്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. റീബൗണ്ട് തിരിച്ചു പോകുന്ന സെയിം ഹൈറ്റിലേക്കാണ്. സെയിം ഹൈറ്റിലേക്ക് എന്ന് വെച്ചാൽ എന്താണ്? അതേ വെലോസിറ്റി തന്നെയാണ് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നത്. എങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഈക്വൽ ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. ഇപ്പോൾ ബോൾ ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ കണ്ടു, ഇതാണ് ഗ്രൗണ്ട്. ബോൾ ഗ്രൗണ്ടിലോട്ട് വന്ന് ഇടിക്കുന്ന വെലോസിറ്റി എന്താണ്? റൂട്ട് ഓഫ് 2gh ആണ്. ഇനി അത് റീബൗണ്ട് ചെയ്ത് തിരിച്ചു പോകുന്ന വെലോസിറ്റി അപ്പോൾ സെയിം ആണ്, റൂട്ട് ഓഫ് 2gh ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ് കണ്ടത്? ഇത് റൂട്ട് ഓഫ് 2gh ആണ്. അത് ഡൗൺവാർഡ്സ് ആണ്. പക്ഷേ അപ്വേർഡ് ഡയറക്ഷനുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കണം. അപ്പോൾ ഇത് പ്ലസ് എന്ന തരത്തിൽ അത് മൈനസ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എത്ര വരും? 2 ടൈംസ് റൂട്ട് ഓഫ് 2gh ഇൻറ്റു എം എന്ന് വരും അല്ലേ. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പം എം ഇൻറ്റു 2 ടൈംസ് റൂട്ട് ഓഫ് 2gh എന്ന് വരും. എല്ലാം തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Clear അല്ലേ? ഓക്കെ. And this is question number 50. Two conducting circular loops of radius R1 and R2 are placed in the same plane with their centers coinciding if R1 is much greater than R2. അപ്പോൾ ഇന്നർ കോയിലാണ് R2, അതിന് റേഡിയസ് ഒത്തിരി കുറവാണ്. ഔട്ടർ കോയിലിൻ്റെ റേഡിയസ് R1 ആണ്. അവർക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്കറിയാം. ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തിട്ടുള്ള, ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ബിറ്റ്വീൻ ടു കോൺസെൻട്രിക് സർക്കുലർ കോയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ഇന്നർ കോയിൽ ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദി ഔട്ടർ കോയിലാണ്. സർക്കംഫറൻസ് ഓഫ് ഔട്ടർ കോയിലാണ്, ഓഫ് ഔട്ടർ കോയിൽ അല്ലേ. യെസ്. അപ്പോൾ ഏരിയ ഓഫ് ദി ഇന്നർ കോയിൽ എന്ന് പറയുമ്പോൾ എത്ര വരും? πr² ആണ്. ഇന്നർ കോയിലിൻ്റെ റേഡിയസ് r ആയതുകൊണ്ട് r2² വരും. പിന്നെ സർക്കംഫറൻസ് ഓഫ് ദി ഔട്ടർ കോയിൽ ആകുമ്പോൾ 2πr ആണ്. അപ്പോൾ എത്ര വരും? r1 വരും അല്ലേ. യെസ്. അപ്പോൾ r2² r1 എന്ന് വരും. ശരി, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമായിരുന്നു. മിക്കതും നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ പരീക്ഷകൾക്ക് നടത്തിയോ മിക്കതും എനിക്ക് തോന്നുന്നു നമ്മുടെ മെറ്റീരിയലുള്ള പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Hi, hello. My name is Ajesh, one of the chemistry faculty in Brilliant Study Center, Pala. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്, അതായത് നമ്മളുടെ ഇന്ന് കഴിഞ്ഞ എക്സാമിനേഷൻ്റെ കെമിസ്ട്രി പേപ്പർ ഡിസ്കഷനാണ്. നിങ്ങളെല്ലാം എക്സാം എഴുതി റിലാക്സ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. കാരണം ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കെമിസ്ട്രി വാസ് വെരി ഈസി അല്ലേ. 2-3 ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ NCERTയിൽ നിന്നുകൊണ്ട് തന്നെ ആ ട്രിക്കി ക്വസ്റ്റ്യൻസ് പോലും NCERTയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഡയറക്റ്റ്ലി NCERTയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുള്ള എക്സാമിൽ വളരെ ഈസിയും എന്നാൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാമിനേഷനാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടുത്തെ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് NCERT. ബിലീവ് ഇൻ NCERT. NCERTയിൽ നിന്ന് പുറത്തുനിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ചിലപ്പോൾ മാർക്ക് കുറയാം. പക്ഷേ NCERTയിൽ നിന്നുകൊണ്ട് പഠിച്ച് നമ്മൾ പറയുന്ന പോലെ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ബിലീവ് ഇൻ NCERT അല്ലേ. അത് വെച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാണ്. ഇപ്പോൾ സെക്ഷൻ എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 51. Right option for the number of tetrahedral and octahedral voids in hexagonal primitive unit cell. നിങ്ങൾക്കറിയാം ഹെക്സഗണലിന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് അല്ലെ, CTOHRMT 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങളുണ്ട്. അതിൽ CTOH 4ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റമാണ് ഹെക്സഗണൽ. അതിന് ആകെ ഒരേ ഒരു വേരിയേഷൻ ഉള്ളൂ, വിച്ച് ഇസ് പ്രിമിറ്റീവ്. കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ് കാണുന്ന യൂണിറ്റ് സെൽസ് ആണ് പ്രിമിറ്റീവ്. ഹെക്സഗണലിൽ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് എത്രയാണ്? 6. നിങ്ങൾക്കതറിയാവുന്നതാണ്. നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ 6 ആണ്, BCCയിൽ 2 ആണ്, FCCയിൽ 4 ആണ്, സിമ്പിൾ ക്യൂബിൽ 1 ആണ്, ഡയമണ്ടിൽ അത് 8 ആണ് അല്ലേ. അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ 6 ആണ്. ഇനി നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് പാർട്ടിക്കിൾസ് 6 ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ വോയിഡിന്റെ എണ്ണം അത് തന്നെയായിരിക്കും. ടെട്രാഹിഡ്രൽ വോയിഡിന്റെ എണ്ണം അതിന്റെ ഡബിൾ ആയിരിക്കും. സോ ഒക്ടാഹിഡ്രൽ വോയിഡിന്റെ എണ്ണം 6ഉം ടെട്രാഹിഡ്രൽ വോയിഡിന്റെ എണ്ണം അതിന്റെ ഡബിൾ 12ഉം ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം. പക്ഷെ നമ്മൾ ടെൻഷൻ കയറി ആദ്യത്തെ 6 and 12 മാർക്ക് ചെയ്യരുത്. ബിക്കോസ് 6 ഈസ് ദി നമ്പർ ഓഫ് ഒക്ടാഹിഡ്രൽ ആൻഡ് 12 ഈസ് ദി നമ്പർ ഓഫ് ടെട്രാഹിഡ്രൽ ആണ്. അവർ ചോദിച്ചിരിക്കുന്ന ടെട്രാഹിഡ്രൽ ആൻഡ് ഒക്ടാഹിഡ്രൽ ആണ്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 4 വരും അല്ല. ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ദിസ് ഇസ് ഡയറക്റ്റ് NCERT. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 52 ആണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ D and F ബ്ലോക്ക് എലമെന്റ്സ്. ആദ്യത്തത് സോളിഡ് സ്റ്റേറ്റ്.
Zirconium atomic number 40 and hafnium atomic number 72 have similar atomic and ionic radii because of. അല്ലേ, ഇവിടുത്തെ എല്ലാ മിക്ക എക്സാമിനേഷനും ഡി ആൻഡ് എഫിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് അതിന്റെ കാരണം അറിയാം, വിച്ച് ഇസ് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അല്ലേ, സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും സൈസ് സിമിലർ ആകാൻ കാരണം ലാന്തനോട് കോൺട്രാക്ഷൻ ആണ്. സിർക്കോണിയം എന്ന് പറയുന്നത് നമ്മളുടെ 4D സീരീസും അതുപോലെ ഹാഫ്നിയം എന്ന് പറയുന്നത് 5D സീരീസുമാണ്. സോ 4D സീരീസിന്റെയും 5D സീരീസിന്റെയും അറ്റോമിക് സൈസ് സിമിലർ ആകാൻ കാരണം ലാന്തനോയിഡ് എലമെന്റുകൾക്ക് സംഭവിച്ച സൈസ് കോൺട്രാക്ഷൻ ആണ്. അല്ലേ, അപ്പൊ അതിന്റെ ഒരു ലാന്തനോട് കോൺട്രാക്ഷന്റെ ഒരു വലിയ കോൺസിക്വൻസ് ആണ് നമ്മളുടെ ഈ ഒരു സിമിലർ അറ്റോമിക് റേഡിയൈ. അതുകൊണ്ട് ഇവരെ നമ്മൾ കെമിക്കൽ ട്വിൻസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ പെയേഴ്സും കൂടെ വിളിക്കാറുണ്ട്. സോ ഹിയർ ആൻസർ വിൽ ബി ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 53 ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ആണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് ഫോർ എ റിയാക്ഷൻ A gives B, enthalpy of reaction that is delta RH is equal to minus 4.2 kilojoule per mole എന്നും ആക്ടിവേഷൻ എനർജി EA is equal to 9.6 kilojoule per mole എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈൽ ഡയഗ്രാം ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണുമ്പം ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ അവർ തന്നിട്ടേ ഉണ്ട് റിയാക്ഷൻ എൻതാൽപ്പി നെഗറ്റീവാണ്. റിയാക്ഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആണെങ്കിൽ ഏത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക്കിന്റെ പ്രത്യേകത എന്താണ്? പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടൻസിന്റെ എനർജിയേക്കാൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇതാണ് റിയാക്ടന്റ്, ഇതാണ് പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടന്റിന്റെ എനർജിനേക്കാൾ കൂടുതലാണ്. സോ ഈ ഓപ്ഷൻ അല്ല. ഇവിടെ പ്രൊഡക്റ്റിന്റെ എനർജി റിയാക്ടന്റ് എനർജിയേക്കാൾ കുറവാണ്. സോ ഇതാണ് ആൻസർ. ഇവിടെ റിയാക്ടന്റ് പ്രൊഡക്റ്റ് സെയിം എനർജിയാണ്. ആൻസർ അല്ല, സിമിലർ എനർജി. ഇവിടെ ബിയുടെ എനർജി പ്രൊഡക്റ്റിനേക്കാൾ റിയാക്ടന്റിനേക്കാൾ കൂടുതലാണ്. ഇത് രണ്ടും എൻഡോതെർമിക് ആണ്. ഇവിടെ എനർജി ചേഞ്ച് പറയുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആ. ശരിക്കും പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ആക്ടിവേഷൻ എനർജി പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്, എക്സോതെർമിക് ആണ്, ഒറ്റ ഗ്രാഫേ ഉള്ളൂ. ശരിയല്ല, അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 54. ട്രീഷ്യം, എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ, എമിറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ്. നിങ്ങൾക്കറിയാം ട്രീഷ്യം എന്ന് പറയുന്ന ആൾ ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. ഇയാളുടെ T12 എന്ന് പറയുന്നത് 12.33 ഇയേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 ഗ്രാം ട്രീഷ്യം ഉണ്ടെങ്കിൽ അത് 1/2 ഗ്രാമായി മാറാൻ വേണ്ടി 12.33 ഇയേഴ്സ് വേണം. കമ്പാരിറ്റീവ്ലി, അതായത് കാർബണിന്റെ 14th ഐസോടോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് എമിറ്റ് ചെയ്യും. കാരണം കാർബൺ 14 5730 വർഷമാണ് അയാളുടെ ഹാഫ് ലൈഫ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഷോർട്ട് പീരീഡ് ആണ്. സോ ട്രീഷ്യം ഇസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. ഈ ട്രീഷ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എമിഷൻ നടത്തുന്നത് പക്ഷേ ബീറ്റ പാർട്ടിക്കിളിനെയാണ്. ഇയാൾ ഡീകേ ചെയ്യുന്നത് ബീറ്റ പാർട്ടിക്കിൾ ഇറങ്ങിപ്പോയിട്ടാണ്. സോ NCERT ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട് ട്രീഷ്യം, എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ, എമിറ്റ്സ് ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് വിച്ച് ഹാവ് അല്ലെ ട്രീഷ്യം ഹാവ് എ ഹാഫ് ലൈഫ് ഓഫ് 12.33 ഇയേഴ്സ്. സോ ഇതിലെ ആൻസർ ബീറ്റ B- പാർട്ടിക്കിൾ, ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 55. ദി RBC ഡെഫിഷ്യൻസി ഇസ് ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ്. നിങ്ങൾക്കറിയാം RBC ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പെർനീഷ്യസ് അനീമിയാണ്. ഈ പെർനീഷ്യസ് അനീമിയയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. ദാറ്റ് ഈസ് സയനോകൊബാളമീൻ. അല്ലെ, കൊബാൾട്ടിന്റെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് സയനോകൊബാളമീൻ, വൈറ്റമിൻ B12. പെർനീഷ്യസ് അനീമിയയുടെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് സയനോകൊബാളമീൻ ആണ്. ആൻഡ് സെൻട്രൽ ആറ്റം ഇൻ വൈറ്റമിൻ B12 ഈസ് കൊബാൾട്ട്. അതൊക്കെ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ 1 ആണ്. അല്ലെ, ആൻസർ ഓപ്ഷൻ 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 56. ദി മോളാർ കണ്ടക്ടൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ് HCl ആൻഡ് സോഡിയം അസറ്റേറ്റ് ആൻഡ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആർ 126.45, 426.19, 16 and 91.0 Siemens centimeter square mole inverse respectively. The molar conductance of acetic acid at infinite dilution is എന്നാണ് ചോദ്യം. നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ എഴുതണം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് 390. അല്ലേ, ആർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പോലും നോക്കാം. നിങ്ങൾക്ക് ആൻസർ 390.71, ആൻസർ ഓപ്ഷൻ 2 എന്ന് എഴുതാം. ഇനി അത് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. എങ്ങനെയാണ്? ഇത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമുക്കറിയാം. അല്ലെ, അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഒരിക്കലും നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടില്ല.
ശരിയല്ലേ? ലാംഡ m0 വേഴ്സസ് റൂട്ട് സി ഗ്രാഫിൽ നിന്ന് നമ്മളുടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ വന്ന് സ്റ്റീപ്പായിട്ടൊരു ഇൻക്രീസ് ആയതുകൊണ്ട് നമുക്കത് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലാംഡ m0 ഫോർ അസറ്റിക് ആസിഡ് CH3COOH ഇസ് ഈക്വൽ ടു പറഞ്ഞേ ലാംഡ m04. നിങ്ങൾ ഇത് രണ്ട് അയോണുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അസറ്റേറ്റ് അയോണും H+ വരും. അപ്പോൾ അസറ്റേറ്റ് അയോണും H+ ഉള്ള ഇലക്ട്രോലൈറ്റുകളെ ആഡ് ചെയ്യുക, ബാക്കിയില്ലാത്തതിനെ മൈനസ് ചെയ്യുക. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അസറ്റിക് ആസിഡിലെ അസറ്റേറ്റ് അയോൺ കിട്ടുന്നത് എവിടെ നിന്നാണ്? സോഡിയം അസറ്റേറ്റ്. സോ ലാംഡ m04 സോഡിയം അസറ്റേറ്റ് പ്ലസ് ലാംഡ m04 HCl. അപ്പോൾ കണ്ടോ, അസറ്റേറ്റ് അയോണും H+ ഉള്ളത് തമ്മിൽ കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത രണ്ട് പേര് വന്നു, NaCl. അപ്പോൾ ലാംഡ m0 വാല്യൂ ഓഫ് NaCl നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? സോഡിയം അസറ്റേറ്റിന്റെ വാല്യൂ 91, HClന്റെ വാല്യൂ 426.16 മൈനസ് NaClന്റെ വാല്യൂ 126.45. നിങ്ങൾക്ക് കറക്റ്റ് 390.71 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടിയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ആൻസർ ആണ്, പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും ഇത് ചെയ്ത് നോക്കാതെ പോലും. സോ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 57 ആണ് ആൻഡ് റിലേറ്റഡ് ടു IUPAC നോമൻക്ലേച്ചർ അല്ല. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദി കറക്റ്റ് സ്ട്രക്ചർ ഓഫ് 2,6-dimethyl ഡെക് 1-ene എന്നാണ്. നമുക്കത് ഓപ്ഷനിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് സൗകര്യം, സമയം എടുക്കാൻ എളുപ്പം, സമയം ഷോർട്ട് ടൈമിൽ ചെയ്യാൻ എളുപ്പം അതാണ്. അപ്പം നമുക്ക് നമ്പർ കൊടുത്ത് നോക്കാം അല്ലേ. നോക്കിയാണെ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് വരുമ്പം ഇവിടുന്ന് കൊടുത്താൽ 1 2 3 4th പൊസിഷൻ, 1 2 3 4 5 6th പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം 1 2 3 4 5 6 7 8 9 and 10. therefore it is decane കറക്റ്റ് ആണ്. ഇനി 1 2 3 4ലാണ് ഈൻ, അതും കറക്റ്റ് ആണ്. 2ലും 6ലും 2 മീതയിൽ അതും കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ 1 വരും. സോ നോ നീഡ് ടു ചെക്ക് അതർ ഓപ്ഷൻസ് ബിക്കോസ് ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 58. ദി മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. നമുക്കറിയാം അയണിന്റെ എക്സ്ട്രാക്ഷൻ അല്ലേ, നമ്മൾ ഹെമറ്റൈറ്റിൽ നിന്ന് അയണിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസ്. ആ ബ്ലാസ്റ്റ് ഫർണസിന് ആ പേര് വരാൻ കാരണം ഫർണസിന്റെ ഏറ്റവും അടിഭാഗത്ത് 2 ഹോളിൽ കൂടി നമ്മൾ ഹോട്ട് എയർ ബ്ലാസ്റ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് കയറ്റി വിടും. അപ്പോൾ അതിന്റെ അടിയിൽ കാർബൺ അല്ലെ നമ്മൾ കോക്ക് ബേൺ ചെയ്യുക. അപ്പോൾ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അടിയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2170 കെൽവിൻ വരെ എത്താം. അപ്പോൾ അവർ പറയുന്നത് മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൻസർ അപ് ടു 2200 കെൽവിൻ. ആൻസർ ഓപ്ഷൻ 2 ആണ് അല്ലെ. 5000 വരെ ഒന്നും എന്തായാലും വരില്ല, 2170 കെൽവിനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ് ടു നമുക്ക് 2200 കെൽവിൻ എന്ന് പറയാം. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59. Identify the compound that will give or that will react with the Hinsberg reagent അല്ലേ. ഹിൻസ്ബർഗ് റിയാജന്റ് എന്ന് വെച്ചാൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്, SO2Cl ആണ്, ആൻഡ് ഗീവ്സ് എ സോളിഡ് വിച്ച് ഡിസോൾവ്സ് ഇൻ ആൽക്കലി. ഹിൻസ്ബർഗ് റിയാജന്റ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടെർഷ്യറി ആണെങ്കിൽ നോ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഹിൻസ്ബർഗ് റിയേജന്റ് ടു ഗീവ് എ സോളിഡ്. അപ്പോൾ ടെർഷ്യറി അമീനിന് ഒരു റിയാക്ഷൻ പോലും ഇല്ല. അപ്പോൾ ഇതിലൊരു അമീൻസ് ഏതാ? ഇത് ഓപ്ഷനേ അല്ല, കാരണം ഇത് നൈട്രോ കോമ്പൗണ്ട് ആണ്, അത് ആൻസർ വരില്ല. പിന്നെ അമീൻസ് ഉള്ളത് ഇതാണ്. ആൻഡ് യു നോ ദിസ് ഈസ് സെക്കൻഡറി അമീൻ ആണ്, കാരണം അല്ലേ NH ഗ്രൂപ്പ്. ഇത് പ്രൈമറി അമീൻ ആണ്, ഇത് ടെർഷ്യറി ആണ്. അപ്പോൾ ഇതും വെട്ടിക്കളയാം. കാരണം എന്താണ്? ടെർഷ്യറി അമീൻ ഇയാളുമായിട്ട് ഒരു റിയാക്ഷൻ പോലും ഇല്ല, കാരണം നോ ഹൈഡ്രജൻ. നൈട്രജന്റെ കൂടെ ഹൈഡ്രജൻ കണക്ട് ചെയ്യണം, കാരണം ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ ആ Hനെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് ടെർഷ്യറി റിമൂവ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഹിൻസ്ബർഗിൽ ടെസ്റ്റ് തരും. സോ പ്രൈമറി എന്ത് തരും? ഒരു സോളിഡ് തരും. സെക്കൻഡറിയും എന്ത് തരും? ഒരു സോളിഡ് തരും. അപ്പൊ കൺഫ്യൂഷൻ ആവും, 2 ആണോ 3 ആണോ ഓപ്ഷൻ എന്ന് കൺഫ്യൂഷൻ വരും. ഇനി പ്രൈമറി തരുന്ന സോളിഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിൽ ഒരു ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ Cl കൊണ്ടുള്ളൂ, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അസിഡിക് ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് നമ്മളൊരു ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? സോലുബിൾ ആയിട്ട് മാറും.
പക്ഷേ ഇവിടെ സോളിഡ് ഫോം ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് സെക്കൻഡറിയാണ്, ഈ ഹൈഡ്രജനെ അവിടുത്തെ ക്ലോറിൻ കൊണ്ടുപോകും, പക്ഷെ പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇല്ല. സോ നോ അസിഡിക് ഹൈഡ്രജൻ ആണ് അല്ലേ, നോ അസിഡിക് ഹൈഡ്രജൻ ആണ്. സോ ഇതിലേക്ക് ആൽക്കലി ഒഴിക്കുമ്പം നോ ഡിസല്യൂഷൻ സംഭവിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്ന മാച്ചിങ് ഏതാ, പ്രൈമറി അമീനാണ്. കാരണം ഒരു സോളിഡ് ഉണ്ടാകും, അത് പ്രൈമറിയോ സെക്കൻഡറി ആകാം. അത് ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അത് പ്രൈമറി ആയിരിക്കണം. സോ ഹിയർ ദിസ് ഇസ് നോട്ട് ദി ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും, കാരണം 3 ആണ് നമ്മളുടെ പ്രൈമറി അമീൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ്. ദി ഫോളോയിങ് സൊല്യൂഷൻസ് വെർ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 10 gram of glucose and 250 ml of water. അതിൻ്റെ P1 ആണ് ഓസ്മോട്ടിക് പ്രഷർ. Then 10 gram of urea in 250 ml of water and 10 gram of sucrose in 250 ml of water. ശരിക്കും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, പക്ഷേ അതിലെല്ലാത്തിൻ്റെയും വോളിയം സെയിം ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം. ദി റൈറ്റ് ഓപ്ഷൻ ഫോർ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ പൈ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, CRT ആണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും നമ്മൾ ടെമ്പറേച്ചറും ആറും കോൺസ്റ്റന്റ് അത് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ ഹിയർ പൈ ഇസ് ഈക്വൽ ടു എന്തെന്നെടുക്കാം, C എന്നെടുക്കാം. C എന്താണ്, മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്താണ്, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. നമ്പർ ഓഫ് മോൾസ് എന്താണ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ആണ് അല്ലേ. ഇനി സെയിം വോളിയം ആയതുകൊണ്ട്, സെയിം വോളിയം ആണല്ലോ അല്ലെ, എല്ലാം 250 ആയതുകൊണ്ട് പൈ ഇസ് ഈക്വൽ ടു W2 ബൈ M2 എന്ന് പറയാം. ശരിയല്ലേ. ഇനിയൊന്ന് ആലോചിക്കേ, സെയിം മാസാണ് അല്ലെ, എല്ലാത്തിൻ്റെയും തന്നിരിക്കുന്ന ഏതാ, 10 gram. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, പൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് ധൈര്യമായിട്ട് പറയാം. ഈ ഒരു എല്ലാ കേസിലും അല്ല കേട്ടോ, ഈ പ്രോബ്ലത്തിൽ അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് 180 gram, യൂറിയയുടെ മോളാർ മാസ് 60 gram, സൂക്രോസിന്റെ മോളാർ മാസ് 342 gram. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും മോളാർ മാസ് കുറഞ്ഞ ആൾക്ക് ഹൈ ഓസ്മോട്ടിക് പ്രഷർ ഇത് ഏതാ, ഇയാൾ. അപ്പൊ P2ന് ഭയങ്കര ഹൈ, ഇത് P1ഉം ഇത് P3 ആണ്. അപ്പൊ പറഞ്ഞേ മോളാർ മാസ് ഏറ്റവും കുറവുള്ളത് P2, അതിനുശേഷമുള്ളത് P1, അതിനുശേഷമുള്ളത് P3. സോ P2 ഗ്രേറ്റർ ദാൻ P1 ഗ്രേറ്റർ ദാൻ P3. ആൻസർ ഓപ്ഷൻ 1 വരും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഇല്ലെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. ഏതാ, C നമ്പർ ഓഫ് മൊളാരിറ്റി നേരെ കണ്ട് ചെയ്തു നോക്കാം. അത് മണ്ടത്തരമാണ്, അങ്ങനെ ചെയ്താൽ സമയം പോവും. സോ ഇവിടെ ആൻസർ P2, P1, P3 ഓപ്ഷൻ 1 വരും. Then question number 61. The major product of the following chemical reaction is എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഇതൊരു ആൽക്കീൻ ആണ്, ശരിയല്ലേ. ഈ ആൽക്കീൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് ഒരു ടെൻഡൻസി വരും, അത് സിമ്മട്രിക് ആണോ നോക്കാൻ. നമ്മൾ ഈ ഡബിൾ ബോണ്ടിൽ നടുവേ മുറിച്ച് നോക്കുമ്പോൾ ഈ സൈഡും വേറെ വേറെയാണ്. സോ ഇത് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. ഇത് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണ്. ഇനി നിങ്ങൾ ഇതിലേക്ക് HBr ആണ് ആഡ് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന എന്താണ്, C6H5, C ഡബിൾ ബോണ്ടോ C ഡബിൾ ബോണ്ടോ C6H5 ആണ്. ഇതൊരു ഓർഗാനിക് പെറോക്സൈഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്, കറാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റിന് എക്സാമ്പിൾ ആണ്. ആൻഡ് വിച്ച് ഈസ് ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ അല്ല, ഇതൊരു ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണ്. ഇതൊരു ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലെ, ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിയാക്ടൻസ് നോക്കിയോണേ. CH3 അവർ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നമുക്ക് എഴുതി നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2 ഇതാണ് തന്നിരിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ HBr ആഡ് ചെയ്യാൻ പറയുന്നത്, ശരിയല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ഈ HBr എന്ന് പറയുന്നത് ഹോമോളിറ്റിക് ഫിഷൻ നടന്ന് ഇവിടെ H ഡോട്ടും അല്ലെ അതുപോലെ Br ഡോട്ടും ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ഫിഷ് ഹുക്ക് ആരോയാണ് കൊടുക്കേണ്ടത് കേട്ടോ, ചൂണ്ടക്കൊളുത്ത് പോലെ ഇരിക്കുന്ന ആരേ കൊടുക്കാവുള്ളൂ, കാരണം ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്യും. അപ്പോൾ Br ഡോട്ട് വരും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ അല്ലേ, ഫിഷ് ഹുക്ക് ആരോ, ഇവിടെ ഒരു ഡോട്ട് ഇവിടെ ഒരു ഡോട്ട് വരും. അതിൽ Br ഡോട്ട് ഇവിടെ വന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് CH3 CH ഡോട്ട് CH2 Br വരും. ഇനി ഇപ്പുറത്താണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ CH2 ഡോട്ട് വരും. നിങ്ങൾക്കറിയാം ഇതാണെങ്കിൽ സെക്കൻഡറി ഫ്രീ റാഡിക്കലും മറ്റേതാണെങ്കിൽ പ്രൈമറിയാണ്. സെക്കൻഡറി ഈസ് മോർ സ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, പ്രൈമറിയേക്കാൾ സ്റ്റേബിളാണ്. അപ്പോൾ Br ഡോട്ട് ഇവിടെ വന്ന് ആഡ് ചെയ്യാൻ വലിയ ഇഷ്ടം കാണിക്കില്ല അല്ലേ, Br ഡോട്ട് ഇവിടെ വന്ന് കയറാൻ വലിയ താല്പര്യം കാണിക്കില്ല, Br ഡോട്ട് ഇവിടെ വന്ന് കയറും. ഇനിയുള്ളത് ഏതാ, H ഡോട്ട്. ആ H ഡോട്ട് ഇവിടെ ഫോം ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്ന് കയറിയാൽ CH3 CH2 Br, CH3 CH CH2 Br. ആൻസർ ഓപ്ഷൻ 1 വരും. സോ ദിസ് ഇസ് ഏതാണ്, കറാഷ് എഫക്റ്റ് അല്ലെങ്കിൽ ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണ് അല്ലെ. വളരെ ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 62. Given below are the two statements. Statement 1, aspirin and paracetamol belongs to the class of narcotic analgesics. അനാൾജസിക്സ് എന്ന് വെച്ചാൽ പെയിൻ കില്ലേഴ്സ് ആണ് അല്ലെ. നമ്മൾ പാരസെറ്റാമോളൊക്കെ കഴിക്കുന്നത് ആൻറ്റിപൈററ്റിക്സ് ആയിട്ടും കഴിക്കും. അതുപോലെ നമുക്ക് മേലുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പാരസെറ്റാമോളും ആസ്പിരിനും കഴിക്കാം. പക്ഷേ നിങ്ങളിപ്പം 2 ദിവസം അടുപ്പിച്ച് പാരസെറ്റാമോൾ കഴിച്ചു, 3-ാമത്തെ ദിവസം ആകുമ്പോൾ എനിക്കിപ്പോൾ പാരസെറ്റാമോൾ കിട്ടിയാൽ മതി അങ്ങനെ തോന്നില്ല, നമ്മളൊരിക്കലും അതിന് അഡിക്റ്റ് ആവില്ല. പക്ഷേ മോർഫിനും ഹെറോയിനും അതും പെയിൻ കില്ലേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ചുമ്മാ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചേട്ടാ കുറച്ച് മോർഫിൻ തന്നേക്ക് എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ അവർ മോർഫിനൊന്നും എടുത്ത് തരില്ല. അത് മയക്കുമരുന്ന്, അത് ഡ്രഗ് നാർക്കോട്ടിക് കാറ്റഗറി പെടുന്ന. പക്ഷേ അത് വളരെ സ്പെഷ്യൽ കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ചൈൽഡ് ബർത്ത്, ഡെലിവറി കേസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ, കാർഡിയാക് അറസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കാൻ പാടില്ല. അല്ല നമ്മൾ ചുമ്മാ തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് പോയി മോർഫിൻ മേടിക്കാൻ പാടില്ല. കാരണം അത് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകും, പിന്നെയും വേണമെന്ന് തോന്നും. അതാണ് നാർക്കോട്ടിക്. പക്ഷേ ഇവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തലതിരിച്ചാണ്. അതായത് ആസ്പിരിൻ ആൻഡ് പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. നാർക്കോട്ടിക് അനാൾജസിക്സ് ആണോ? അല്ല. പക്ഷേ മോർഫിൻ ആൻഡ് ഹെറോയിൻ നാർക്കോട്ടിക് ആണ്, അവരവിടെ തന്നിരിക്കുന്ന നോൺ നാർക്കോട്ടിക്. സോ ഇത് തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഈ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാ. സോ ബോത്ത് 1 and 2 ആർ ട്രൂ. നോ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. ആൻസർ 2 ആണ്. തിരിഞ്ഞുപോയി, അവർ തിരിഞ്ഞുപോയി കേട്ടോ. അപ്പോൾ ആൻസർ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 63. ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് CX ബോണ്ട്. നിങ്ങൾ ചില ആളുകളെങ്കിലും ഇതിൽ ഈ ഓപ്ഷൻ എഴുതിയിട്ടുണ്ടാവും, 4th ഓപ്ഷൻ. കാരണം ഇത് ഒരു ഓർഡർ ആണ്, പക്ഷെ അത് ഡൈപോൾ മൊമെന്റിന്റെ ഓർഡറാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഓർഡറും ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡറും കൂടെ ചിലർക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. NCERTയിലെ ഹാലോ ആൽക്കെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ആ തുടക്ക ഭാഗത്ത് എഴുതിയിട്ടിരിക്കുന്ന ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്. ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ CH3Cl ആണ് കൂടുതൽ, നിങ്ങൾക്കറിയാം, എക്സെപ്ഷണൽ ബിഹേവിയറാണ്. പക്ഷെ അല്ലാത്ത കേസിൽ ഫ്ലൂറിനാണ് ചെറുത്, ബോണ്ട് ലെങ്ത് ഭയങ്കര കുറവാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ ഏകദേശം 452 സംതിങ് ആണ് ഇയാളുടെ ബോണ്ട് എൻതാൽപ്പി. ഇത് 351, ഇത് 294, ഇത് 234, ആ റേഞ്ചിലാണ് വരിക. അപ്പോൾ അയഡിൻ ഭയങ്കര വലിയ ആറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവും. അപ്പോൾ ഏറ്റവും സ്ട്രോങ് CX ബോണ്ട് ഉള്ളത് ആർക്കാണ്? ബോണ്ട് എൻതാൽപ്പി ഉള്ളത് ഇതിനാണ്. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഡോണ്ട് ബി കൺഫ്യൂസ് വിത്ത് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റുമായിട്ട് വരുമ്പം ഈ 2 പേര് ഉൾട്ടാ തിരിയും. അപ്പോൾ ക്ലോറിൻ ആദ്യം, ഫ്ലൂറിൻ രണ്ടാമതും വരും. അതിന് കാരണം ക്ലോറിന്റെ സൈസ് കുറച്ച് കൂടുതലായിട്ട് കൂടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ Q/R വരുമ്പം ഡൈപോൾ മൊമെന്റ് ഹൈ വരും, പക്ഷേ ബോണ്ട് എൻതാൽപ്പി ഫ്ലൂറിന് തന്നെയാണ് കൂടുതൽ. ആൻസർ ഓപ്ഷൻ 2. 64th question. BF3 is planar and electron deficient compound. Hybridization and number of electrons around the central atom respectively are. BF3 planar ആണെന്ന് പറഞ്ഞു, BF3 planar ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്. ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 3 സിഗ്മ ബോണ്ട് ആണ്, 3 സിഗ്മ ബോണ്ടും നോ ലോൺ പെയർ. അങ്ങനെ വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് അവർ ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ സറൗണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ ഇത് വരും. പക്ഷെ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം 8 അല്ലേ എന്ന്. കാരണം ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s, ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5, 2s2 2p1 ആണ്. അതിൽ ഈ 1s എന്ന് പറയുന്ന ഇന്നർ കോറാണ്, അത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന 2s2 2p1 ആ 3 ഇലക്ട്രോണുകളാണ്. ആ 3 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഫ്ലൂറിന്റെ 3 ഇലക്ട്രോണുകളായിട്ട് കമ്പൈൻ ചെയ്ത് 6 എണ്ണം. അപ്പോൾ ഈ 2 എണ്ണം കൂടെ കൂട്ടിയാൽ ശരിയായി 8. പക്ഷേ അത് സെൻട്രൽ ആറ്റത്തിന്റെ സറൗണ്ടിങ്ങിൽ ഇലക്ട്രോൺ ആയിട്ട് നമ്മൾ കൂട്ടില്ല. സെൻട്രൽ ആറ്റത്തിന്റെ സറൗണ്ടിങ്ങിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന ജോമെട്രി തീരുമാനിക്കുന്ന അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ട്രയഗണൽ പ്ലാനാർ. തന്നെയല്ല ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ 8 എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് ഇത് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. sp2 and 8 എന്നുള്ള ആൻസർ വരില്ല. സെൻട്രൽ ആറ്റത്തിന്റെ സറൗണ്ടിങ്ങിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. 2 ഇലക്ട്രോൺ ഉണ്ട്, അത് അതിന്റെ ഉള്ളിലാണ്. അത് ജോമെട്രി തീരുമാനിക്കുകയോ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുകയോ ചെയ്യില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്, 4 അല്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. Question number 65. Which one among the following is the correct option for right relationship between Cp and Cv for 1 mole of an ideal gas? നിങ്ങൾക്കറിയാം Cp minus Cv which is equal to NR എന്നാണ് റിലേഷൻ. എന്താണ് Cp? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. Cv ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഈസ് ഇക്വൽ ടു NR ആണ്. ഇത് N മോൾസിനാണ്. പക്ഷേ ഇവർ ചോദിച്ചിരിക്കുന്ന ഫോർ 1 മോൾ എന്നാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കണം. സോ Cp മൈനസ് Cv ഇസ് ഈക്വൽ ടു R ആണ് നമ്മുടെ റിലേഷൻഷിപ്പ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 65 ആൻസർ ഓപ്ഷൻ 2. ഇത്രയും ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ആളെ നമുക്ക് കാണാം. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നീറ്റ്
കെമിസ്ട്രി പൊതുവെ NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ കൺഫ്യൂഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ എളുപ്പമായിരുന്നു. നമുക്ക് 66ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എമോങ് ദ ഫോളോയിങ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാലൈഡ്സ് വൺ വിച്ച് ഈസ് കോവാലന്റ് ആൻഡ് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവൻസീസ്. ഓർഗാനിക് സോൾവെന്റിൽ സൊല്യൂബിൾ ആവുന്ന കോവാലന്റ് ആയ ഹാലൈഡ് ഏതാണ്? കോവാലന്റ് ഹാലൈഡ് ഏതാന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഗ്രൂപ്പിലെ കോവാലന്റ് ഹാലൈഡ് ആയിട്ട് ബെർലിയം ക്ലോറൈഡേ ഉള്ളൂ. സോ ഓപ്ഷൻ 4 ആണ് നമുക്ക് കൊടുക്കാവുന്ന ഒരു ആൻസർ. സോ ഓപ്ഷൻ 4 ഏറ്റവും നല്ല ഒരു ആൻസർ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ബെർലിയം ക്ലോറൈഡേ നമുക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, NCERT അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, ബെർലിയം ഹാലൈഡ്സ് കോവാലന്റ് ആണ്, ഹൈലി സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ 4. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് contains 78% by weight carbon and remaining percentage of hydrogen. 78% കാർബൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് കോമ്പോസിഷൻ 78. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ദാറ്റ് ഈസ് ഗിവൺ മാസ്. പെർസെൻറ്റേജ് കോമ്പോസിഷനെ ഗിവൺ മാസ് ആയിട്ട് എടുത്തു. ആറ്റോമിക് മാസ്സായ 12 വെച്ച് ഡിവൈഡ് ചെയ്തു. 6.5 കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്ര കിട്ടും? 78% കാർബണാന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ബാക്കി 22% ഹൈഡ്രജന എന്ന് പറയും. സോ ഇറ്റ് ഈസ് 22. ഓക്കെ, ഇനി ഇതിനെ സിമ്പിളായ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുക. 22 6.5 എടുക്കുമ്പോൾ 6.5 വെച്ച് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. 6.5 by 6.5 that is 1. 22 by 6.5 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3.3 കിട്ടും. ഓക്കെ, അപ്പോൾ കാർബൺ 1 ഹൈഡ്രജൻ 3.3. ഇതിനെ ഒരു റൗണ്ട് ഓഫ് ചെയ്യാൻ ഇതിനെ രണ്ട് സൈഡും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് CH3. CH3ൻ്റെ അടുത്ത് വരും അല്ലേ, കാരണം C3H9 വരും. സോ അതിൻ്റെ അടുത്ത് CH3 ആണ് ഏറ്റവും നല്ല ആൻസർ വരാം. ഓക്കെ, സോ ഓപ്ഷൻ 3. അടുത്ത, the major product formed in dehydrohalogenation reaction of 2-bromopentane is pent to in. This product formation is based on 2-bromopentane അല്ലേ, എന്താ വരാ? CH3 CH എന്താ CH3 CH2 sorry 2-bromopentane that is CH3 CH Br CH2 CH2 CH3. This is 2-bromopentane which undergo dehydrohalogenation. ആൽക്കഹോളിക് KOHന്റെ ഒക്കെ പ്രസൻസിൽ നടത്തുമ്പോൾ ബ്രോമിനും ഇവിടുന്ന് ബീറ്റാ പൊസിഷന്ന ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, NCERT പറയുന്ന ഒരേ ഒരു എലിമിനേഷൻ സെറ്റ്സ് ഓഫ് എലിമിനേഷൻ ആണ്. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3 ദാറ്റ് ഈസ് പെന്റ് 2 ഇൻ. ഹോഫ്മാൻ എലിമിനേഷൻ ആയിരുന്നുവെങ്കിൽ പെന്റ് 1 ഇൻ ആയനെ പ്രൊഡക്റ്റ്, അതല്ല ഓപ്ഷൻ 1 അല്ലെ. ഹൺസ് റൂളും ഹക്കൽസ് റൂളും ഇതിനെ പ്രതിപാദിക്കുന്ന റൂൾ അല്ല. ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. What is the IUPAC name of the organic compound formed in the following chemical reaction? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അസറ്റോൺ എടുക്കുന്നു, CH3 C ഡബിൾ ബോണ്ട് O CH3. ഇവനെ എടുത്തിട്ട് നമ്മൾ C2H5MgBr that is Grignard reagent. Grignard reagent വെച്ച് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ അഡീഷൻ റിയാക്ഷൻ ആണ് നടക്കുക. CH3C OMgBr, ഇവിടെ C2H5, ഇവിടെ CH3. ഇതിന് നിങ്ങൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ യു നോ ദാറ്റ് MgBr OH പോകും. ഇനി ബാക്കി ഇവിടെ കിട്ടുന്നത് ഒരു ആൽക്കഹോൾ ആയിരിക്കും, ദാറ്റ് ഈസ് എ ടേർഷ്യറി ആൽക്കഹോൾ. ദിസ് ഈസ് C2H5. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH2 CH3. ഇനി ഇതിനെ നമ്പർ ഇടുക, ഇവിടുന്ന് തന്നെ നമ്പർ ഇടണം, കാരണം OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആദ്യം കാണണം. ഓക്കെ, രണ്ടാമത്തെ കാർബണിൽ OH വന്നു. സോ രണ്ടാമത്തെ കാർബണിലെ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. സോ ഇറ്റ് ഈസ് 2-methyl butane 2-ol. 2-methyl butane 2-ol. Okay, so option 4.
Noble gases are named because of their inertness towards reactivity. റിയാക്ടിവിറ്റിയുമായിട്ട് ഇനർട്ട്നെസ് ഉള്ളത് കൊണ്ടാണ് നോബിൾ ഗ്യാസ് എന്ന പേരിട്ടത്. ഐഡന്റിഫൈ ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദം. ഈ കൂട്ടത്തിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോബിൾ ഗ്യാസസ് ആർ സ്പെയറിംഗ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിക്കാൻ പ്രയാസമാണ്, അതിന് ഗ്യാഷ്യസ് ബിഹേവിയർ കൂടുതലാണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. സോ ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നോബിൾ ഗ്യാസസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് തെറ്റാണ്, അത് ഗ്യാസുകളായിട്ട് നിൽക്കുക ചെയ്യുക. സോ ഓപ്ഷൻ 2 തെറ്റാണ്. ഓക്കെ, അടുത്ത നോബിൾ ഗ്യാസസ് ഹാവ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ്. എസ്, അതിൽ വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ് ആണ്. അതിന് പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഇത് ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിച്ചു, ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത the P of Kb of dimethyl amine and P of Ka of acetic acid of are 3.27 and 4.77 respectively at T Kelvin. The correct option for the pH of dimethyl ammonium acetate. നിങ്ങൾക്ക് മനസ്സിലായി ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ്. അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡിൽ നിന്നുണ്ടായതും ഡൈമീഥൈൽ അമോണിയം സാൾട്ട് എന്ന് പറയുന്നത് ഡൈമീഥൈൽ അമൈനിൽ നിന്നുണ്ടായതും. സോ ഇറ്റ് ഈസ് എ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് വെള്ളത്തിൽ വീണാൽ എന്താണ് നടക്കുക? ഇറ്റ് വിൽ അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഓക്കെ, മനസ്സിലായോ? ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ pH എത്ര കിട്ടും? pH is equal to 7 plus half into P of Ka minus P of Kb. NCERT-യിലെ സാൾട്ട് ഹൈഡ്രോളിസിസിന്റെ ഭാഗത്ത് പറയുന്ന ഇക്വേഷൻ 7 plus half into P of Ka ആണ് എടുക്കേണ്ടത്. P of Ka യുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. P of Ka of acetic acid is 4.77 minus 3.25, sorry 3.27. ചെയ്ത് നോക്കുക, ഇറ്റ് വിൽ ഗിവ് 7.75. ഓപ്ഷൻ 3. The right option for the statement Tyndall effect is exhibited by. ഈ കൂട്ടത്തിൽ ആരാണ് ടിൻഡാൽ എഫക്റ്റ് കാണിക്കുക? ഇവര് NaCl solution, glucose solution, urea solutions are example for true solutions, whereas starch is an example for colloid. Which type of colloid? Lyophilic colloid. So it will exhibit a Tyndall effect. കാരണം colloidsന്റെ ഒരു പ്രോപ്പർട്ടി ആണ് Tyndall effect. So option 3. Statement 1. Acid strength increases in the order given as HF less than, HCl less than, HBr less than, HI. ഏറ്റവും കൂടുതൽ HIക്കാണ് acidic behavior. Statement 2 പറഞ്ഞിരിക്കുന്ന as the size of the element fluorine, chlorine, bromine, iodine increases down the group, bond strength of HF, HCl, HBr and HI decreases and so the acid strength increases. എന്താ പറഞ്ഞത്? ഒരു ഗ്രൂപ്പിൽ താഴത്തോട്ട് വരുമ്പോൾ സൈസ് കൂടി വരും. സൈസ് കൂടി വരുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. പെട്ടെന്ന് ബോണ്ട് പൊട്ടും, പെട്ടെന്ന് H+ റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. കാരണം HI ഈസ് ഹൈലി അസിഡിക് ബിക്കോസ് ഇറ്റ് റിലീസസ് H+ വെരി ക്വിക്ലി. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ്? സൈസ് കൂടുന്നത് കൊണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ബോണ്ട് സ്ട്രെങ്ത് കൂടി, ബോണ്ട് ലെങ്ത് കുറഞ്ഞു, അതോടുകൂടി ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, പെട്ടെന്ന് H+ റിലീസ് ചെയ്യും, നല്ല ആസിഡ് ആവും. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. സോ ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത എത്തിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ് അയോൺ, ദാറ്റ് ഈസ് EDTA. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. CH2 N H COO minus COO minus NH COO minus COO minus. ഇവിടെ എത്ര ഡോണർ സൈറ്റ് ഉണ്ടെന്നാ ചോദിച്ചത്. ഈ ഓക്സിജന്റെ പുറത്ത് ഡോണർ സൈറ്റ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഈ നൈട്രജന്റെ പുറത്തുണ്ട്, ഇവിടുത്തെ ഓക്സിജന്റെ പുറത്തുണ്ട്. അപ്പൊ 4 ഓക്സിജന്റെ പുറത്തും 2 നൈട്രജന്റെ പുറത്തും ഡോണർ സൈറ്റുകൾ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഓപ്ഷൻ 1. അടുത്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബോയിൽസ് ലോ വിച്ച് ഷോസ് എ ഗ്രാഫ് ഓഫ് പ്രഷർ വേഴ്സസ് വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് എ ഡിഫറെന്റ് ടെമ്പറേച്ചർ. പല ടെമ്പറേച്ചറുകൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫ് ഹൈപ്പർബോളയാണെന്ന് നിങ്ങൾക്കറിയാം അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. സോ ഇത് രണ്ടും ആൻസർ അല്ല.
ഇനി ഈ രണ്ടിലും ഏതാണ് ആൻസർ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഓപ്ഷൻ 4ലേക്ക് നോക്കാം. ഓപ്ഷൻ 4 നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. ഇതെല്ലാം ഒരു ഫിക്സഡ് ആയ പ്രഷറാണ്. ഈ പ്രഷറിൽ ഇതിൻ്റെ വോളിയം ഇത്രയാണ്, ഇതിൻ്റെ വോളിയം ഇത്രയാണ്, ഇതിൻ്റെ വോളിയം ഇത്രയാണ്. സോ വോളിയം കൂടിയ ആൾ ഇതാണ്. വോളിയം കൂടിയ ആൾക്ക് അക്കോർഡിംഗ് ടു ചാൾസ് ലോ ടെമ്പറേച്ചർ കൂടണം. ഏതെങ്കിലും ഒരു റിലേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് വോളിയം കൂടുതലാണ്, സോ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ ഗ്രാഫ് ഏറ്റവും കറക്റ്റായി വരുന്നത് ഓപ്ഷൻ 4. ഓപ്ഷൻ 1 വരില്ല, നോക്കി നോക്കണേ. സോ അടുത്ത സ്ട്രക്ചേഴ്സ് ഓഫ് ബെർലിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് വേപ്പർ ഫേസ് ആർ. നിങ്ങൾക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ ഇത് പോളിമറൈസ് ചെയ്ത് ചെയിൻ സ്ട്രക്ചർ ഫോം ചെയ്യും. NCERT ഈ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. വേപ്പർ സ്റ്റേറ്റിൽ ഇത് ഡൈമറൈസ് ചെയ്യും. സോ ചെയിൻ ആൻഡ് ഡൈമർ റെസ്പെക്റ്റീവ്ലി ഈസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1. അടുത്ത which one of the following metal can be used to obtain highly pure metal which is liquid at room temperature? room temperature liquid ഉള്ള പ്യുവർ ആയ മെറ്റലിനെ കിട്ടാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പലപ്പോഴും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം സോൺ റിഫൈനിങ് ആണോന്ന്. സോൺ റിഫൈനിങ് അല്ല, സോൺ റിഫൈൻ അൾട്രാ പ്യുവർ ജെർമേനിയത്തിനേക്ക് ഉൽപ്പാദിപ്പിക്കാനല്ല. പക്ഷെ അതൊന്നും ലിക്വിഡ് അല്ല. ലിക്വിഡ് ആയിട്ടുള്ള മെറ്റൽസിനെ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ സ്ലൈറ്റ് അബോവ് ലിക്വിഡ് ആയിട്ടുള്ള മെറ്റൽ ഗാലിയം പോലുള്ള ആളുകളെ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. അടുത്ത ദ കോമ്പൗണ്ട് വിച്ച് ഷോസ് മെറ്റാമറിസം ഈസ്. ഇതെന്തായാലും അല്ല, പിന്നെ ഓക്സിജൻ ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഈത്തറും ആൽക്കഹോളുമായിട്ട് മെറ്റാമറിസം കാണിക്കാം. ഇതിൽ ഇവനെ കാണിക്കാൻ പറ്റൂ, കാരണം CH3 CH2 O CH2 CH3 ഇത് ഇതോക്സി ഇതേൻ. പിന്നെ അടുത്ത കോമ്പൗണ്ട് മെത്തോക്സി പ്രൊപ്പൈൻ. ഇങ്ങനെ 2 ഫ്രാഗ്മെന്റ്സ് കാണിക്കാൻ പറ്റുന്നതാണ് മെറ്റാമറിസം കാണിക്കാൻ പറ്റുന്ന ആളുകൾ. സോ ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത നോക്കുക. NCERT അതേ ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ നമ്പർ ഓഫ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽസ് ഇൻ ഓൾ 14 ടൈപ്സ് ഓഫ് ബ്രെവിസ് ലാറ്റിസസ് യൂണിറ്റ് സെൽസ് ഈസ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. ഇതിൽ എത്ര ബോഡി സെന്റേർഡ് ഉണ്ട് നോക്കിയാൽ മതി. എത്ര ഉണ്ടായിരുന്നു? ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. എത്ര എണ്ണം? 3. So the correct answer will be option 3. Which one of the following polymers is prepared by addition polymerization? ഈ കൂട്ടത്തിൽ ഏതാണ് addition polymerization വഴി പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് 3ഉം കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. ടെഫ്ലോൺ എന്ന് പറയുന്നതാണ് addition പോളിമർ. കാരണം CF2 ഡബിൾ ബോണ്ട് CF2 that is tetrafluoroethylene പെർസൾഫേറ്റ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും CF2 N ടൈംസ് ആവുകയും ചെയ്തു. ദിസ് ഇസ് നോൺ ആസ് PTFE ഓർ പോളിടെട്രാഫ്ലൂറോഎഥിലീൻ ഓർ ടെഫ്ലോൺ. ഓക്കെ, താങ്ക് യു. സോ 81st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 81st ക്വസ്റ്റ്യൻ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ പർട്ടിക്കുലർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂഡൽഹി ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി ഓഫ് 1368 kHz. The wavelength of the electromagnetic radiation emitted by the transmitter is dash. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ് അല്ലേ. വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം റിലേഷൻ, ദാറ്റ് ഈസ് ന്യൂ ഈസ് ഈക്വൽ ടു ഏതാണ് C/λ ഇക്വേഷൻ നമുക്കറിയാം. ഓർ ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം C/ν എന്ന് പറയാം അല്ലേ. അപ്പോൾ സോ ഇവിടെ C നമുക്ക് തന്നിട്ടുണ്ട്. C എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. റിമെമ്പർ ദി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി കിലോ ഹെഡ്സിലാണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹെഡ്സ്. കിലോ ഹെഡ്സ് എത്രയാണ്? 1368 കിലോ ഹെഡ്സ് ആണ്. ഇൻറ്റു 10⁻³ എന്ന് ഞാൻ എഴുതുവാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്കതിനെ ഒരു 3000 × 10⁵ ഡിവൈഡഡ് ബൈ 1368 × 10⁻³ എന്ന് എഴുതാം. സോ 3000 ഡിവൈഡ് ബൈ 1368 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 219.29 എന്ന് വരും അല്ലേ. So the answer will be 219.29. So it will be equal to 219.3. So answer will be option 1 ആണ്. എത്ര മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ നമ്മൾ വരുത്താൻ സാധ്യതയുള്ളതെന്ന് കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 219.2 ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 219.3 ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇക്വേഷനൊക്കെ വളരെ ഈസി ആണെങ്കിലും കാൽക്കുലേഷൻ പാർട്ടിൽ ഒരല്പം
അവർ ഡിഫിക്കൽട്ടി ലെവൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 82th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് ദ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ചൂസ് ദി റൈറ്റ് ഓപ്ഷൻ എന്നാണ്. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചെയ്ത് മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തത്. ഈ ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ആണ്. നമ്മുടെ ക്രോമിയത്തെ Cr2O3 നിന്ന് അത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അലൂമിനിയം അല്ലെ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. 82th ക്വസ്റ്റ്യൻ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. 83rd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദി ഫോളോയിങ്. നമുക്കറിയാം ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. NCERTയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഫോർ എലമെന്റ് ടു എലമെന്റ് ദാൻ ലാൻഥനോയിഡ് കോൺട്രാക്ഷൻ. നമുക്കറിയാം അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ആർ ആസ്കിംഗ് അബൌട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ, മോസ്റ്റ് ഓഫ് ദി ട്രൈവാലന്റ് ലാൻഥനോയിഡ്സ് അയോൺസ് ആർ കളർലെസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ബട്ട് NCERT വളരെ വ്യക്തമായിട്ട് NCERTയിൽ പറയുന്നുണ്ട് ലാൻഥനോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് മോസ്റ്റ് ഓഫ് ദി ട്രൈവാലൻ ലാൻഥനോയിഡ്സ് ആർ കളേർഡ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് എന്നാണ്, കളേർഡ്. സോ ഇത് കളർലെസ് എന്നുള്ള ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണ് ഇവിടെ വരുത്തിയേക്കുന്നത്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെയർഫോർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ലാൻഥനോയിഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. NCERTയിലുള്ളതാണ്. ആക്ടിനോയിഡ്സ് ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് എസ്പെഷ്യലി വെൻ ഫൈനലി ഡിവൈഡഡ്. അതും കറക്റ്റ് ആണ്. So we got the answer. The answer is option 2 ആണ്. 84th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡൈഹീഡ്രൽ ആംഗിൾ ഓഫ് ലീസ്റ്റ് സ്റ്റേബിൾ കൺഫോമേഴ്സ് ഓഫ് ഈഥേൻ ഈസ്. നമുക്കറിയാം ആ ഒരു കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് അറേഞ്ച്മെന്റുകളുണ്ട്. എക്ലിപ്സ്ഡ് അറേഞ്ച്മെന്റിൽ നമുക്കറിയാം ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ആണ്. അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. സോ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷനിൽ ആംഗിൾ ഡിഫറൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആണ്. ഇത് നമ്മൾ ഹൈഡ്രോ കാർബണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 84th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. 85th ക്വസ്റ്റ്യൻ. ആക്ച്വലി ബോണ്ടിങ്ങിന്റെ ഭാഗമായിട്ടോ +2 പി ബ്ലോക്കിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റിനെ പരിഗണിക്കാം. ഇവിടെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. PCl5 എന്ന് പറയുന്നതിന്റെ ഷേപ്പ് നമുക്കറിയാം. PCl5 എന്ന് പറയുന്നത് നമുക്ക് ട്രയഗണൽ ബൈ പിരമിഡൽ അറേഞ്ച്മെന്റ് ആണ് PCl5നുള്ളത്, ശരിയല്ലേ? സോ എ എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്, A4 ആണ്. A4 വരുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്, 1ഉം അതുപോലെ തന്നെ 4ഉമാണ്. അപ്പൊ 2ഉം 3ഉം ആൻസർ അല്ല എന്നതിനാൽ തന്നെ നമുക്ക് തീരുമാനിക്കാം. SF6 ഒക്ടാഹീഡ്രൽ ആണ് എന്ന് നമുക്കറിയാം. സോ SF6 3 ആണ്. അപ്പൊ B3 ആണ്. രണ്ടിടത്തും B3 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ C മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ ആവും. BRF5 ആണ്. BRF5 എന്ന് പറയുന്നത് വി നോ സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ആണ്. വി നോ ദർ ഈസ് എ ലോൺ പെയർ. So 5 bond pair and 1 lone pair is there. So the shape will be square pyramidal ആണ്. So BRF5 C എന്ന് പറയുന്നത് 1 ആണ്. Anyway, we got the answer. C 1 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. So the answer will be option 1 ആണ്. 85th question answer is option 1. 86th ക്വസ്റ്റിലേക്ക് വരാം. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഇത് കാണുമ്പോഴേ ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടത്തിയേക്കുന്നത് അല്ലെ. സോ Na2CO3 ഇവിടെ ഡീകാർബോക്സിലേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ വി നോ ഇറ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഓക്സൈഡ് കോമ്പിനേഷൻ ആണ് ഡീകാർബോക്സിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക, നമുക്കറിയാം. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 87ലേക്ക് വരാം. നമ്മുടെ റിയാക്ഷൻ നെയിം റിയാക്ഷൻ തന്നെയാണ്, ഇറ്റാഡ് റിയാക്ഷൻ ആണ്. അതിന്റെ ഇന്റർമീഡിയറ്റ് ആണ് ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു ക്രോമിയം കോംപ്ലക്സ് ആണ് അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുക. ഇവിടെ ഏതാണ് ആ ക്രോമിയം കോംപ്ലക്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഇവിടുത്തെ ആ ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. അവിടെ ആകെ ഒരു ക്രോമിയത്തിന്റെ കോമ്പൗണ്ട് പോലും അവർ തന്നിരിക്കുന്നത് അല്ലേ. സോ ദ ഇന്റർമീഡിയറ്റ് ഇൻ ദ ഇറ്റാഡ് റിയാക്ഷൻ ഈസ് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെയിമിംഗ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആണ് ക്വസ്റ്റൻ ആയിട്ട് വന്നത്. 88th ക്വസ്റ്റിലേക്ക് പോവാം. നമുക്കറിയാം എൻവയോൺമെന്റൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു. HOCl OH ഫ്രീ റാഡിക്കലും Cl ഫ്രീ റാഡിക്കലുമായിട്ട് മാറുന്നു. ഇത് കാണുമ്പോഴേ നമുക്കറിയാം അത് ഓസോൺ ഡിപ്ലീഷന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. അപ്പൊ B എന്ന് പറയുന്നത് നമുക്ക് 3ലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. B3 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. B3 ആയിട്ടുള്ള 2 ഓപ്ഷൻസുകൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. 2ഉം 3ഉം മാത്രമാണ് നമുക്കവിടെ B3 ആയിട്ടുള്ളത്. Cയിലേക്ക് പോവാം. കാൽഷ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കാൽഷ്യം സൾഫേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഈ ചാപ്റ്ററിൽ ഈ ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് ടാജ് ട്രപ്പീസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടു സേവ് താജ്മഹൽ ഫ്രം ആസിഡ് ട്രെയിൻ അല്ലെ. ആസിഡ് ട്രെയിനിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് തന്നിട്ടുള്ള സ്പെസിഫിക് റിയാക്ഷൻ ആണ് കാൽഷ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട്
ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ സോ ദിസ് ഈസ് എ സ്പെസിഫിക് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആസിഡ്രെയിൻ. അപ്പോൾ സി എന്ന് പറയുന്നത് 1 ആണ്. സി 1 ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. ആൻസർ വിൽ ബി ഓപ്ഷൻ 3 എന്ന്. കാരണം സി 1 ഉള്ള ഒറ്റ ഓപ്ഷനെ അവിടെ വന്നിട്ടുള്ളൂ. ഇനി ഡിയിലേക്ക് പോവാം. ഡി എന്ന് പറയുന്നത് നമ്മൾ സ്മോഗുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോഗ്, ക്ലാസിക്കൽ സ്മോഗും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി പറഞ്ഞിട്ടുള്ളതാണ്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 89ലേക്ക് വരാം. ഇവിടെ നമുക്ക് നെയിം റിയാക്ഷൻസുകൾ, പ്രധാനപ്പെട്ട ചില റിയാക്ഷൻസുകൾ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നേക്കുവാണ് അല്ലേ. ആദ്യത്തെ റിയാക്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഇറ്റ് ഈസ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ നമുക്ക് ബെൻസാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പം ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻസിനാണ് എയിൽ തന്നിരിക്കുന്നത്. അപ്പം എ എന്ന് പറയേണ്ടത് 2 ആണ്. എ 2 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഇവിടെ നമുക്കുള്ളൂ. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. കാരണം എ 2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആൻസറിലേക്ക് വരാൻ സാധിച്ചു. നമുക്ക് അതിലൂടെ പോയാൽ ബി 3 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ബി എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഹാലോഫോം റിയാക്ഷൻ ആണ്. അത് തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണെന്ന് അറിയാം. സി എന്ന് പറയുന്നത് സി 4 ആയിട്ടാണ് തന്നിരിക്കുന്നത്, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ, അതും കറക്റ്റ് ആണ്. ഡി എന്ന് പറയുന്നത് HVZ, ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ ആണ്, HVZ റിയാക്ഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണെന്ന് നമുക്ക് പറയാം. സോ 89th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4. 90th ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും അതോടൊപ്പം തന്നെ ഇവരുടെ ലിഗാൻഡിന്റെ നേച്ചറും കൂടെ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, വീക്ക് ലിഗാൻഡ് ആണോ, വീക്ക് ആണോ, സ്ട്രോങ് ആണോ ലിഗാൻഡ് എന്നുള്ളത്. അത് മാത്രമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ Fe3+ ആണ് ഓപ്ഷൻ എയിൽ നമുക്ക് വരിക. അപ്പോൾ നമുക്ക് 3D5 കോൺഫിഗറേഷൻ വരുമെന്ന് നമുക്കറിയാം. 3D5 കോൺഫിഗറേഷൻ ആണ്, നമുക്കറിയാം സ്ട്രോങ് ലിഗാൻഡ് ആണ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് പെയറപ്പ് നടക്കും. അപ്പോൾ 3D5 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവിടെ എങ്ങനെയായിരിക്കും പെയറിംഗ് അപ്പ് നടന്നാലും ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട് നിൽക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 1 അൺപെയർഡ് ഇലക്ട്രോൺ, ആ അൺപെയർഡ് ഇലക്ട്രോൺ മാഗ്നറ്റിക് സ്വഭാവം നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.73 എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. സോ എ എന്ന് പറയുന്നത് ആൻസറിലേക്ക് വരുമ്പോൾ 4 വരും. എ 4 ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 1ഉം അതുപോലെ തന്നെ 4ഉം ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി ബിയിലേക്ക് പോവാം. ബി കണ്ടെത്തിയ നിമിഷം നമുക്ക് ആൻസർ ആണ്. കാരണം ഇവിടെ B2, ഇവിടെ B1 ആണ്. ബി എന്ന് പറയുന്നത് അതേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ്. നമുക്കറിയാം ബിയിലേക്ക് വരുമ്പോഴും അവിടെ എന്താണ് Fe3+ കോൺഫിഗറേഷൻ ആണ്, 3D5 ആണ് വരിക. ഇതേ കോൺഫിഗറേഷൻ തന്നെയാണ്. പക്ഷേ ലിഗാൻഡ് വീക്ക് ആയതുകൊണ്ട് ഈ 5 ഇലക്ട്രോൺസും അൺപെയർഡ് ആയിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് അത് കാണിക്കുമെന്ന് നമുക്ക് പറയാം. സോ ബി എന്ന് പറയുന്നത് ഓപ്ഷൻ 1, ദാറ്റ് ഈസ് 5.92ലേക്ക് വരും അല്ലെ. അപ്പോൾ 5.92, അപ്പോൾ B1 ആണ് എന്നുള്ളത് ആൻസറിലേക്ക് വരിക. സോ 90th ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ആൻസറിലേക്ക് വരാൻ സാധിക്കും. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ഇനി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം Fe2+ന്റെ കോൺഫിഗറേഷൻ ആണ്. അവിടെ CN ഗ്രൂപ്പ് നമുക്കറിയാം സ്ട്രോങ് ലിഗാൻഡ് ആണ്. അതുപോലെ തന്നെ ഡിയിൽ അവിടെ വാട്ടറിന്റെ വീക്കാണ്. അപ്പോൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ, അതുപോലെ തന്നെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. അതുപയോഗിച്ച് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 90th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. 91st ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ അമീൻസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻസിൽ ഡൈസോണിയം സോൾട്ട് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡൈസോണിയം സോൾട്ടിനെ ഹൈഡ്രജൻ, അതായത് ആ റിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, N2Cl എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ R എന്ന് പറയുന്നത് ഏതായിരിക്കണം, ഇറ്റ് ഷുഡ് ബി അൻ ആൽക്കഹോൾ അല്ലെ. അപ്പം ഇവിടെ ബ്രോമിൻ വന്നിരിക്കുന്നതിനൊന്നും ഒരു ചേഞ്ച് അവിടെ വരുത്തിയിട്ടില്ല. N2Cl മാറിയെന്ന് മാത്രമാണ്. അതിനെ മാറ്റാനായിട്ട് കഴിവുള്ള, ഹൈഡ്രജൻ വെച്ച് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോൾ ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. 92th ക്വസ്റ്റ്യനിലേക്ക് വരാം. 92th ക്വസ്റ്റ്യനിൽ the product formed in the following reaction, സോഡിയം ബോറോഹൈഡ്രേറ്റ് ആൽക്കഹോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ മിക്സ്ചറിന്, ഈ കോമ്പൗണ്ടിന് തൊടാൻ സാധിക്കത്തില്ല. നമ്മളുടെ എസ്റ്ററിനെ ഒന്നും തൊടുക പോലും ചെയ്യാൻ സാധിക്കില്ല നമുക്കറിയാം. അപ്പം ഈ ഒരു എസ്റ്റർ ലിങ്കേജിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ റെഡ്യൂസിങ് ഏജന്റിന് സാധ്യമല്ല. ഇവന് സാധിക്കുന്നത് ആൽഡിഹൈഡ്, കീറ്റോണ്, അല്ല ആസിഡ് ഹാലൈഡ് തുടങ്ങിയവരെയൊക്കെയാണ്, ആസിഡ് ക്ലോറൈഡിനെയൊക്കെയാണ് ഇവന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക നമുക്കറിയാം. അപ്പോൾ ഇവിടെ കീറ്റോണിക് ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും റിഡക്ഷന് വിധേയമാകും, അത് OH ഗ്രൂപ്പിലേക്ക് വരും. എന്നാൽ എസ്റ്റർ ഗ്രൂപ്പിന് ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവത്തുമില്ല. ഈ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് എസ്റ്റർ ഗ്രൂപ്പിന് ചേഞ്ച് ഇല്ല, കീറ്റോണിക് ഗ്രൂപ്പിന് റിഡക്ഷൻ നടന്നു, അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് വരിക എസ്റ്റർ ഗ്രൂപ്പിന് ചേഞ്ച് ഒന്നും തന്നെ ഇല്ലാത്ത, അതുപോലെ തന്നെ എസ്റ്റർ ഗ്രൂപ്പ് നിലനിൽക്കണം, അതുപോലെ തന്നെ കീറ്റോണിക് ഗ്രൂപ്പിന് റിഡക്ഷൻ സംഭവിക്കണം. സോ ഓട്ടോമാറ്റിക്കലി ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആയിട്ട് നമുക്ക് കിട്ടും. ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. 92.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 93rd ക്വസ്റ്റൻ ആണ്. ദേ ആർ ആസ്കിംഗ് അബൌട്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അതിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൗണ്ട് ചെയ്യുമ്പോൾ O2 മൈനസ് F മൈനസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദേ ഹാവ് 10 ഇലക്ട്രോൺസ് ആണ്. കാരണം O2 മൈനസ് ഓക്സിജന് 8 ഇലക്ട്രോൺ ഉണ്ട്, 2 ഇലക്ട്രോൺ കൂടെ മേടിക്കുമ്പോൾ 10 ആയി. F മൈനസ് എന്ന് പറയുമ്പോഴും 10 ആണ്. Na പ്ലസും Mg2+ എടുക്കുമ്പോഴും നമുക്കറിയാം ദേ ഹാവ് 10 ഇലക്ട്രോൺ. അപ്പോൾ ഇതൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ 1ഉം 2ഉം ആൻസർ അല്ല. തേർഡ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ Mn2+ഉം Fe3+ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് Mn2+ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 23 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ Fe3+ലേക്ക് വരുമ്പോൾ നമുക്ക് 23 ഇലക്ട്രോൺസ് തന്നെയാണ് വരിക. അപ്പോൾ അതും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. Fe2+ഉം Mn2+ഉം ലേക്ക് വരുമ്പോൾ നമുക്കറിയാം Fe2+ലേക്ക് വരുമ്പോൾ Fe2+ൽ 24 ഇലക്ട്രോൺസ് ഉണ്ട്, Mn2+ൽ നമുക്ക് 23 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. therefore the answer is option 4 ആണ്. ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിനാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അതല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. 94th ക്വസ്റ്റിലേക്ക് വരാം. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പലയാവർത്തി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.007 മോളാർ അസറ്റിക് ആസിഡ് ഈസ് 20 Siemens centimeter² per mole. വാട്ട് ഈസ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ്. അപ്പോൾ അതിന് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് Ka വാല്യൂവിലേക്ക് വരണമെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു C∝² ആണ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു molar conductivity at given concentration divided by molar conductivity at infinite dilution ആണ് എന്ന് നമുക്കറിയാം. അറ്റ് ഗിവൺ കോൺസെൻട്രേഷൻ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുള്ളത് 20 ആണ്. അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ നമുക്കറിയാം ഇൻഫിനിറ്റ് ഡയലൂഷനിൽ അസറ്റിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. ഇൻഫിനിറ്റ് ഡയലൂഷൻ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3COH will be equal to molar conductivity at infinite dilution of CH3COO minus plus molar conductivity at infinite dilution of H plus ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ 350 + 50 വിച്ച് ഈസ് ഈക്വൽ ടു 400 എന്ന് നമുക്ക് വരും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5 × 10⁻²2 ആണ്. സോ നമുക്ക് ആൽഫ കിട്ടി. നമുക്കിതിന് Ka വാല്യൂവിലേക്ക് പോയാൽ മതി. therefore Ka ഈക്വൽ ടു C∝² ആണ്. ആൻഡ് വി നോ ദി കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ 7 × 10⁻³ എന്ന് എഴുതുവാണ്. ഇൻറ്റു 25 × 10⁻⁻4 എന്ന് വരും. സോ ദ ആൻസർ വിൽ ബി 175 × 10⁻⁻7 ആണ്. 175 × 10⁻⁻7 ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.75 × 10⁻⁻5 എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് 1.75 × 10⁻⁻5 മോൾ പെർ ലിറ്റർ. ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. 95th ക്വസ്റ്റ്യനിലേക്ക് വരാം. Choose the correct option for the total pressure in a mixture of 4 gram oxygen and 2 gram hydrogen confined in a total volume of 1 liter at 0 degrees Celsius എന്നാണ്. നമുക്കറിയാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻ തന്നെയാണ്. PV = NRT ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ആകെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുള്ളത് ഈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൻ്റെ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം മാത്രമാണ്. 4 gram ഓക്സിജൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 4/32 പ്ലസ് 2 gram ഹൈഡ്രജൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/8 + 1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടുകയും ചെയ്തു. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ടോട്ടൽ പ്രഷർ. സോ ടോട്ടൽ പ്രഷറിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ P = nRT/V എന്ന് വരും. N എന്ന് പറയുന്നത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.125 എന്ന് വരും. ഇൻറ്റു R എന്ന് പറയുന്നത് R നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0.082 ലിറ്റർ ATM ആണ്. ഇൻറ്റു 273 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 22.4 ആണ് വരിക. അപ്പോൾ ജസ്റ്റ് V എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി ദ ആൻസർ ഈസ് 1.125 × 22.4 എന്ന് എടുക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 25.2 അടുത്ത് വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ 25.18 എന്നുള്ള ആൻസറിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 95th വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ബ്രില്യൻറ്റിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തഴമ്പിച്ച ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പാട്ടിൽ വന്നത് അല്ലേ. ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 96. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അറ്റ് 45 degrees Celsius വിത്ത് ബെൻസീൻ ടു ഒക്ടേൻ ഇൻ മോളാർ റേഷ്യോ 3:2. Okay, at 45 degrees Celsius, the vapor pressure of benzene is 280 mmHg. That of octane is 420 mmHg. Assume ideal gas. അപ്പോൾ നമുക്കറിയാം ഇത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ആ ക്വസ്റ്റൻ ആണ്. ഐഡിയൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം റൗൾ സ്ലോയുടെ ആപ്ലിക്കേഷൻ ആണ് അല്ലേ. അതായത് PAC =
P0A into XA plus what? P0B into what? XB. Then what is P0A? P0A നമ്മൾ തന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ബെൻസീനും ഉണ്ട്, പിന്നെ ആണ് ആരാണ് തന്നിരിക്കുന്നത്? ഒക്ടേൻ തന്നിട്ടുണ്ട്. സോ P0A is equal to what? P0A is equal to 280. 280 into, then what is the value of XA? XA is equal to what? 3/5 plus what is P0B? P0B is equal to 420 into what? 2/5. That is equal to what? 168 plus 168, that is equal to what? 336 mm of Hg. So നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 4. Reversible expansion of an ideal gas under isothermal condition. That point is important. Isothermal condition. The correct option is for irreversible expansion of an ideal gas under isothermal condition. Namkariyam, in this case, delta U is equal to what? 0. And the value of delta S is equal to what? Positive. Delta S is equal to positive. അങ്ങനെയാണെങ്കിൽ delta U is equal to 0, delta S is equal to positive. Therefore, delta S total not equal to 0 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ് ഓപ്ഷൻ? ഏത് വരും? 3 വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 98. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് നോൺ പോളാർ ഇൻ നേച്ചർ? അപ്പോൾ ഡെഫിനറ്റ്ലി ഈ മോളിക്യൂൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് പോളാർ അല്ലെങ്കിൽ ഏതൊക്കെയാണ് നോൺ പോളാർ എന്ന് നമുക്കറിയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് നോൺ പോളാർ? POCl3യുടെ സ്ട്രക്ചർ POCl3 കാണുമ്പോഴേ തന്നെ നമുക്കറിയാം അത് പോളാർ ആണ്. CH2O എടുക്കുന്ന സമയത്ത് നമുക്കറിയാം കാർബൺ ഓക്സിജൻ ബോണ്ട് ഉണ്ട്, അതും പോളാർ നേച്ചർ കാണിക്കും. SbCl5 എടുക്കുന്ന സമയത്ത് നമുക്കറിയാം SbCl5 നമ്മൾ എടുക്കുമ്പോൾ PCl5ൻ്റെ സെയിം സ്ട്രക്ചർ ആണ്. SbCl5. ഓക്കെ, SbCl5. എന്താ സ്ട്രക്ചർ? ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ. ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ വരുന്ന സമയത്ത് എന്തായിരിക്കും? അതിൻ്റെ മ്യൂ റിസൾട്ടൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇത് നോൺ പോളാർ ആണ്. ഈ മോളിക്യൂൾ എന്താണ്? മ്യൂ റിസൾട്ടൻ്റ് ഇസ് ഇക്വൽ ടു 0. സോ മോളിക്യൂൾ ഈസ് എന്താണ്? നോൺ പോളാർ. NO2 നമുക്കറിയാം. NO2 എന്ന് പറയുന്നത് എന്താണ്? നോൺ പോളാർ അല്ല, പോളാർ ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് 99. Which one of the following arrangements the given sequence is not strictly according to the properties indicated against it? ഓക്കെ, വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. HF, HCl, HBr, HI. ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം HXൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഇതെന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നോക്കി, H2O, H2S, H2SC, H2TE ഇൻക്രീസിങ് pKa വാല്യൂ. ഇപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് എന്തിനെയാണ്? KA വാല്യൂവിൻ്റെ ഓർഡറാണ്. ശരിയല്ലേ? KA വാല്യൂവിൻ്റെ ഓർഡറാണ്. ഓക്കെ, pKa വാല്യൂ ആണെങ്കിൽ എന്ത് വരണം? ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ വരണം. അപ്പോൾ ഇത് റോങ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി NH3, PH3, ASH3, SBH3 ഇൻക്രീസിങ് ആസിഡ് ക്യാരക്ടർ കറക്റ്റ് തന്നെയാണ്. ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോൾ ആസിഡ് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. CO2, SiO2, SnO2 ആൻഡ് PbO2 ഇൻക്രീസിങ് ഓക്സിഡൈസിങ് പവർ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് തന്നെയാണ്? ഓക്സിഡൈസിങ് പവർ ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഈസി ക്വസ്റ്റൻ ആണ്. സ്ലോപ്പ് ഓഫ് അറീനിയസ് പ്ലോട്ട് ln K വേഴ്സസ് 1/T of first order reaction is -5 into 10 to the power 3 K. The value of EA of reaction is, okay, നമുക്കറിയാം according to Arrhenius equation ln K is equal to what? ln A minus EA divided by R into what? 1/T. Y equal to M into X plus C. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സോ മൈനസ് EA divided by R is equal to what? -5 into 10 to the power 3. കറക്റ്റ് അല്ലേ? ഫ്രം ദിസ് EA is equal to what? 5 into 10 raised to 3 into then value of R 8.5.
314. Okay, clear? That is equal to what? 41.5 kilojoule per what? Mole. Okay, clear? So definitely നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 1 വരും. അപ്പോൾ ഈ വർഷത്തെ കെമിസ്ട്രി എക്സാം, നീറ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മുടെ ബെർലിൻ്റെ മോഡൽ എക്സാം കറക്റ്റായിട്ട് എഴുതിയ സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ട് കെമിസ്ട്രിക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു. ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്റ്റെന്നി സാറ്. ഞാൻ ശ്രീജിത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നീറ്റ് 2021 പരീക്ഷ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് എഴുതി കഴിഞ്ഞു. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു സംശയമില്ല, ക്വസ്റ്റ്യൻസുകളെല്ലാം NCERT ബുക്കിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഓൺലി തിങ്ക് സം ക്വസ്റ്റ്യൻസ് ആർ ലിറ്റിൽ ആപ്ലിക്കേഷൻ ലെവൽ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് എന്നാൽ ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്താണേലും ഔട്ട് ഓഫ് NCERT ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളൊന്ന് ചെക്ക് ചെയ്ത് പോകാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നും തന്നെ അറിയാമല്ലോ നമ്മളെവിടെ എത്തി നിൽക്കുന്നു അല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ M5 വെർഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എന്തായാലും ബോർഡെ ക്വസ്റ്റ്യൻ കയറ്റിയിട്ടുണ്ട്. നമ്മൾ വെർഷൻ പറയുന്നില്ല, എല്ലാ ക്വസ്റ്റ്യനും ബോർഡ് ചെയ്ത് നമ്മൾ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാർ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, അപ്പോൾ എൻ്റെ ഒരു കണക്കുള്ള ഞങ്ങളെല്ലാം ഒരു അസസ്മെൻറ്റ്, ഞങ്ങളുടെ എല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാം ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4 വർഷത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ അധികം ക്വസ്റ്റ്യനുകൾ ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ആലോചിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ബോർഡിനകത്തിലുണ്ട്. ശരിയല്ലേ? ഇത് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ബയോടെക്നോളജിയുടെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചത് ചെറിയ ആലോചിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ, ആ PBR 3 ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ആലോചിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻ സിമ്പിളാണ്, എന്നാൽ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യനും ഇതിനകത്തിലുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യന് ഒരു ശരാശരി നല്ല നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു എൻട്രൻസ് എക്സാമിനേഷന് ഒരു സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കതിലെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഓർഡറിൽ നമുക്കൊന്ന് അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കി പോകാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളിട്ടിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, മ്യൂട്ടേഷൻസ് ഇൻ പ്ലാന്റ് സെൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എന്നാണ് ചോദ്യം. ശരിയല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ അത്, നമുക്ക് ഒട്ടും പ്രയാസമില്ല. ശരിയല്ലേ? ഓപ്ഷൻ 1 കൈനറ്റിൻ ഉണ്ട്, ഓപ്ഷൻ 2 ഇൻഫ്രാറെഡ് റൈസ് ഉണ്ട്, ഓപ്ഷൻ 3 ഗാമ റൈസ് ഉണ്ട്, ഓപ്ഷൻ 4 CRT ഉണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറഞ്ഞാൽ, മ്യൂട്ടേഷൻസ് ഇൻ പ്ലാന്റ് സെൽസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ബൈ എന്ന് ചോദിച്ചാൽ കൈനറ്റിൻ ആണോ? ഒരിക്കലും അല്ല. ഇൻഫ്രാറെഡ് റൈസ് ആണോ? അതും വരുന്നില്ല. അപ്പോൾ നമ്മുടെ സിയാറ്റിനാണോ? സിയാറ്റിൻ നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലേ, പ്ലാന്റിലെ ഒരു ഹോർമോണാണ്. അപ്പോൾ അതാണോ? അതല്ല. അപ്പോൾ പിന്നെ ആൻസർ ചെയ്ത് വരും ഗാമ റൈസ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ ബബിൾ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ കയറുന്നു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അനാറ്റമിയിൽ നിന്നാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിയേ, ലിസ്റ്റ് 1 ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകളും പിന്നെ ലിസ്റ്റ് 2 ചില ടിഷ്യൂസിൻ്റെ പേരുകളുമാണ് അല്ലേ, മാച്ച് ചെയ്യാനാണ്. ഓരോന്ന് നോക്കിയേ. സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി. തീർച്ചയായിട്ടും ഈ കിടക്കുന്ന 5 ഓപ്ഷനിൽ സെൽ ഡിവിഷൻ കപ്പാസിറ്റി ഏതിനേ ഉള്ളൂ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പം A മാച്ചസ് 2 ആണ് അല്ലേ. then നോക്കിയ ടിഷ്യൂ ഹാവിങ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. അപ്പം അങ്ങനെ വരുന്ന സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂനാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും B മാച്ചസ് 4. then ടിഷ്യൂ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് വരുന്ന കോംപ്ലക്സ് ടിഷ്യൂസിനാണ് അല്ലേ. കോംപ്ലക്സ് ടിഷ്യൂസായിട്ട് വരുന്ന ആരൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം. അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഇല്ല. പക്ഷേ നോക്കിയേ, സൈലം ഫ്ലോയം ഒരുമിച്ച് പറയുന്നൊരു പേര് നോക്കിയേ, വാസ്കുലർ ടിഷ്യൂ. അപ്പോൾ വാസ്കുലർ ടിഷ്യൂ കോംപ്ലക്സ് ആയതുകൊണ്ട് ടിഷ്യൂസ് ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ. സോ C മാച്ചസ് 1. ലാസ്റ്റ് നോക്കിയാൽ ഡെഡ് സെൽസ് വിത്ത് ഹൈലി തിക്കൻഡ് വാൾസ് ആൻഡ് നാരോ ലുമൻ. ഡെഡ് സെൽസ് എന്ന് പറയുന്നത് സ്ക്ലിയറൻ ഗാമറ്റ് ടിഷ്യൂവിനാണ് ഉദ്ദേശിച്ചിരിക്കുക. അപ്പോൾ അത് ഷേപ്പ് അനുസരിച്ച് 2 ടൈപ്പ് ഉണ്ടെന്നറിയാം, ഫൈബറും സ്ക്ലറീഡ്സും. അതിനകത്ത് ഏത് ഓപ്ഷൻ അവിടെ കിടക്കുന്നത്? സ്ക്ലറീഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ക്ലറീഡ്സ് ഡെഡ് സെൽസ് ആണ്. സോ D മാച്ചസ് 3. അപ്പോൾ നോക്കിയേ, A2 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ആയി കഴിഞ്ഞു ഉണ്ടോ? B4 C1 D3. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനാറ്റമി ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലേ. എളുപ്പമല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, നമുക്ക് ബയോടെക്നോളജിയുടെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ എ PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ്റെ ആ പ്രൊസീജിയറിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്, ആ പ്രോട്ടോക്കോളിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്ക് സിംഗിൾസ് ഉണ്ടാക്കി മാറ്റണം. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചു, അത് ഡീനാച്ചുറേഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയ ഓരോ പെനൽ സ്റ്റാൻഡിലോട്ടും പ്രൈമർ വന്ന് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് അനീലിംഗ്. മൂന്നാം സ്റ്റെപ്പ് എന്താണ്? നമുക്കറിയാം പ്രൈമറിലേക്ക് ന്യൂക്ലിയോയിഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴല്ലേ പ്രൈമർ സ്റ്റാൻഡ്
അതിൻ്റെ ലെങ്ത് കൂടുന്നു. നമ്മളതിനെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സിന്തസിസ് അല്ലെങ്കിൽ ഇലോങ്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡീനാച്ചുറേഷൻ ഫസ്റ്റ്, അനീലിംഗ് രണ്ടാമത്തെ സ്റ്റെപ്പ്, 3 സിന്തസിസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. രണ്ടാമത്തെ ഓപ്ഷനിൽ ഡീനാച്ചുറേഷൻ കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ വരുമ്പോൾ തെറ്റല്ലേ അത്? പിന്നെ നമുക്ക് ഇവിടെ എക്സ്റ്റൻഷൻ ആദ്യമായിട്ട് വരുന്ന സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റല്ലേ അത്? പിന്നെ അനീലിംഗ് ഇവിടെ രണ്ടാമത് വരുന്ന സ്റ്റെപ്പ് ഇവിടെ ആദ്യം കൊടുത്തു, അതും തെറ്റല്ലേ? അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ. വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, ശരിയല്ലേ? ഡയറക്റ്റ് ഫ്രം NCERT. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 104. നോക്കിയാൽ മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 അഗെയിൻ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ലിസ്റ്റ് 1 സെക്കൻഡറി സ്ട്രക്ചറുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസുകളോ അല്ലെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റത്തിൻ്റെ പേരോ ആണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 104 ആണ്. 104ൽ മാച്ച് ദ ഫോളോയിങ്, തീർച്ചയായിട്ടും ദറ്റ് ഇസ് ഫ്രം അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. നോക്കിയാൽ ലിസ്റ്റ് 1 അല്ലെങ്കിൽ കോളം 1 ചില സെക്കൻഡറി സ്ട്രക്ചറുകളുടെ പേര് അല്ലെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റങ്ങളുടെ പേരും, ലിസ്റ്റ് 2 ആ സെക്കൻഡറി മെരിസ്റ്റങ്ങളുടെ തന്നെ വേറെ പേരുകളോ അല്ലെങ്കിൽ ആ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില ആക്സസറി പാർട്ടുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 എ ലഞ്ച് സെൽ. ലഞ്ച് സെൽ ഇതെന്തുമായിട്ട് മാച്ച് ചെയ്യുന്നു? നമുക്കറിയാം ലഞ്ച് സെൽ എന്ന് പറയുന്നത് ഫെല്ലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പെർമനന്റ് ഓപ്പണിംഗ് മെന്റ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ലഞ്ച് സെൽ മാച്ച് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. സോ എ മാച്ചസ് 3. ദെൻ കോർക്ക് ഗേമ്പിയം നമുക്കറിയാം സെക്കൻഡറി മെരിസ്റ്റമാണ്, അതിന്റെ വേറൊരു പേരാണ് ഫെല്ലോജൻ. അപ്പം ബി മാച്ചസ് 1. ദെൻ സെക്കൻഡറി കോർട്ടെക്സ് നമുക്കറിയാം ഫെല്ലോജനിൽ നിന്നും അകത്തേക്ക് ഉണ്ടാകുന്ന ഫെല്ലോഡേമിന്റെ വേറൊരു പേരാണ് സെക്കൻഡറി കോർട്ടെക്സ്. അപ്പോൾ സെക്കൻഡറി കോർട്ടെക്സ് മാച്ച് വിത്ത് ഫെല്ലോഡേം. അപ്പോൾ സി മാച്ചസ് 4 അല്ലേ? ദെൻ കോർക്ക് എന്ന് പറയുമ്പോൾ ഫെല്ലോജനിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകുന്ന സെക്കൻഡറി എപ്പിഡെർമിസ്, അതിൻ്റെ വേറൊരു പേരാണ് കോർക്ക് ഫെല്ലം. അപ്പം കോർക്ക് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാം? സ്യൂബറൻ ഡിപ്പോസിഷൻ. കാരണം നമുക്കറിയാം കോർ ഫെല്ലോ എന്ന് പറയുന്നത് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള സെക്കൻഡറി എപ്പിഡെർമിസ്, അത് ഹൈലി സ്യൂബറൈസ്ഡ് ആണ് അല്ലേ? അപ്പം കോർക്ക് മാച്ച് വിത്ത് സ്യൂബറൻ ഡിപ്പോസിഷൻ. സോ ഡി മാച്ചസ് 2. സോ A3 എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ ആയി ഉണ്ടോ? A3, B1, C4, ദെൻ D2. ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ ദ സെൻട്രൽ ഡോഗ്മ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിലെ ചോദ്യമാണ് അല്ലേ? സിമ്പിളാണ് ചോദ്യം, ഒരുപാട് കോംപ്ലിക്കേഷൻ അല്ല, നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമൊന്നും അല്ലത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എ എന്താണ്? റെപ്ലിക്കേഷൻ, ശരിയല്ലേ? എനിക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ ബി എന്തായിരിക്കും? DNA നിന്നും മെസ്സഞ്ചർ RNA ഉണ്ടാകും, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അതിനുശേഷം നമുക്കറിയാം സി എന്താണ്? mRNAയുമായിട്ട് റൈബോസോം ബൈൻഡ് ചെയ്താൽ പിന്നെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? മെയിൻ ഇവന്റ് ട്രാൻസ്ലേഷൻ. അപ്പം സി എന്താണ് വരേണ്ടത്? ട്രാൻസ്ലേഷൻ. എങ്കിൽ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണോ അതായിരിക്കണം ഡിയിൽ വരേണ്ടത്, ദാറ്റ് ഈസ് പ്രോട്ടീൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്താണ്? റെപ്ലിക്കേഷൻ, ബി എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ, സി എന്താണ്? ട്രാൻസ്ലേഷൻ ആൻഡ് ഡി പ്രോട്ടീൻ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓർഡർ വരുന്നത് റെപ്ലിക്കേഷൻ എ, ബി ട്രാൻസ്ക്രിപ്ഷൻ, സി ട്രാൻസ്ലേഷൻ ആൻഡ് ഡി പ്രോട്ടീൻ. ഓപ്ഷൻ 3 മോസ്റ്റ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. യെസ്, 106. Okay, the term used for transfer of pollen grain from the anther of one plant to the stigma of different plants which are during pollination brings genetically different type of pollen grain to the stigma is. ഇപ്പോൾ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റിൽ ടൈപ്സ് ഓഫ് പോളിനേഷൻ്റെ ടെക്നിക്കൽ ടൈംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും പോളിനേഷൻ പല ടൈപ്പ് ഉണ്ട്. ഒരു പ്ലാന്റിൽ നിൽക്കുന്ന ഫ്ലവറിൽ നിന്നും വേറൊരു പ്ലാന്റിൽ നിൽക്കുന്ന ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതാണ് റിയൽ ക്രോസ് പോളിനേഷൻ. അതിൻ്റെ ടെക്നിക്കൽ ടൈം എന്താണ്? സീനോഗമി അല്ലേ? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ പറയാം. ആൻസർ ഈസ് ഓപ്ഷൻ 1 സീനോഗമി. ഓക്കെ, ബാക്കി ആൻസറുകൾ ഓപ്ഷനൊക്കെ അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA strands on a gel stained with ethidium bromide when viewed under UV radiation appear as. നമുക്കറിയാം എഥീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DNA കാണുന്നത്, ജെല്ലിരിക്കുന്ന DNA നമ്മൾ ഏത് കളർ കാണും? ഏകദേശം ഒരു ഓറഞ്ച് കളറിലാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ലിയർ ആൻസർ യെല്ലോ ആണോ? അല്ല. ഡാർക്ക് റെഡ് ബാൻഡ് ആണോ? അല്ല. ബ്രൈറ്റ് ബ്ലൂ ബാൻഡ് ആണോ? അല്ല. അപ്പോൾ നമുക്കറിയാം ഏതാണ്? ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്. ഓപ്ഷൻ 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഒരിക്കലും പ്രയാസമില്ല. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 108. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ്. അപ്പം ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് എന്നുള്ളത് ഓർത്തുകൊണ്ട് വേണം വായിക്കാൻ. അഗെയിൻ ഫ്രം സെൽ യൂണിറ്റ് ഓഫ് ലൈഫുമായിട്ട് ബന്ധമുണ്ട്, അനാറ്റമിയുമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് നോക്കി. മച്വർ CB12 possess കോൺസ്പീക്വസ് ന്യൂക്ലിയസ് ആൻഡ് യൂഷ്വൽ സൈറ്റോപ്ലാസ്മിക് ഓർഗനൽ.
തെറ്റായില്ലേ? എന്തുകൊണ്ടാണ്? മച്ചൂർ CV2വിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഇല്ല. മച്ചൂർ CV2 എ ന്യൂക്ലിയേറ്റഡാണ്, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ് അല്ലേ? ഇപ്പം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ തെറ്റി. അടുത്തത് മൈക്രോബോഡീസ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ശരിയാണ് അല്ലേ? നമ്മൾ മൈക്രോബോഡി പഠിക്കുന്നുണ്ട്, പെറോക്സിസം, ക്ലൈക്സിസം, പിറോസം. അതിനകത്ത് പെറോക്സിസം എങ്കിലും രണ്ടിടത്തും ഉള്ളതാണ്. ദെൻ പെരിന്യൂക്ലിയർ സ്പേസ് ഫോംസ് എ ബാരിയർ ബിറ്റ്വീൻ ദ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം. ശരിയാണ്. അടുത്ത നോക്കിയേ, ന്യൂക്ലിയർ പോർട്സ് ആക്ട് ആസ് എ പാസേജ് ഫോർ പ്രോട്ടീൻസ് ആൻഡ് RNA മോളിക്യൂൾ ഇൻ ബോത്ത് ഡയറക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ 1. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. ക്ലിയർ? യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്പൈറ്റ് ഓഫ് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ ഇൻ നേച്ചർ, വിച്ച് മെക്കാനിസം ദി കോമ്പറ്റിംഗ് സ്പീഷീസ് മൈറ്റ് ഹാവ് ഇവോൾവ്ഡ് ഫോർ ദെയർ സർവൈവൽ? നല്ലൊരു ചോദ്യമാണ് അതല്ലേ? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടും ചിന്തിക്കേണ്ടി വരും അല്ലേ? എന്നാലും നമ്മൾ പഠിച്ചു, നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം അല്ലേ? ഏതായിരിക്കും ആൻസർ? നമുക്ക് ഡയറക്റ്റഡ് ആൻസർ പോകാം. ഫസ്റ്റ് ഓപ്ഷൻ റിസോഴ്സ് പാർട്ടീഷനിങ്. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ, റൈറ്റ് ആൻസർ ഓപ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വേഗം കയറാം. യെസ്. സോ 110. ഓക്കെ, ജെമ്മെ ആർ പ്രസൻറ്റ് ഇൻ എന്നാ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ അല്ലേ? പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന രണ്ടാമത്തെ ഡിവിഷനായ ബ്രയോഫൈറ്റിൽ അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സായി ലിവർ വെഡ്സ് അല്ലേ? ആ ലിവർ വെഡ്സിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി കാണുന്ന ഒരു സ്ട്രക്ചറാണ് ജെമ്മെ. അത് എല്ലാ ലിവർ വെഡ്സിലും ഇല്ല. പിന്നെയോ മോസ്റ്റ് ഓഫ് ദി ലിവർ വെഡ്സ് ലൈക്ക് മാർക്കാൻഷ്യ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജെമ്മെ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിൻ്റെ ലിവർ വെഡ്സിലേ ഉള്ളൂ. ഇസറ്റ്? അപ്പോൾ അത് വെച്ച് നോക്കാം. ജെമ്മെ ആർ പ്രസൻറ്റ് ഇൻ മോസസ് ഒരിക്കലും വരികയില്ല. ബ്രയോഫൈറ്റ് രണ്ടാമത്തെ ക്ലാസ്സിൽ ജെമ്മയൊന്നുമില്ല. ടെറിഡോഫൈറ്റിൽ ഒരിക്കലും ജെമ്മയില്ല. ജിംനോസ്പെംസിൽ ജെമ്മയില്ല. പിന്നെ എവിടെ വരും? ഉണ്ടോ? സം ലിവർ വെഡ്സ് ലൈക്ക് മാർക്കാൻഷ്യ. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ആൻസർ ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നല്ലേ നമ്മുടെ ചോദ്യം. അകത്തേത് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. നമുക്കറിയാം പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ നമുക്ക് എക്സാമ്പിൾ ഏതാ കൊടുക്കുന്നത്? പൊമാറ്റോ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം എയ്ക്ക് 2 വരേണ്ടത് 2 ആണ് വരേണ്ടത് അല്ലേ? എയ്ക്ക് 2 വരുന്നത് ഇവിടെ ഓരോ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഉത്തരം വേഗം കിട്ടും. നമുക്ക് അടുത്തത് നോക്കാം. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിൻ്റെ ബാക്ക് ബോൺ, ഒരു സെല്ലിന് വളരാനുള്ള ന്യൂട്രിയൻ മീഡിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്ലാന്റ് സെല്ലിന് വളർന്ന് പുതിയൊരു ഇൻഡിവിജ്വലായിട്ട് മാറാനുള്ള ഇൻബോൺ എഫിഷ്യൻസി ഉണ്ട്. സെല്ലിൻ്റെ ആ ഇൻബോൺ എഫിഷ്യൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ടോട്ടിപൊട്ടൻസി. എങ്കിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന് ചേരുന്നത് എന്താണ്? ടോട്ടിപൊട്ടൻസി. അപ്പോൾ നമ്മൾ പറയും ബിക്ക് ചേരുന്നത് 1 അല്ലേ? അടുത്തത് മെരിസ്റ്റം കൾച്ചർ. നമ്മൾ എന്തിനാണ് മെരിസ്റ്റത്തിനെ കൾച്ചർ ചെയ്യുന്നത്? മെരിസ്റ്റത്തിലെ വൈറസുകൾ ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ മോസ്റ്റ് നമുക്ക് അപ്ലൈ ആവുന്നത് ഏത് കൾച്ചർ ടെക്നിക്കാണ്? ദാറ്റ് ഈസ് മെരിസ്റ്റം കൾച്ചർ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് വൈറസ് ഫ്രീ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം സിക്ക് ചേരുന്നത് 4 ആണ്. എങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ നമുക്ക് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുണ്ട്. അത് നമുക്ക് അതനുസരിച്ച് നമുക്ക് പറയാം സോമാക്ലോൺ അതിന് ചേരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്ത് വരും. എക്ക് ചേരുന്നത് 2, ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആൻസർ ഉണ്ട് ഇവിടെ അല്ലേ? ബിക്ക് ചേരുന്നത് 1, സിക്ക് ചേരുന്നത് 4, ഡിക്ക് ചേരുന്നത് 3. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ 112ലേക്ക് വന്നേ. ജെനറ്റിക്സിൽ നിന്നുമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. Production of gametes by the parents, formation of zygote. The F1 and F2 plants can be understood from a diagram called. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് ക്വസ്റ്റ്യൻ ഇച്ചിരി ഇൻഡയറക്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുവാണ്. ഒരു പേരൻറ്റ് ഫോം ചെയ്യുന്ന ഗമീറ്റുകളുടെ ജീനോടൈപ്പ് കാണിക്കാനും പേരൻസ് മേറ്റ് ചെയ്തുകൊണ്ടാകുന്ന ഓസ്പ്രിങ്സുകളുടെ ജീനോടൈപ്പ് ഫീനോടൈപ്പ് കാണിക്കാനായിട്ട് RC പുന്നറ്റ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തൊരു പിക്ടോറിയൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ പേരെന്താണ്? തീർച്ചയായിട്ടും ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ചേർത്ത് ഡയറക്റ്റ് ആൻസറാണ്. വാട്ട് ഇസ് ഇറ്റ്? പുന്നറ്റ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ, ഈ ബാക്കി കിടക്കുന്ന ഓപ്ഷൻസുകളൊന്നും നമുക്ക് ബയോളജിയുമായിട്ട് ബന്ധമുള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് മാത്രം വന്നാൽ മതി. സോ നോ ഡൗട്ട് ആൻസർ ഈസ് ഓപ്ഷൻ 3, പുന്നറ്റ് സ്ക്വയർ. ഓക്കെ, യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ജെനീറാലക്, സിലാജനല്ല ആൻഡ് സെൽവീരിയ. 2 എക്സാമ്പിൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ NCERT-യിലുണ്ട്. പ്രൊഡ്യൂസ് 2 kinds ഓഫ് സ്പോർട്സ്. അപ്പോൾ 2 ടൈപ്പിലെ സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഹെട്രോസ്പോറസ് ആണ്. മൈക്രോസ്പോറിനെയും പ്രൊഡ്യൂസ് ചെയ്യും, മെഗാസ്പോറിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ടത് ഹെട്രോസ്പോറസ് എന്നാണ് ആൻസർ വരേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും ഹെട്രോസോറസ് എന്നൊരു ഓപ്ഷനിൽ കൺഫ്യൂഷൻ അടിക്കരുത്. ഹെട്രോസോറസ് അല്ല, ഓപ്ഷൻ ശരിക്കും നോക്കണം. ഹെട്രോസ്പോറസ് ആണ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്. സോ 114 നോക്കിയേ.
the amount of nutrients such as carbon, nitrogen, phosphorus and calcium present in the soil at any given time is called. തീർച്ചയായിട്ടും ഡയറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഇസ് ഫ്രം എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഏതാണ് ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്? ഈ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് സ്റ്റാൻഡിങ് റോപ്പും ആണ്. അപ്പം എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ എ ഗിവൺ ടൈം എന്താണ്? തീർച്ചയായിട്ടും സ്റ്റാൻഡിങ് സ്റ്റേറ്റ് വാല്യൂ ആണ് അല്ലേ? ഓപ്ഷൻ 3 ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരാം. നമുക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ ചോദ്യമാണ്. അമൻസാലിസം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? സ്പീഷീസ് എ നമുക്ക് കൊടുത്തിരിക്കുന്നു, ഏതാണ്? മൈനസ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. ദെൻ സ്പീഷീസ് ബി എന്താ കൊടുത്തിരിക്കുന്നത്? 0. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയാൽ സ്പീഷീസ് എ കൊടുത്തിരിക്കുന്നത് പ്ലസ് സൈനല്ലേ കൊടുത്തിരിക്കുന്നത്. അടുത്തതിൽ സ്പീഷീസ് ബിയും പ്ലസ്. ഒരിക്കലും വരുമോ? അത് രണ്ടും പോസിറ്റീവായിട്ട് സൈൻ കൊടുത്താൽ വരുമോ? അമൻസാലിസം വരുമോ? ഇല്ല. സ്പീഷീസ് എ വീണ്ടും മൈനസ്, അടുത്തതിൽ സ്പീഷീസ് ബി വീണ്ടും മൈനസ് സൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് വരുമോ? ഇല്ല. നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് വരുന്നില്ല. ദെൻ സ്പീഷീസ് എ പോസിറ്റീവ്, ദെൻ സ്പീഷീസ് ബി കൊടുത്തിരിക്കുന്നത് 0. അത് വരുമോ? അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ട് ചേരുന്ന ഏതാണ്? സ്പീഷീസ് എ നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നു, മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നു. സ്പീഷീസ് ബി 0. അപ്പോൾ ഉള്ളതിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. സോ 116 match the list 1 with the list 2. തീർച്ചയായിട്ടും ഇത് അഗൈൻ ഫ്രം ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് മൈറ്റ് ബി ട്രാൻസ്പിറേഷൻ പുള്ളുമായിട്ട് ബന്ധപ്പെട്ട് സൈലന്റ് ട്യൂബിലൂടെ വാട്ടർ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ചില ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ റൂട്ട് പ്രഷറിൻ്റെയൊക്കെ ഫിനോമിന വഴിയുള്ള ചില ഇമ്പാക്റ്റുകളാണ് ഇവിടെ ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ലിസ്റ്റ് 2 അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷൻ അങ്ങോട്ട് കോറിലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് അല്ലേ? ഗട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് പ്രഷറിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ലീഫിലൂടെ ലിക്വിഡ് ഫോമിൽ വെള്ളം പുറത്തോട്ട് പോകുന്നതാണ് അല്ലേ? അപ്പോൾ നോക്കി ഗട്ടേഷനാണ് ഇതിനകത്ത് മാച്ച് ചെയ്യുന്നത് ഏതാ? വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ് എന്ന് പറയാം അല്ലേ? ഇപ്പോൾ D മാച്ചസ് 3 വരണം. അപ്പോൾ അങ്ങനെ ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഇത് 2. ഇനി ബാക്കി നമുക്ക് നോക്കാം. കൊഹിഷൻ എന്നതാ? കൊഹിഷൻ്റെ അർത്ഥം തന്നെ സെയിം ടൈപ്പ് മോളിക്യൂളുകൾ അട്രാക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് കൊഹിഷനോട് മാച്ച് ചെയ്യുന്നത് ദ മ്യൂച്വൽ അട്രാക്ഷൻ എമോങ് വാട്ടർ മോളിക്യൂൾസ്. സോ A മാച്ചസ് 2 അല്ലേ? നോക്കിയാൽ അതും ഒരുപോലെയാണ്. കണ്ടെന്നപ്പോൾ ഒരുപോലെയാണ്. വീണ്ടും അടുത്ത് നോക്കി അഡിഗഷൻ. നോക്കി അഡിഗഷൻ എന്ന പേജ് വരും അട്രാക്ഷൻ ടുവേഡ്സ് പോളാർ സർഫസ്. അപ്പം B മാച്ചസ് 4 വരണം. സോ A2B4. അപ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. അപ്പം മൂന്നാമത്തെ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്നതാ? മോർ അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ്. സോ C മാച്ചസ് 1. സോ കൊഹിഷൻ മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ് A മാച്ചസ് 2. അഡിഗഷൻ എന്ന് പറയുന്ന അട്രാക്ഷൻ ടുവേഡ്സ് പോളാർ സർഫസ് B മാച്ചസ് 4. Then surface tension more attraction in liquid phase. So C matches 1. Guttation water loss in liquid phase D matches 3. അല്ലേ? So A2 B4 ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 1 ക്ലിയർ. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റിൽ നിന്നാണ് അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകും. ഓക്കെ, നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് PCR പോളിമർ ചെയിൻ റിയാക്ഷനിൽ ആപ്ലിക്കബിൾ അല്ലാത്തത് എന്താണോ അതാണ് നമുക്ക് ആൻസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത് മോളിക്കുലർ ഡയഗ്നോസിസ്, അതതിൻ്റെ ഒരു 1 ഓഫ് ദി ആപ്ലിക്കേഷനായിട്ട് പറയാം അല്ലേ? അടുത്തത് ജീൻ ആംപ്ലിഫിക്കേഷൻ, അതതിൻ്റെ സ്പെസിഫിക് ടാർഗറ്റ് ഫംഗ്ഷൻ ആണല്ലോ. ദെൻ ഡിറ്റക്ഷൻ ഓഫ് ജീൻ മ്യൂട്ടേഷൻ, അതിൻ്റെ ഒരു 1 ഓഫ് ദി ആപ്ലിക്കേഷനായിട്ട് വരും അല്ലേ? അപ്പോൾ അതൊന്നും അല്ലാത്തത് ഏതാണ്? സോ പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ. പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് PCR ആപ്ലിക്കേഷനിൽ വരാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. So 118. Like during the purification process for recombinant DNA technology, addition of chilled ethanol precipitate out. നമുക്കറിയാം ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്പർ 1 ഓഫ് DNA ടെക്നോളജിയിൽ നമ്മൾ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ കൊടുത്ത് പ്രോട്ടോപ്ലാസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമുക്കറിയാം DNA ഒഴികെ ബാക്കി മോളിക്യൂൾസിനെ ഒക്കെ ഇല്ലെന്നാക്കുന്ന എൻസൈംസ് കൊടുത്ത് നമുക്ക് ഒരു ഹോമോജിനസ് മാസ് കിട്ടും. അപ്പോൾ അതിനകത്ത് DNA മാത്രമാണ് ഇരിക്കുക. DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ടെസ്റ്റ് ബിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്, സ്ട്രക്ചറാണ് എന്ത്, അല്ലെങ്കിൽ കെമിക്കലാണെന്ത്, ചിൽഡ് എഥനോൾ. അപ്പം ചിൽഡ് എഥനോൾ കൊടുക്കുമ്പോൾ എന്താ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? നോ ഡൗട്ട് DNA അല്ലേ? ഇപ്പോൾ DNA ഒഴികെ ബാക്കിയുള്ള ഈ മോളിക്യൂൾസുകളൊക്കെ നമ്മൾ ഹൈഡ്രോളൈസസ് എൻസൈംസുകൾ കൊടുത്ത് ഇല്ലെന്നാക്കുന്നു. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഏതാ? ഡയറക്റ്റ് ആൻസർ DNA. സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. In the equation GPP minus R is equal to NPP, that is R represent, ഇവിടുത്തെ R ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഡയറക്റ്റ് ഫ്രം NCERT. നമുക്കറിയാം റെസ്പിറേഷൻ ലോസസ്. ഓപ്ഷൻ 4. അവിടെ നമുക്ക് വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന്. സോ 120 നോക്കി.
ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് CO2 ഫിക്സേഷൻ ഇൻ സ്വർഗം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം സ്വർഗം എന്ന് പറയുന്നൊരു C4 പ്ലാന്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് എന്താണ്? C4 പ്ലാന്റിൽ ഫിക്സേഷൻ്റെ പ്രൊഡക്റ്റ് അതാണ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. നമുക്കറിയാം C3 പ്ലാന്റിലാണെങ്കിൽ ഫിക്സേഷൻ പ്രൊഡക്റ്റ് എന്താണ്? 3 കാർബൺ കോമ്പൗണ്ടായ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് അല്ലേ. C4 പ്ലാന്റ്സുകളിൽ ഫിക്സേഷൻ പ്രൊഡക്റ്റ് ആരാണ്? തീർച്ചയായിട്ടും ഓക്സോലോസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന C4 ആസിഡ് ആണ് അല്ലേ. റിയാക്ഷൻ ബിറ്റ്വീൻ CO2 ആൻഡ് PP പ്രൊഡ്യൂസസ് ഓക്സലോസിറ്റിക് ആസിഡ് C4 അല്ലേ. അപ്പം സ്വർഗം C4 പ്ലാന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേബിൾ പ്രൊഡക്റ്റ് അപ്പോൾ ഏതാണ്? ഓക്സലോസിറ്റിക് ആസിഡ്. ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഓക്കെ, ഫ്രം ഫോട്ടോസിന്തസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽഗെ പ്രൊഡ്യൂസ് കെരാജീൻ ഡയറക്റ്റ് ഫ്രം NCERT ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം? നോക്ക്, കെരാജീൻ കിട്ടുന്ന ഏതാണ്? റെഡ് ആൽഗെ എന്നാണ്, റോഡോഫീസ് ആൽഗെ എന്നല്ലേ. സോ സ്ട്രൈറ്റ് ആൻസർ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ 3 റെഡ് ആൽഗെ അല്ലേ. ഇവിടെ ഒന്നും നമുക്കൊന്നും ആലോചിക്കാനില്ല, വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന്. 122 നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? അപ്പം എക്കോളജിക്കൽ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട സെന്റൻസുകളാണ്. നമുക്ക് നോക്കാം. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഇസ് ജനറലി ഇൻവേർട്ടഡ്. ശരിയല്ലേ? കാരണം നമുക്കറിയാം സി എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ അവരുടെ എണ്ണം കൂടുതലാണെങ്കിലും ബയോമാസ് എടുക്കുമ്പോൾ വളരെ കുറവാണ്, അതിനേക്കാൾ കൂടുതൽ കൺസ്യൂമേഴ്സിന് വരും. അപ്പം തീർച്ചയായിട്ടും പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഇൻവേർട്ടഡ് ശരിയാണ്. ദെൻ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഇസ് ജനറലി അപ്രൈറ്റ്. അപ്പോൾ ഇതായാലും തെറ്റുമല്ലോ അല്ലേ. ദെൻ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. നമുക്കറിയാം പിരമിഡ് ഓഫ് എനർജി ഏത് എക്കോസിസ്റ്റം എടുത്താലും അപ്രൈറ്റ് ആണ്, അപ്പോൾ ഇത് ശരിയാണ്. ദെൻ പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ഈസ് ഓൾസോ അപ്രൈറ്റ്. ശരിയാണ്, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സോ മെനി ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഷീസ് ഓഫ് ഹെർബേഷ്യസ് പ്ലാന്റ്സുകൾ വരും, അപ്പോൾ അത് അപ്രൈറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസ് ഏതാണ്? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി ഇസ് ജനറലി അപ്രൈറ്റ് തെറ്റാണ്, കാരണം അത് ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, സോ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഫ്രം എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നോക്കാം. ഒരു മാച്ച് ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, നമുക്ക് നോക്കാം. ക്രിസ്റ്റേ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിളാണ്. ക്രിസ്റ്റേ എന്താണ്? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെമ്പറൈൻ്റെ ഇൻഫോൾഡുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാം ക്രിസ്റ്റേക്ക് ചേരുന്നത് എന്താണ് ഇവിടെ? ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺട്രിയ. എക്ക് നമുക്ക് 3 കൊടുക്കാം. ശരിയല്ലേ? ഇനി തൈലക്കോഡ്സ് നമുക്കറിയാം. തൈലക്കോഡുകൾ എന്താണ്? നമുക്കറിയാം ഫ്ലാറ്റൻഡ് മെംബ്രേനിയസ് സാക്കിൻ സ്ട്രോമ ഓഫ് പ്ലാസ്റ്റിക്, എസ്പെഷ്യലി ക്ലോറോപ്ലാസ്റ്റിനകത്തിലെ ഫ്ലാറ്റൻഡ് സിംഗിൾ മെംബ്രെയിൻ ബോണ്ടഡ് സാക്ലെസ് സ്ട്രക്ചറാണ്. അപ്പോൾ തൈലക്കോഡിന് നമുക്ക് 4 കൊടുക്കാം. ഇനി സെൻട്രോമിയർ നമുക്കറിയാം, നമുക്ക് എന്താ? പ്രൈമറി കൺസ്ട്രക്ഷൻ ഇൻ ക്രോമസോം, അതല്ലേ നമ്മൾ സെൻട്രോമിയർ എന്ന് കൂടി വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിക്ക് 1 കൊടുക്കാം. ദെൻ സിസ്റ്ററിനെ നമുക്കറിയാം, ഇവിടെ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നമുക്കറിയാം ഡിസ്ക് ഷേപ്ഡ് സാക്ക് ഇൻ ഗോൾജി അപ്പാരറ്റസ്. നമുക്ക് NCERTയുടെ ബാക്കിലെ എക്സസൈസിലുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്ററിനേക്ക് ചേരുന്നത് 2 ചേരും. അപ്പോൾ നമുക്ക് എക്ക് 3 വരണം. എക്ക് 3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. തൈലക്കോഡ് 4 കറക്റ്റ് അല്ലേ? സെൻട്രോമിയർ 1, സിസ്റ്ററിനെ 2. സോ ആൻസർ ഓപ്ഷൻ 3. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 124. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇൻ പ്ലാന്റ്? ബയോമോളിക്യൂളിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനകത്തൊരു ബോക്സിൽ വെറൈറ്റി ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് എക്സാമ്പിൾ അല്ലേ. അപ്പോൾ അതിനകത്ത് സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുക. നോക്കിയേ, മോർഫീൻ, കോഡീൻ, വിൻബ്ലാസ്റ്റിൻ, കുക്കുറുമിൻ, റബ്ബർ, ഗംസ് ഒക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റുകളാണ്. അപ്പോൾ സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലാത്തത് ഇതിനകത്ത് ഏതാ? അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും. ഇവരൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റുകളാണ്. പ്രൈമറി മെറ്റബോളൈറ്റ് ആയതുകൊണ്ടാണ് ഈ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ നമുക്കും ഉണ്ട് അല്ലേ. പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ആനിമൽസിനും പ്ലാന്റ്സിനും ഉണ്ട്. സെക്കൻഡറി മെറ്റബോളൈറ്റുകൾ പ്ലാന്റ്സിനേ ഉള്ളൂ, ആനിമൽസിനൊന്നും ഒരിക്കലും ഇല്ല. അപ്പോൾ ഇവിടെ പ്രൈമറി മെറ്റബോളൈറ്റ് ആയിട്ട് വരുന്നത് പറഞ്ഞാൽ സെക്കൻഡറി അല്ലാത്തത് നോ ഡൗട്ട് അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസ്. ബയോമോളിക്യൂൾ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പേജിൽ വ്യക്തമായിട്ട് എക്സാമ്പിൾ എല്ലാം കിടപ്പുണ്ട്. സോ ഡയറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽഗെ കണ്ടെയ്ൻസ് മാനിറ്റോൾ ആസ് റിസർവ് ഫുഡ് മെറ്റീരിയൽ? നമുക്കറിയാം ഈ ലാമിനാരിൻ, മാനിറ്റോളൊക്കെ ഏത് ഗ്രൂപ്പ് ഓഫ് ആൽഗയുടെ റിസർവ് ഫുഡായിട്ട് വരും? ബ്രൗൺ ആൽഗയുടെ, ഫിയോക്സിൻ ഗ്രൂപ്പ് ഓഫ് ആൽഗയുടെ. തന്നിരിക്കുന്നതിൽ നമുക്ക് നോക്കാം ബ്രൗൺ ആൽഗ ഏതാണെന്ന്. എക്ടോകാർപ്പസ്. നിങ്ങൾ നോക്കിയേ, എക്ടോകാർപ്പസ് ഉണ്ട്, ഇവിടെ ഗ്രാസിലേറിയ ഉണ്ട്, വോൾവോക്സ് ഉണ്ട്, യുലോത്രിക്സ് ഉണ്ട്. യുലോത്രിക്സ് ഗ്രീൻ ആൽഗയാണ്. ദെൻ വോൾവോക്സ് അഗെയിൻ ഗ്രീൻ ആൽഗയാണ്. ദെൻ ഗ്രാസിലേറിയ റെഡ് ആൽഗയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒരേ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഫിയോഫേസിയൻ ബ്രൗൺ ആൽഗ, ദാറ്റ് ഈസ് എക്ടോകാർപ്പസ് അല്ലേ. വളരെ സിമ്പിളായ ചോദ്യം. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന്. 126 നോക്കിയേ, ഫ്രം റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്. ആ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അബ്സല്യൂട്ട്ലി ഫ്രം NCERT ബുക്ക്. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മച്യൂരിറ്റി. നമുക്കറിയാം എംബ്രിയോസാക് ഓർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്
മെഗാസ്പോറിൽ നിന്നും സക്സസീവായിട്ട് 3 മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന സ്ട്രക്ചറാണ്. നമുക്കറിയാം ആദ്യം അവിടെ ക്യാരിയോകൈനസിസ് മാത്രമാണ്, അല്ല അവിടെ മൊത്തം 8 ന്യൂക്ലിയസ് ഉണ്ടാകും. അത് 3 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യും. എന്നിട്ടാണ് പെരിഫറിയിൽ നിന്ന് സൈറ്റോകൈനസ് നടന്നിട്ട് അത് അൾട്ടിമേറ്റ്ലി 7 സെൽഡ് ആകുന്നു. അപ്പോൾ സെൻട്രൽ സെല്ലിൻ്റെ അകത്ത് മാത്രം 2 ന്യൂക്ലിയസ് അല്ലേ. അപ്പം മച്ചുവർ എംബ്രിയോസാക് ഓർ മച്ചുവർ ഫീമെയിൽ ഗാമിറ്റ് ഓഫ് ഫെറ്റ് ഓഫ് ആൻജിയോസ്പേം ന്യൂക്ലിയസിൻ്റെ ആണ് 8, ഒരു സംശയമില്ല. പക്ഷെ എത്ര സെല്ലേ ഉള്ളൂ? 7. സോ വാട്ട് എ ഡയറക്റ്റ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് 8 ന്യൂക്ലിയറ്റ് ആൻഡ് 7 സെൽ അല്ലേ. ഡയറക്റ്റ് ആൻസർ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഡൈ അഡൽഫസ് സ്റ്റേമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ഡയറക്റ്റ് ഫ്രം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. ആൻസർ ഈസ് പി. ശരിയല്ലേ? നമുക്ക് ഒന്നും ആലോചിക്കാനില്ല ഇവിടെ, ഡയറക്റ്റ് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 3 ആണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 128. നോക്കിയാൽ when gene targeting involving gene amplification is attempted in an individual's tissue to treat a disease, it is known as. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ചില ജീനുകൾ ഫാൾട്ടി ജീനായപ്പം ആ ജീനുകളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ ജീൻ ഒരു ഹെൽത്തി പേഴ്സണിൽ നിന്ന് എടുത്ത് മേ ബി ആ ജീനിനെ നമുക്കൊന്ന് ആംപ്ലിഫൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം വീണ്ടും നമ്മൾ ഡിസീസ് ഉള്ള ആളിലേക്ക് കൊടുക്കുന്ന ടെക്നോളജിയുടെ പേരാണ് ചോദിച്ചിരിക്കുക അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണ്? ഡയറക്റ്റ് ആൻസർ ജീൻ തെറാപ്പി. വേറെ ഒന്നും വരികയല്ലോ. ബയോപയർസി ഒക്കെ ഡിഫറൻ്റ് ആണ്. മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറയുമ്പം നമ്മളൊരു പാത്തോജൻ്റെ പ്രസൻസ് ഒക്കെ എയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് വേറെ ആൾ ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജീൻ തെറാപ്പി എന്ന ഡയറക്റ്റ് ആൻസർ അല്ലേ. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻവോൾവ്സ് ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ? മിയോസിസ് ആണ്. അപ്പോൾ സെൻട്രോമിയർ ഡിവിഷൻ നടക്കുന്നത് ഇവിടെ മാത്രമാണ് മിയോസിസ് 2-ലെ അനാഫേസ് 2-ൽ മാത്രമാണ് നടക്കുന്നത്. ശരിയല്ലേ? അനാഫേസ് 1-ൽ ഹോമോലോഗസ് ക്രോമസോമുകളുടെ സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ അത് ഏത് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ? അനാഫേസ് 2-ൽ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ 3 അനാഫേസ് 2 ഈസ് ദി ആൻസർ. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 130. സോ ഫ്രം പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Plants follow different pathways in response to environment or phase of life to form different kinds of structures. This ability is called. അല്ല നമുക്കറിയാം ഹാബിറ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടും എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചില ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് റെസ്പോൺസ് പ്ലാന്റ്സിൽ വരുമ്പോഴാണ് ഇപ്പോൾ ചില പ്ലാന്റ്സുകളിൽ വെള്ളത്തിനടി വരുന്ന പ്ലാന്റ്സിൻ്റെ വെള്ളത്തിനടി വരുന്ന സ്റ്റെമ്മയിൽ കാണുന്ന ലീഫിൻ്റെ പാറ്റേൺ അല്ല വെള്ളത്തിന് മുകളിൽ കാണുന്ന സ്റ്റെമ്മയിൽ ലീഫൊക്കെ വരിക. അപ്പോൾ അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പാത്വേസ് ലൈഫ് സൈക്കിളിൽ കാണിക്കുന്ന സ്പെഷ്യൽ എബിലിറ്റിക്ക് പറയുന്ന പേരെന്നതാ? അതാണ് പ്ലാന്റ്സിൻ്റെ പ്ലാസ്റ്റിസിറ്റി അല്ലേ. തീർച്ചയായിട്ടും ഡയറക്റ്റ് ആൻസറാണ് പ്ലാസ്റ്റിസിറ്റി. അല്ലാതെ ഫ്ലെക്സിബിലിറ്റിയോ എലാസ്റ്റിസിറ്റിയോ ഒന്നുമല്ല. ഒരു പരിധിവരെ ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ടെക്നിക്കൽ ടൈം ഇസ് വാട്ട്? പ്ലാസ്റ്റിസിറ്റി. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ 3 ഇസ് ദി ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് ഈസ് മോണീഷ്യസ്? മോണീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റ് ബോഡിയിൽ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്താൽ നമ്മൾ വിളിക്കും കണ്ടീഷൻ മോണീഷ്യസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. കാരിക്ക പപ്പായ പ്ലാന്റ് സയൻറ്റിഫിക് നെയിമാണ്. പപ്പായ പ്ലാന്റ് എന്താണ്? ഡൈഷ്യസ് ആണ്. നമുക്ക് റീപ്രൊഡക്ഷൻ പ്ലാന്റിനകത്തിലുണ്ട്, ആ ചാപ്റ്ററിലുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം പപ്പായ ഡൈഷ്യസ് ആണ്. ദെൻ മാർക്കാൻഷ്യ അഗെയിൻ നമുക്ക് ഫിഗർസ് നമുക്ക് ഇൻസൈഡ് ബുക്കിലുണ്ട്. മാർക്കാൻഷ്യയുടെ ഒരു താലസിൽ ആന്ത്രീഡിയം, വേറൊരു താലസിലാണ് ആർച്ചിയോണിയം. അത് തീർച്ചയായിട്ടും എന്താണ്? ഡൈഷ്യസ് ആണ്. ദെൻ സൈക്കസ് സെർസിനാലിസ്. സൈക്കസിൻ്റെ സയൻറ്റിഫിക് നെയിം ഫുള്ളായിട്ട് കൊടുത്തിരുന്നു മാത്രമേ ഉള്ളൂ. സൈക്കസ് ഓൾസോ ഡൈഷ്യസ്. ശരിയല്ലേ? അതിൻ്റെ മെഗാസ്പോറോഫിലും മൈക്രോസ്പോറോഫിലും പ്രത്യേകിച്ച് നമുക്കറിയാം മെയിൽകോൺ ഒരു പ്ലാന്റിൽ അതിൻ്റെ മെഗാസ്പോറോഫിൽ ഡിഫറെൻറ്റ് പ്ലാന്റിലാണ്. സോ സൈക്കസ് ഡെഫിനറ്റ് ആയിട്ടും ഡൈഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം മോണീഷ്യസ് ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഖാരയുടെ താലസിൽ ബോത്ത് ആന്ത്രീഡിയം and Ogonium are developed on same thallus. So answer is Khara. That is a monoecious plant. Okay, നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. So 132 again from the unit of life. When the centromere is situated in the middle of two equal arms of chromosome, the chromosome is referred as. എന്നാ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്കറിയാം സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ച് ക്രോമസോംസുകൾ 4 ടൈപ്പ് ഉണ്ട്. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോ ആൻഡ് ടീലോസെൻട്രിക് അല്ലേ. അപ്പോൾ അതിനകത്ത് സെൻട്രോമിയർ കറക്റ്റ് സെൻട്രൽ വരിക. അപ്പോൾ 2 ആംസുകളും നല്ല ഈക്വൽ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെ അവർക്ക് വി ഷേപ്ഡ് അപ്പിയറൻസ് വരുന്ന ക്രോമസോം അതല്ലേ മോസ്റ്റ് കോമൺ. അപ്പോൾ അങ്ങനെ സെൻട്രോമിയർ കറക്റ്റ് സെൻട്രിൽ വന്ന് 2 ആംസുകൾ ഈക്വൽ ആയിട്ട് വരുന്ന ക്രോമസോം ഏതാണെന്നല്ലേ ക്വസ്റ്റിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ഏതാണ്? മെറ്റാസെൻട്രിക് അല്ലേ. ഡയറക്റ്റ് എൻസിആർടി ബുക്ക് ദ യൂണിറ്റ് ഓഫ് ലൈഫ് ന്യൂക്ലിയസിൻ്റെ കൂടെ കിടപ്പുണ്ട്. സോ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം.
നോക്കാം. ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോ പീരിയോഡിസം. നമുക്ക് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റായിട്ട് ഇൻസൈറ്റിലുള്ള കാര്യമാണ്. നമുക്കറിയാം ലൈറ്റിൻ്റെ പെർസെപ്ഷൻ എങ്ങോട്ട് മാത്രമാണ് വരുന്നത്, ലീഫിലേക്കാണ്. സോ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 4, ലീഫാണ് നമ്മുടെ ആൻസർ. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, 134. The factor that leads to founder effect in a population is, അത് സുവോളജി പാർട്ടാണ്, ക്വസ്റ്റ്യൻ കയറി വന്നിരിക്കുന്നതാണ് കേട്ടോ. സുവോളജിയിൽ അതിൻ്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സോ ദ പ്ലാന്റ് ഹോർമോൺ യൂസ്ഡ് ടു ഡിസ്ട്രോയ് വീഡ്സ് ഇൻ ഫീൽഡീസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഏതോ ഒരു പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഫിസിയോളജിക്ക് പഠിക്കുമ്പം അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റായിട്ട് പഠിക്കുന്നുണ്ട് ഏതോ ഒരു ഹോർമോണിൻ്റെ സിന്തറ്റിക് ഫോം ദാറ്റ് വി ആർ യൂസിങ് ആസ് സെലക്റ്റീവ് വീഡിസൈഡ് അല്ലേ. ഇപ്പം വീഡിസൈഡായിട്ട് ഉപയോഗിക്കുന്ന ലോൺ മാനേജ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണെന്നല്ലേ ക്വസ്റ്റിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഏതാണ്, ഓക്സിൻ്റെ സിന്തറ്റിക് ഫോമായ 2,4-D. അപ്പം പ്ലാന്റ് ഹോർമോൺ യൂസ്ഡ് ഫോർ ഡിസ്ട്രോയിങ് ദ വീഡ്സ്, ദറ്റ് ഈസ് യൂസ്ഡ് ആസ് വീഡിസൈഡ്. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 2,4-D അല്ലേ. ഇൻഡോളസെറ്റിക് ആസിഡും IBA ഒക്കെ നാച്ചുറൽ ഫോം ഓഫ് ഓക്സിനാണ്. NA വീണ്ടും സിന്തറ്റിക് ഫോമാണ്. പക്ഷേ ഇതിനകത്ത് വീഡിസൈഡ് ആക്ഷൻ ആർക്കേ ഉള്ളൂ, ഓൺലി 2,4-D. എല്ലാം ഓക്സിനാണ്, പക്ഷേ 2,4-D is the answer. ഓക്കെ, സോ ഓപ്ഷൻ 3 ഡയറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ കോളമാണ്. നമ്മൾ സെക്ഷൻ B സ്റ്റാർട്ട് ചെയ്യുവാണ്. നോക്കാം. നൈട്രോകോക്കസ്, നമുക്കറിയാം നൈട്രസോമോണാസ്, നൈട്രോകോക്കസ് പോലെ ബാക്ടീരിയ സോയിലിരിക്കുന്ന അമോണിയയെ നൈട്രൈറ്റ് ആക്കി മാറ്റുകയാണ്, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൈട്രോകോക്കസ് നമുക്കത് ചേരുന്നത് കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രൈറ്റ്. അപ്പോൾ നമുക്കിവിടെ എക്ക് വരേണ്ടത് 2 ആണല്ലോ. ഇനി റൈസോബിയം നമുക്കറിയാം സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഗേഷ്യസ് നൈട്രജനെ ഫിക്സ് ചെയ്യുക. ഏത് ഫോമിൽ, അമോണിയയുടെ ഫോം ഫിക്സ് ചെയ്യുക. എങ്കിൽ നമുക്ക് പറയാം കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ. അങ്ങനെയാണ് നമുക്ക് റൈസോബിയത്തിന് 4 കൊടുക്കരുതോ. അങ്ങനെയാണ് നമുക്ക് അടുത്തത് തയോബാസിലസ്, അതെന്താ ചെയ്യാൻ പോകുന്നത്, ഡീനൈട്രിഫിക്കേഷൻ, ശരിയല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം ഇവിടെ 1. ദെൻ നൈട്രോബാക്ടർ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നൈട്രോബാക്ടർ സോയിൽ ഫോം ചെയ്ത നൈട്രൈറ്റിൽ പ്രവർത്തിച്ച് അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റുക. അപ്പം കൺവേർഷൻ ഓഫ് നൈട്രൈറ്റ് ടു നൈട്രേറ്റ്. അപ്പം 3 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എക്ക് 2 വരണം. എക്ക് 2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ. റൈസോബിയം Bക്ക് 4 വരണം. ദെൻ തയോബാസിലസിന് 1 വരണം. നൈട്രോബാക്ടറിന് 3 വരണം. സോ ദ റൈറ്റ് ഓപ്ഷൻ 1. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. സോ 137, സെലക്ട് ദ കറക്റ്റ് പെയർ. സോ കോളം 1-ൽ, കോളം 1 തിരിച്ചിട്ടില്ലെങ്കിലും ഫസ്റ്റ് സൈഡിൽ അനാറ്റമിക്കലായിട്ട് വരുന്ന ചില സെൽസിൻ്റെയോ പ്ലാന്റ് പാർട്സിൻ്റെ പ്രത്യേകതകളും പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ടേംസുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് പേര് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നൊഴികെ ബാക്കിയെല്ലാം തെറ്റാണ്. നമുക്ക് നോക്കാം. ലാർജ് കളർലെസ് എംഡി സെൽസ് ഇൻ ദ എപ്പിഡർമിസ് ഓഫ് ഗ്രാസ് ലീഫ് സബ്സിഡറി സെൽസ്, തെറ്റല്ലേ. അത് ശരിക്കും ബുള്ളിഫോം സെൽസ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. Then in dicot leaf vascular bundles are surrounded by large thick-walled cells called conjunctive tissue. തെറ്റാണ്. കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഒക്കെ റൂട്ടിൽ കാണുന്ന സ്റ്റീലിനകത്ത് കാണുന്ന സ്ട്രക്ചറാണ്, അപ്പോൾ അതവിടെ വരികയില്ല. ദെൻ സെൽസ് ഓഫ് മെഡുലറി റേസ് ദാറ്റ് ഫോം എ പാർട്ട് ഓഫ് കേമ്പിയൽ റിംഗ്, ദാറ്റ് ഈസ് ഇൻട്രാഫാസിക്കുലർ കേമ്പിയം. ഇതിവിടെ ശരിയല്ലേ, കാരണം റേയുടെ ഡിഫറൻസിയേഷൻ നടന്നുണ്ടാകുന്ന സെക്കൻഡറി മെരിസ്റ്റമാണ് ഇൻട്രാഫാസിക്കുലർ കേമ്പിയം. അത് പിന്നെ ഇൻട്രായുമായിട്ട് ചേർന്നാണ് ഈ വാസ്കുലർ കേമ്പിയം ആകുക. അപ്പം ഇൻട്രാഫാസിക്കുലർ കേമ്പിയത്തിൻ്റെ ഒറിജിൻ റേ, ഇത് ശരിയാണ്. Then loose parenchyma cell rupturing the epidermis and forming a lens-shaped opening in bark, spongy parenchyma. തെറ്റാണ്. ആ ഓപ്പണിങ്ങിൻ്റെ പേരാണ് ലെഞ്ച് സെൽ അല്ലേ. അതിനകത്ത് ശരിയായിട്ട് ഏതേ ഉള്ളൂ, ഓപ്ഷൻ 3. സോ ഓപ്ഷൻ 3 is the correct answer. Okay, now into the next question. നോക്കാം നമുക്ക്. which of the following statements is കറക്റ്റ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഉത്തരമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫ്യൂഷൻ ഓഫ് 2 സെൽസ് ഈസ് കോൾഡ് കാരോഗമി. തെറ്റല്ലേ ഇത്. കാരോഗമി എന്താണ്, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ് പറയേണ്ടത്. 2 സെൽസ് എന്നുള്ളത് മിസ്റ്റേക്കാണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ദെൻ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ, ഇവിടെ ഓണം എന്നുള്ളതൊരു പ്രിൻറ്റിംഗ് എററാണ്, ഓർ നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി. അത് കറക്റ്റാണത്. അപ്പോൾ ഇത് ശരിയാണ്. നമുക്ക് നോക്കാം അടുത്തത്. ഓർഗാനിസംസ് ദ ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആർ കോൾഡ് സപ്രോഫൈറ്റ് അല്ലല്ലോ. നമുക്ക് പറയാം അതെന്താണ്, പാരസൈറ്റ്സ് ആയിട്ട് വരണം. അതുകൊണ്ട് ഇവിടെ സപ്രോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് മിസ്റ്റേക്കാണ്. ദെൻ സം ഓഫ് ദി ഓർഗാനിസംസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് സ്റ്റാർച്ച് സെൽസ് ആണോ അത്, ഷീത്ത് സെൽസ് ആണോ അത്, അല്ല. അപ്പോൾ ഇവിടെ ഷീത്ത് സെൽസ് എന്നൊക്കെ പറയുന്നതൊക്കെ അത് മിസ്റ്റേക്കാണ്. അതെന്താ, അറ്റ്മോസ്ഫിയർ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് ആരാണത്, നമുക്കറിയാം ബ്ലൂ ഗ്രീൻ ആളുകൾ,
എസ്പെഷ്യലി നോസ്റ്റോക്ക് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏത് സെല്ലാണത്? ലാർജ് സിസ്റ്ററിലെ ഹെട്രോസിസ്റ്റാണ് വരേണ്ടത്. ഇവിടെ ഷീത്ത് സെൽ എന്ന് കൊടുത്തിരിക്കുന്നത് തീർത്തും തെറ്റാണ്. അപ്പോൾ നമുക്ക് പറയാം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 2 ഉള്ളതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ 2 ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നമുക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. സോ 139 ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്കുലർ ബേസിസ് നിന്നുമാണ്. ട്രാൻസ്ക്രിപ്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ. നമുക്ക് നോക്കാം. ഇൻ ക്യാപ്പിംഗ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു ദ 3' end of HNR-നെ. തെറ്റാണ്. എന്താണ് തെറ്റ്? ക്യാപ്പിംഗ് നടക്കുന്നത് 5' end of HNR-നെയാണ്. 3' end നടക്കുന്ന ടെയിലിംഗ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് RNA polymerase binds with the raw factor to terminate the process of transcription in bacteria. ഇതാണ് ഇവിടെ ശരി അല്ലേ? നമുക്കറിയാം RNA polymerase സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഉണ്ട്. അത് ലൂസിലി അറ്റാച്ച്ഡ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ അവസാനം റോ ഫാക്ടർ വന്ന് അതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കോറൻസൈൻ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അത് ചേർന്നിട്ടാണ് ടെർമിനേഷനെ ക്യാപിറ്റലൈസ് ചെയ്യുക. അപ്പോൾ അത് ശരിയാണ്. ദെൻ കോഡിംഗ് സ്റ്റാൻഡിനെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോപ്പിഡ് ടു ആൻ mRNA. തെറ്റ്. കാരണം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ mRNA ആയിട്ട് മാറുന്ന സ്റ്റാൻഡിന് പറയുന്ന പേര് എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ്. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ RNA ആയിട്ട് മാറാത്ത സ്റ്റാൻഡാണ് അല്ലേ? അപ്പോൾ അത് തെറ്റായി. ദെൻ സ്പ്ലിറ്റ് ജീൻസ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോകാരിയോട്ട്. തെറ്റ്. സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്ട്രോണിൻ്റെ അകത്ത് കോഡിംഗ് നോൺ കോഡിംഗ് പാർട്ട് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുന്ന ആർക്കാണ്? അത് യൂക്കാരിയോട്സിനാണ്. പ്രോകാരിയോട്സിന് സ്പ്ലിറ്റ് ജീൻ ഒന്നുമില്ല. അപ്പോൾ അതും തെറ്റ്. അപ്പോൾ ശരിയായതേ ഉള്ളൂ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ദിസ് ഈസ് ദ ഫാന്റാസ്റ്റിക് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ NT ഈസ് ഈക്വൽ ടു N0 ERT. ഇവിടെ നമുക്ക് ഈ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ശരിയല്ലേ? ഈ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചോദ്യം. ഇപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററിൽ നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണോ ഇല്ല നമുക്ക് ഡയറക്റ്റായിട്ട് NCERT-ലുള്ള കാര്യമാണത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആൻസർ ഏതാ? നമ്മളെല്ലാം പഠിച്ചതാണ്. ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം അതല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 141 നോക്കിയാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുക. അപ്പം ഒന്നൊഴികെ ബാക്കിയെല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ റോൾ ഓഫ് ഓക്സിജൻ ഈസ് ലിമിറ്റഡ് ടു ദ ടെർമിനൽ സ്റ്റേജ്. ETCയുടെ ലാസ്റ്റ് പാർട്ടിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് ഓക്സിജൻ. അവിടെയാണ് ഓക്സിജൻ്റെ മെയിൻ റോൾ വരിക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്. അടുത്ത് നോക്കിയേ. ഇൻ ETC 1 molecule of NADH2 give rise to 2 ATP and 1 FADH2 give rise to 3 ATP. ഇത് തെറ്റിപ്പോയി. നേരെ തിരിഞ്ഞല്ലേ? ഒരു NADH2-വിൽ നിന്നും 3 ATP ഒരു FADH2-വിൽ നിന്ന് 2 ATP ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ തിരിഞ്ഞുപോയി. അപ്പോൾ ഇതിവിടെ തെറ്റാണ്. അടുത്തത് ATP സിന്തസൈസ്ഡ് ത്രൂ ദ കോംപ്ലക്സ് 5. ശരിയാണ്. ATP സിന്തേസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് ശരിയാണ്. ദെൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഇൻ റെസ്പിറേഷൻ. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2. കാരണം അവിടെ ATPയുടെ നമ്പർ റെഡ്യൂസ്ഡ് കോഎൻസൈംസിന് പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ ആസ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റോൾ ഓഫ് RNA polymerase 3 RNA polymerase 3 ഇൻ ദി പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂക്യാരിയോട്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ട്രാൻസ്ക്രൈബ് ഇവിടെ നമുക്ക് ആദ്യത്തേത് RNAs എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ശരിയാണോ അതോ തെറ്റായിട്ട് വരുമോ? അവിടെ ബ്രാക്കറ്റിൽ 28s 18s ദെൻ 5.8s. ശരിയാണോ? അത് തീർത്തും റോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തത് ട്രാൻസ്ക്രൈബ് tRNA 5s rRNA ആൻഡ് SNRNA. അതല്ലേ കറക്റ്റ് ആൻസർ? അതെ, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത് ട്രാൻസ്ക്രൈബ് പ്രിക്കേഴ്സർ ഓഫ് MR എന്ന് പറയുമോ? അത് ഇല്ല, തെറ്റ്. ട്രാൻസ്ക്രൈബ് ഓൺലി SNR എന്ന് പറയുമോ? മിസ്റ്റേക്ക്. അപ്പോൾ നമുക്ക് ഉള്ളതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നമുക്ക് റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 143 നോക്കിയേ. In some members of which of the following pairs of family pollen grains retain their viability for months after release? നമ്മൾ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റിൽ മൈക്രോസ്പോറോജനസിലൂടെ മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളവിടെ പഠിക്കുന്നു പോളൻ ഗ്രെയിൻ നോർമലി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോളിനേഷനോടെ സ്റ്റിഗ്മയിലേക്ക് പോയി വീഴണം അല്ലേ? പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോളൻ ഗ്രെയിൻസിന് കിട്ടുന്ന ആ ഒരു വയബിലിറ്റി അല്ലേ, ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ആഫ്റ്റർ പീരീഡ് ഓഫ് റെസ്റ്റ്. അപ്പോൾ അത് ചിലയിടത്ത് വളരെ കുറവ്, ചിലയിടത്ത് വളരെ കൂടുതൽ. ഇപ്പം ചില മോണോകോട്സിലൊക്കെ വയബിലിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പോകും, എന്നാൽ ചിലയിടത്ത് വയബിലിറ്റി മാസങ്ങളോളം നീണ്ടു നിൽക്കും. അങ്ങനെ വയബിലിറ്റി എക്സെപ്ഷണലി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന 2-3 ഫാമിലീസുകളെ പരിചയപ്പെടുത്തുന്നിടത്ത് അതിൽ 2 ഫാമിലീസിൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പം ഏതൊക്കെ ഫാമിലീസുകളിലാണ് പോളൻ ഗ്രെയിൻസിന് ഒരുപാട് മാസങ്ങൾ, ഒരുപാടെന്ന് പറയുമ്പോൾ 3-4 മാസമെങ്കിലുമൊക്കെ വയബിലിറ്റി ഉള്ളതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം റോസേസിയാൻ ലെഗുമിനോസേ അല്ലേ?
അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റ് 1-ൽ എസ് ഫേസ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല എസ് ഫേസിലെ മേജർ ഇവൻ്റ് ആണ് ഏത്, DNA റെപ്ലിക്കേഷൻ. അതുകൊണ്ട് എക്ക് നമുക്ക് കൊടുക്കാം 4 കൊടുക്കാം, ശരിയല്ലേ? ഇനി G2 എന്ന് പറഞ്ഞാൽ എന്താണ്, G1-ൽ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സുകളാണ്. G1-ൽ നടക്കുന്ന നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്, RNA-യുടെ സിന്തസിസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സാണ് G2-ൽ വരുന്നത്. അല്ലാതെ G1 കഴിഞ്ഞിട്ട് നമുക്കറിയാം എസ് ഫേസ് ആണ് നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് G2 വരുന്നത് നമുക്കറിയാം. എന്നാൽ G1-ൽ എന്തൊക്കെ പ്രോസസ്സ് ചെയ്തോ ആ പ്രോസസ്സുകളുടെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ G2-ലേക്ക് വരുന്നത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് പറയാം G2-ൽ നമുക്ക് എന്ത് പറയാം, പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് ബിക്ക് 1 കൊടുക്കാം. ഇനി ക്യൂസിൻ സ്റ്റേജ് അല്ലെങ്കിൽ G0 മെറ്റബോളിക്കലി ആക്റ്റീവാണ്, എന്നാൽ പർപ്പസ്ഫുള്ളി അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അത് ഇനാക്റ്റീവ് സ്റ്റേജ് നമ്മൾ വിളിക്കും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ക്യൂസിൻ സ്റ്റേജ് ഇനാക്റ്റീവ് ഫേസ് കൊടുക്കാം, അപ്പം സിക്ക് 2 കൊടുക്കാം. ദെൻ ഇനി നമുക്ക് കൊടുക്കാം G1 എന്താണ്, അഡിസൺ ഒരു എം ഫേസ് കഴിഞ്ഞ് അടുത്ത ഒരു സെൽ സൈക്കിൾ തുടങ്ങുമ്പോൾ അതിൻ്റെ തമ്മിലുള്ള ഒരു ഗ്യാപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് പറയാം ഇൻ്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ കൊടുക്കാം, ശരിയല്ലേ? DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. അപ്പോൾ എം ഫേസ് കഴിഞ്ഞിട്ട് അടുത്ത DNA റെപ്ലിക്കേഷൻ എസ് ഫേസിലാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എം ആൻഡ് എസ് ഫേസ്. അപ്പോൾ നമുക്ക് പറയാം നമുക്ക് ഇതിന് G1 കൊടുക്കുന്നത് ഇൻ്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. സോ ഡിക്ക് നമുക്ക് കൊടുക്കുന്നത് 3 കൊടുക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് ഏതാ കൊടുക്കേണ്ടത്, എക്ക് 4, ദെൻ ബിക്ക് വേണ്ടത് 1, ദെൻ ക്യൂസിൻ സ്റ്റേജ് നമുക്ക് സിക്ക് കൊടുക്കേണ്ടത് 2 കൊടുക്കണം, ദെൻ G1 കൊടുക്കേണ്ടത് 3 കൊടുക്കാം. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റൈറ്റ് ആൻസർ ഓപ്ഷൻ 3. നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. So 145 നോക്കിയേ. Nowadays it is possible to detect the mutated gene causing cancer by allowing radioactive probe to hybridize its complementary DNA in a clone of cells, followed by its detection using autoradiography because. അപ്പം അതിൻ്റെ ബേസായിട്ട് വരുന്ന കാര്യമാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. മ്യൂട്ടേറ്റഡ് ജീൻ പാർഷ്യലി അപ്പിയേഴ്സ് ഓൺ ഫോട്ടോഗ്രാഫിക് ഫിലിം. ഒരിക്കലും വരികയില്ല, കാരണം മ്യൂട്ടേറ്റഡ് ജീനിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രോബിൽ അറേഞ്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അതൊരിക്കലും നമ്മൾ റേഡിയോഗ്രഫി എടുക്കുമ്പോൾ അതിനകത്ത് വരികയില്ല. ദെൻ മ്യൂട്ടേറ്റഡ് ജീൻ കംപ്ലീറ്റ്ലി ആൻഡ് ക്ലിയർലി അപ്പിയേഴ്സ് ഓൺ ഫിലിം. ഇത് വളരെ തെറ്റാണ്, ഒരിക്കലും വരികയില്ല. ദെൻ മ്യൂട്ടേറ്റഡ് ജീൻ ഡസ് നോട്ട് അപ്പിയർ ഓൺ എ ഫോട്ടോഗ്രാഫിക് ഫിലിം ആസ് ദ പ്രോബ് ഹാസ് നോ കോംപ്ലിമെൻറ്റാരിറ്റി വിത്ത് ഇറ്റ്. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കാരണം പ്രോബിന് കോംപ്ലിമെൻ്ററി ആയിട്ടൊരിക്കലും ആ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ജീനകത്ത് വരികയില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ബേസ് ആയിട്ട് വരിക. മ്യൂട്ടേറ്റഡ് ജീൻ ഡസ് നോട്ട് അപ്പിയർ ഓൺ ഫോട്ടോഗ്രാഫിക് ഫിലിം ആസ് ദ പ്രോബ് ഹാസ് കോംപ്ലിമെൻറ്റാരിറ്റി വിത്ത് ഇറ്റ്. തെറ്റാണ്. അപ്പം ശരിയായിട്ട് വരുന്ന ഏത് ഓപ്ഷൻ 3 ഇസ് ദി ആൻസർ. ഓക്കെ, ബയോടെക്കിൽ നിന്നുള്ള ചെറിയൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണ്. നല്ലൊരു ക്വസ്റ്റൻ, ആലോചിക്കാനുണ്ട് അല്ലേ, കുറച്ചാലോചിക്കാം. നല്ലൊരു ചോദ്യമാണത് അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, നമുക്ക് പ്ലാസ്മിഡ് PBr322 has PST1 restriction enzyme site within gene ampicillin resistance that confers ampicillin resistance if this enzyme is used for inserting a gene for beta galactosidase production and the recombinant plasmid is inserted in an E. coli strain. ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും ഈ ക്വസ്റ്റിനകത്ത് അല്ലേ. നമുക്കറിയാം PBr322 ശരിക്കും ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ ജീൻ ഏതാണ് ലാക്റ്റിസഡ് ജീനെ വെച്ചിരിക്കുന്നത്, അത് പക്കൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ PUC8 ഇതിലാണ് വരുന്നത് ശരിക്കും. എന്നാൽ അവിടെ വരുന്ന ലാക്റ്റിസഡ് ജീനാണ് ഏതാ ബീറ്റ ഗാലക്ടോസിഡേസ് ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് PBRലേക്ക് അവരൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അങ്ങോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അങ്ങനെ PBr322 വെച്ച് നമ്മൾ പറഞ്ഞിരുന്നാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏതാണ് നമുക്ക് പറയേണ്ടത്, ഇവിടെ പോയി നോക്കി പ്ലാസ്മിഡ് PBr322 ഹാസ് PST1 റെസ്ട്രിക്ഷൻ എൻസൈം സൈറ്റ് വിതിൻ ജീൻ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ദാറ്റ് കൺഫേഴ്സ് ആംബിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം നമുക്ക് വീണ്ടും നോക്കാം. ഇഫ് ദിസ് എൻസൈം ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ടിംഗ് ജീൻ ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡക്ഷൻ ആൻഡ് ദ റീകോംബിനന്റ് പ്ലാസ്മിഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ആൻ E. coli strain. നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉത്തരം നമ്മൾ പറയണം. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം. നമുക്ക് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കൺഫർ ആംബിസിലിൻ റെസിസ്റ്റൻസ് ടു ദി ഹോസ്റ്റ് സെൽ. നമുക്ക് നോക്കാം അടുത്ത ഓപ്ഷൻ, എന്നിട്ട് നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. ദി ട്രാൻസ്ഫോംഡ് സെൽസ് വിൽ ഹാവ് ദി എബിലിറ്റി ടു റെസിസ്റ്റ് ആംബിസിലിൻ ആസ് വെൽ ആസ് പ്രൊഡ്യൂസ്
ബീറ്റ ഗാലക്ടോസിഡേസ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ നോക്കുന്നു. ദി ട്രാൻസ്ഫോംഡ് സെൽസ് വിൽ ഹാവ് ദി എബിലിറ്റി ടു റെസിസ്റ്റ് ആംബിസിലിൻ. നമ്മൾ കോഡ് ചെയ്തിരിക്കുന്ന ജീൻ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ആംബിസിലിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ അതിനെന്തായിരിക്കും? അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഉത്തരം തെറ്റാണ്. നമുക്ക് ഒരിക്കലും വരത്തില്ല. നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തു. ദെൻ ഇറ്റ് വിൽ ലീഡ് ടു ലൈസിസ് ഓഫ് ഹോസ്റ്റൽ. തീർത്തും വരാത്തൊരു ആൻസർ. ഒരിക്കലും ഒരു കാരണവശാലും മാച്ചിങ്ങേ അല്ല. അപ്പോൾ അത് തെറ്റ്. ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് നോവൽ പ്രോട്ടീൻ എന്നൊക്കെ പറയും. പുതിയൊരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ പോകാണോ? തീർത്തും റോങ് ആണ്. ഒരിക്കലും വരത്തില്ല. സോ ദ റൈറ്റ് ആൻസർ അതായത് നോക്കാം, ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കൺഫർ ആംബിസിലിൻ റെസിസ്റ്റൻസ് ടു ദി ഹോസ്റ്റ് സെൽ. സോ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനുള്ള ചോദ്യമായിരുന്നു അത്, അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ സാർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ രണ്ടും നല്ല അത്യാവശ്യം ഒരു ലെവൽ ചോദ്യമാണത്. എന്നാൽ നിങ്ങൾ പഠിച്ചതാണ്. നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ ബ്രില്യൻ്റ് സ്റ്റുഡൻസിന് അത് ഈസി ആയിരിക്കും. നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ 147 അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സോ കോളം 1 നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഫാമിലീസിൻ്റെ ഫ്ലോറൽ ഫോർമുല കോളം 2 കൺസേൺഡ് ഫാമിലി കോറിലേറ്റ് ചെയ്യാനാണ്. അപ്പം ഓരോ ഫ്ലോറൽ ഫോർമുലയിലും അതാത് ഫാമിലീസുകൾക്ക് ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലോറൽ ഫോർമുല നോക്കുക. അവിടെ കൊറോള വിത്ത് 5 പെറ്റൽ സ്പ്ലിറ്റ് ഇൻറ്റു 1 + 2 + 2. തീർച്ചയായിട്ടും അത് കാണിക്കുന്നത് ആ പാപ്പിലോണേഷ്യസ് കൊറോളയാണ്. അതുപോലെ ആൻഡ്രീഷ്യൻ 9+1 ഡൈഅഡൽഫി ഗൈനീഷ്യം മോണോകാർപ്പലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് ഈസ് ഫാബേസിയെ. സോ എ മാച്ചസ് വിത്ത് 3 ആണ്, അല്ലേ? ദെൻ അടുത്ത ഫ്ലോറൽ ഫലം നോക്കി. കാലിക്സ് വിത്ത് 5 സെപ്പൽ, കൊറോള വിത്ത് 5 പെറ്റൽ, ആൻഡ്രീഷ്യൻ 5 സ്റ്റേമൻ, പക്ഷേ എപ്പിപെറ്റൽ സ്റ്റേമൻ. അതുപോലെ ബൈകാർപ്പലറി ഗൈനീഷ്യം അത് ടിപ്പിക്കൽ ടു സോഡാനേസി അല്ലേ? സോ ബി മാച്ചസ് 4. അതിനടുത്ത് നോക്കി പെരിയാന്ത് വിത്ത് 3+3 ടെപ്പൽ, ട്രൈ കാർപ്പലറി ഗൈനീഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോണോകോട്ട് ഫാമിലിയിൽ അങ്ങനെ വരുവുള്ളൂ. ഇതിനകത്ത് മോണോകോട്ട് ഫാമിലി ഏതാ? ലില്ലിയേസിയ. സോ ഇത് 2. ദെൻ അടുത്തത് ആക്ടിനോമോർഫിക് ബൈസെക്ഷൽ, കാലിക്സ് സെപ്പൽ 2 വേർഡിൽ, കൊറോള 4 പെറ്റൽ, ആൻഡ്രീഷ്യം ഇത് 2+4 എന്നാണ്. ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്. 2+4 ഇത് ടെട്രാഡിനാമസ് കണ്ടീഷനാണ്. ദെൻ ഗൈനീഷ്യം ബൈകാർപ്പലറി. അപ്പോൾ ഈ ഫ്ലോറൽ ഫോർമുല ഫാമിലി ആസച്ച് നമുക്ക് പഠിക്കാനില്ലെങ്കിലും മോർഫോളജിയിൽ ഫ്ലോറൽ ഫോർമുല പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഈ ഫ്ലോറൽ ഫോർമുലയും ഇതിൻ്റെ ഫ്ലോറൽ ഡയഗ്രവുമാണ്. അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ദിസ് ബിലോങ്സ് ടു വിച്ച് ഫാമിലി? ബ്രാസിക്കേസിയെ. സോ ഡി മാച്ചസ് 1 വരും. സോ A3 ഇപ്പോൾ തന്നെ ആൻസറായി. സോ A3, B4, C2, D1, ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ATP ആൻഡ് NADPH പ്ലസ് H+, ദാറ്റ് ഈസ് NADPH2 ആണ്, ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ശരിയല്ലേ? നോൺ സൈക്ലിക് നടന്നാൽ ATP ഉണ്ടാകും, NADPH ഉണ്ടാകും. അത് കറക്റ്റ് ആണത്. Stroma lamellae have PS1 only and lack NADP reductase enzyme. സ്ട്രോമ ലാമെല്ലകളിൽ അതിൻ്റെ മെംബ്രെയിനിൽ PS1 ഉണ്ട്, എന്നാൽ NADP reductase enzyme സ്ട്രോമ ലാമെല്ലകളുടെ മെംബ്രെയിനിലില്ല. നമ്മൾ പഠിച്ചു അത് ഗ്രാനാ തൈലക്കൂടുകളുടെ മെംബ്രെയിനിൽ മാത്രമേ ഏതുള്ളൂ? നമ്മൾ ഈ പറയുന്ന NADP reductase enzyme ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഇത് കറക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത്. ഗ്രാനാ ലാമെല്ലാe ഹാവ് ബോത്ത് PS1 ആൻഡ് PS2. ഗ്രാനാ ലാമെല്ലാe എന്ന് വിളിക്കുന്ന ആരെ തന്നെയാണ്? ഗ്രാനാ തൈലക്കൂട് തന്നെ. ആ ഗ്രാനാ തൈലക്കൂടിലെ ഗ്രാനാ ലാമെല്ലയുടെ മെംബ്രെയിൻ ആരൊക്കെയുണ്ട്? PS1 എന്ന ഫോട്ടോ സിസ്റ്റം ഉണ്ട്, PS2 ഉണ്ട്. സോ അതും കറക്റ്റ് ആണത്. അടുത്തത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇൻവോൾവ്സ് ബോത്ത് PS1 ആൻഡ് PS2. തെറ്റല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ PS1 മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ, PS2 രണ്ടും കൂടി ഇൻവോൾവ് ആവുന്ന എവിടെയാണ്? നോൺ സൈക്ലിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 149 നോക്കിയാൽ ബയോമോളിക്യൂളിൽ നിന്നുമാണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സർട്ടൺ ബയോമോളിക്യൂൾസും പിന്നെ ലിസ്റ്റ് 2 അതുമായിട്ട് ബന്ധപ്പെട്ട ബോണ്ടിൻ്റെ പ്രത്യേകതയാണ്, അല്ലേ? വളരെ ഈസിയാണത്. പ്രോട്ടീൻ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണുന്ന ബോണ്ട് ഏതാ? തീർച്ചയായിട്ടും പ്രോട്ടീൻ കണ്ടെയ്ൻ പെപ്റ്റൈഡ് ബോണ്ട്. സോ എ മാച്ചസ് 4. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, നമുക്കറിയാം അൺസാച്ചുറേറ്റഡ് പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഹാവിംഗ് ഡബിൾ ബോണ്ട്, അല്ലേ? അപ്പം നോക്കി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരും. അപ്പം ബി മാച്ചസ് 1. ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന ബോണ്ട് ഇതിനകത്ത് ഏതാ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. അപ്പം സി മാച്ചസ് 2. Then polysaccharides contain glycosidic bond between monosaccharides, അല്ലേ? അപ്പം ഡി മാച്ചസ് 3. സോ A4 രണ്ട് ഓപ്ഷൻ അങ്ങനെയുണ്ട്. B1. സോ A4 B1 ഇതാണ് ആൻസർ. C2 D3. സിമ്പിൾ അല്ലേ? ഫ്രം ബയോമോളിക്യൂൾ. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസ് ഇസ് കോൾഡ് NCERTയിലെ ഡയറക്റ്റ് സെൻറ്റൻസ് ആണത്.
ഇൻസ്റ്റേറ്റ് നോക്കുക, ഡയറക്റ്റ് സെൻറ്റൻസ് ആണ് എങ്കിൽ ആ സെൻറ്റൻസിൻ്റെ എൻഡിൽ അതുപോലെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉത്തരം റെപ്പറ്റേറ്റീവ് DNA. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് സുവോളജി പാർട്ടിൽ നിന്ന് വരുന്ന ബോട്ടണി ലിങ്കുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. റെഡി അല്ലേ? സോ അവിടെ നോക്കാം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂവേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 152. സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ്. നോക്കി, ഓർഗനൽ ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എൻഡോ മെമ്പറൈൻ സിസ്റ്റം ആർ. എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിൽ വരുന്നത് അല്ലേ, നമ്മളത് ഓപ്ഷൻ വായിക്കാതെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് ഓർക്കുക. 4 ഓർഗനൽസ് ആണ് വരിക: ER, ഗോൾജി ബോഡി, ലൈസോസോം, വാക്യൂം അല്ലേ. അപ്പോൾ അതിനകത്ത് 3 എണ്ണം കോറിലേറ്റ് ചെയ്തുള്ള ഓപ്ഷൻസുകളാണ് കിടക്കുക. ഓരോന്നും നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ER മൈറ്റോകോൺട്രിയ, റൈബോസോം, ലൈസോസോം വരികയില്ല. കാരണം അല്ല, മൈറ്റോകോൺട്രിയയും റൈബോസോം അതിനകത്ത് വരികയില്ലായിരുന്നു. ലൈസോസോമും ER വരുന്നത്, അപ്പം ഫുള്ളായിട്ട് കറക്റ്റ് അല്ല. അടുത്ത് നോക്കുക, ER, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾ. ഇതല്ലേ ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക അല്ലേ. അപ്പം ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കിയേ, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, റൈബോസോം, ലൈസോസോം. അതിനകത്ത് മൈറ്റോകോൺട്രിയയും റൈബോസോമും വരികയില്ല. ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം വരും. അടുത്തതിനകത്ത് ഗോൾജി കോംപ്ലക്സ്, ER, മൈറ്റോകോൺട്രിയ, ലൈസോസോം, മൈറ്റോകോൺട്രിയ വരികയില്ല. അപ്പം എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? ER, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾ. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം നമുക്ക്. വിത്ത് റിഗാർഡ്സ് ടു ഇൻസുലിൻ ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റിലാണ് 4 കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫ്രം ബയോടെക്നോളജി. നോക്കാം. സി പെപ്റ്റൈഡ് ഈസ് നോട്ട് പ്രസന്റ് മെച്ചുർ ഇൻസുലിൻ. കറക്റ്റ് അല്ലേ? മെച്ചുർ ആകുന്ന ഇൻസുലിനകത്തിൽ സി പെപ്റ്റൈഡ് ഉണ്ടോ? ഇല്ല. A ചെയിനും B ചെയിനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം. അടുത്തത്, ദി ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ റിക്കോമിനന്റ് DNA ടെക്നോളജി ഹാസ് സി പെപ്റ്റൈഡ്. റിക്കോമിനന്റ് DNA ടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഇൻസുലിനകത്തിൽ സി പെപ്റ്റൈഡ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നമുക്ക് പറയാം ബി സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് നമുക്ക് കൊടുക്കാം. അടുത്തത്, ദി പ്രോ ഇൻസുലിൻ ഹാസ് സി പെപ്റ്റൈഡ്. പ്രോ ഹോർമോൺ ആയിരിക്കണം മെച്ചുർ ആകുന്നതിന് മുൻപ് സി പെപ്റ്റൈഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ട്രൂ ആണ്, നമുക്ക് കൊടുക്കാം ട്രൂ. അടുത്തത്, എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് ഓഫ് ഇൻസുലിൻ ആർ ഇന്റർകണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജ്. വളരെ കറക്റ്റ് ആണത്. സോ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ബി മാത്രം ഫോൾസ് ആണ്. നമുക്ക് വേണ്ടത് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻ ഗിവൻ ബിലോ. നമുക്ക് കൊടുക്കാം എ ശരി, സി ശരി, ഡി ശരി. ACD. നമ്മൾ ആൻസറിലേക്ക് വന്നു, ഓപ്ഷൻ 3. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. So 157 നോക്കിയേ, ജനറ്റിക്സിൽ നിന്നുമാണ്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ, ബോത്ത് ഹെട്രോസൈഗസ് ഫോർ സിക്കിൾ സെൽ അനീമിയ ജീൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോജൻ വിൽ ബി ഡിസീസ്ഡ്. അപ്പോൾ നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഓട്ടോസോം ജീൻ ഡിസോർഡർ ആണ് അല്ലേ. ഓട്ടോസോം ജീൻ റിസസീവ് ഡിസോർഡർ ആണ്. അപ്പോൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതെല്ലാം റിസസീവ് ജീൻ വഴിയുള്ളതാണ്. അപ്പം സിക്കിൾ സെൽ അനീമിയ വരുന്നത് നമുക്കറിയാം ഓൺലി ഇൻ ഹോമോസൈഗസ് കണ്ടീഷനാണ് അല്ലേ. HBS വരുമ്പോൾ മാത്രമേ അനീമിയ വരികയുള്ളൂ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രോസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ആർ ഹെട്രോസൈഗസ് ഫോർ അനീമിയ. അപ്പോൾ അതിൻ്റെ അർത്ഥം HBS ജീനോടൈപ്പുള്ള മെയിൽ പേരൻറ്റ്, വീണ്ടും HBS ജീനോടൈപ്പുള്ള ഫീമെയിൽ പേരൻറ്റ്, രണ്ടുപേര് ഹെട്രോസൈഗസ്. നിലവിൽ ഒരു ക്യാരിയേഴ്സാണ്. ഫോർ ദി ടൈം ബീങ് അവർ നോർമലാണ്. അവർ മേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന പ്രോജനീസ് ഡിസീസ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമുക്കറിയാം അവർ മേറ്റ് ചെയ്യുമ്പോൾ 2 പേരൻറ്റ് 2 ടൈപ്പ് ഗമീറ്റ് ചെയ്ത് ഫോം ചെയ്യും. സോ 2 × 2 4 ഓസ്പ്രിങ്സ് ഫോം ചെയ്യും അല്ലേ. ആ 4 ഓസ്പ്രിങ്ങിൽ ഒരാൾ HBA വരും, ആ വ്യക്തി നോർമൽ, ശരിയല്ലേ. 2 പേര് HBS വരും. അപ്പോൾ ആ 2 പേര് ഹെട്രോസൈഗസ്, അപ്പോൾ അവർ നോർമലാണ്, ക്യാരിയർ ആണെന്നേ ഉള്ളൂ. പിന്നെ ഒരാൾ HBS വരും, ആ വ്യക്തി മാത്രമല്ല ഡിസീസഡ് ആകുക. അപ്പം 4-ൽ 1 ഡിസീസഡ് ആകാനുള്ള ചാൻസ്. ദാറ്റ് മീൻസ് 25% ഈസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മാച്ച് ദ ഫോളോയിങ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആസ്പെർജില്ലസ് നൈഗർ. നമുക്ക് ആസ്പെർജില്ലസ് നൈഗർ എന്താണ്? സിട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാം എക്ക് 3 ആണ് കറക്റ്റ് അല്ലേ. എക്ക് 3 ഇത് നമുക്ക് കൊടുക്കാം. അടുത്ത നമുക്ക് വേണ്ടത് അസറ്റോബാക്ടർ അസറ്റൈ എന്താണ്? അസിറ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, ശരിയല്ലേ. അപ്പോൾ ബിക്ക് നമുക്ക് 1 കൊടുക്കാം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിക്കം എന്താ? ബ്യൂട്ടറിക് ആസിഡ്, ശരിയല്ലേ. അപ്പോൾ നമുക്ക് സി കൊടുക്കേണ്ടത് 4 കൊടുക്കാം. ദെൻ ലാക്ടോബാസിലസ് സ്ട്രൈറ്റ് ലാക്റ്റിക് ആസിഡ്, അപ്പോൾ നമുക്കവിടെ 2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്ക് 3, ബിക്ക് 1, സിക്ക് 4, ഡിക്ക് വരുന്നത് 2. സോ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ 1. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സോ 160 നമ്മുടെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ചാപ്റ്ററിൽ പ്ലാൻ ബ്രീഡിംഗ് പാർട്ടിൽ നിന്നുമാണ്. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫിക്കേഷൻ എന്താണ്? പ്ലാൻ ബ്രീഡിംഗ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇംപ്രൂവിങ് ന്യൂട്രിയൻ ക്വാളിറ്റിയാണ് ബയോഫോർട്ടിഫിക്കേഷൻ അല്ലേ. അപ്പോൾ അതിനകത്ത് ഡിസീസ് റെസിസ്റ്റൻസ് കൊടുക്കുന്നു, പെസ്റ്റ് റെസിസ്റ്റൻസ് ഒന്നും വരികയില്ല. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ബയോഫോർട്ടിഫിക്കേഷൻ വരാത്തത്. നമുക്ക് നോക്കാം.
ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടന്റ് ബയോഫോർട്ടിഫിക്കേഷന് വരുന്നതാണ്. ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസ് ബയോഫോർട്ടിഫിക്കേഷന് വരുന്നതല്ല. ഇംപ്രൂവ് വിറ്റാമിൻ കണ്ടന്റ് ബയോഫോർട്ടിഫിക്കേഷന് വരുന്നതാണ്. ഇംപ്രൂവ് മൈക്രോ ന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടന്റ് ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ബയോഫോർട്ടിഫിക്കേഷൻ വരാത്തതിനകത്ത് ഏതാണ്? ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസ്. സോ ഓപ്ഷൻ 2 ഈസ് ദി ഡയറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നോക്കാം. ദ സെൻട്രിയോൾ അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന എവിടെയാണ്? നമുക്കറിയാം ഇൻ്റർഫേസിൻ്റെ എസ് ഫേസിലാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയവും ഇല്ല, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതല്ല അല്ലേ? നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തോണ്ട് നോക്കിയേ, ഡോപ്സൺ യൂണിറ്റ് ആർ യൂസ്ഡ് ടു മെഷർ തിക്നെസ് ഓഫ് അല്ലേ? നമ്മുടെ +2 ബയോളജിയുടെ ലാസ്റ്റ് ചാപ്റ്റർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ഗ്ലോബൽ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ വരുന്ന ഇമ്പാക്റ്റുകൾ പഠിക്കുന്നിടത്ത് ഓസോൺ ഹോൾ ഫോർമേഷൻ, അപ്പോൾ ഓസോൺ ലെയറിൻ്റെ തിന്നിങ് ആയ ഓസോൺ ഹോൾ ഫോർമേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണല്ലോ ഡോപ്സൺ യൂണിറ്റ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഡോപ്സൺ യൂണിറ്റ് ആർ യൂസ്ഡ് ടു മെഷർ തിക്നെസ് ഓഫ്, തീർച്ചയായിട്ടും എന്താണ്? ഓസോൺ ലെയർ അല്ലേ? ഓസോൺ ലെയർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. സോ ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബിലോങ്സ് ടു ദി ഫാമിലി മസ്സിഡേ? നമുക്കറിയാം നമ്മുടെ ഏറ്റവും സിമ്പിളായ നമ്മുടെ ബയോളജിയുടെ ചാപ്റ്റർ ലിവിംഗ് വേൾഡിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് തന്നെ പോകാം. ഏതാണ്? ഹൗസ് ഫ്ലൈ. നോ കൺഫ്യൂഷൻ, ആൻസർ ഈസ് ഓപ്ഷൻ 4. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, ഫോർ എഫിഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഡിസീസ് എയർലി ഡയഗ്നോസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് പാത്തോഫിസിയോളജി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാത്തോഫിസിയോളജി, അപ്പോൾ അതിൻ്റെ അർത്ഥം പാത്തോജൻ്റെ പ്രസൻസ്, പാത്തോജൻ്റെ ചില പ്രൊഡക്റ്റുകൾ ആ സെല്ലിൻ്റെ അകത്ത് വരുന്നതിലൂടെ തിരിച്ചറിയുന്നതായിരിക്കും. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ഈസ് വെരി യൂസ്ഫുൾ ഫോർ എയർലി ഡിറ്റക്ഷൻ? അപ്പോൾ പാത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ പാത്തോജൻ സെല്ലിൻ്റെ അകത്ത് കയറി പാത്തോജൻ്റെ പ്രൊഡക്റ്റായിട്ട് അവിടെ വരുന്ന ആൻറ്റിജനെയോ അതിന് ഡിഫെൻസീവായിട്ട് നമ്മൾ ഹോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡിയോ ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പാത്തോജനെ തിരിച്ചറിയുന്ന ടെക്നിക്ക് ഏതാണെന്ന ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അത് തീർച്ചയായിട്ടും ഏതാണ്? നോ ഡൗട്ട് എലൈസ ടെക്നിക്. ഓക്കെ, എലൈസ ടെക്നിക്ക് ഓർമ്മയുണ്ടല്ലോ, ഡിപ്പെൻസ് ഓൺ ദി ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ അല്ലേ? ഡയറക്റ്റ് എലൈസയും ഇൻഡയറക്റ്റ് എലൈസയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നോക്കാം. ഫ്രൂട്ട് ഫ്ലൈ ഹാസ് 8 ക്രോമസോം. ഡിപ്ലോയിഡ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിംഗ് ഇന്റർഫേസ് ഓഫ് മൈറ്റോസിസ് ഇഫ് ദി നമ്പർ ഓഫ് ക്രോമസോംസ് അറ്റ് G1 phase is 8, വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ക്രോമസോം ആഫ്റ്റർ ഫേസ്? വളരെ ക്രെഡിബിലിറ്റി ഉള്ള ചോദ്യമാണത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് DNA റെപ്ലിക്കേഷൻ കാര്യം അല്ല ചോദിച്ചിരിക്കുന്നത് ഇവിടെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? ക്രോമസോമിൻ്റെ നമ്പർ ആയിരിക്കുന്നത്. ക്രോമസോമിൻ്റെ ഡബിളിങ് നടക്കുന്നുണ്ടോ എസ് ഫേസിൽ? ഒരിക്കലുമില്ല. എങ്കിൽ ക്രോമസോം നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ എന്ത് തന്നെയായിരിക്കും? ക്രോമസോം നമ്പർ സെയിം തന്നെയാണ്. ക്രോമസോം നമ്പർ കൂടുമോ അവിടെ എസ് ഫേസ് കഴിഞ്ഞാൽ? ഇല്ല, DNA എമൗണ്ടേ കൂടുകയുള്ളൂ. അപ്പോൾ ക്രോമസോം നമ്പർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്, അല്ലാതെ DNA കൗണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എങ്കിൽ ആൻസർ ഏത് തന്നെ വരുള്ളൂ? 8 തന്നെ വരുള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ആരെങ്കിലും കയറി 16 എഴുതിയിട്ടുണ്ടോ? 16 വരത്തില്ല. DNA എമൗണ്ട് അല്ല, ക്രോമസോമിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എസ് ഫേസ് കഴിഞ്ഞാലും എന്താണ്? ക്രോമസോമിൻ്റെ നമ്പർ അത് സെയിം തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1, 8 ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ജീൻ ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR, if very high temperature is not maintained in the beginning, then which of the following step of PCR will be affected first? അപ്പോൾ നമ്മളവിടെ ഓർക്കേണ്ടത് PCR നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡീനേച്ചറേഷൻ അല്ലേ? DNA 2 സ്റ്റാൻഡുകളെ ബന്ധിപ്പിക്കുന്ന ഹൈഡ്രജൻ ബോണ്ട് പൊട്ടി സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുക. അപ്പം ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ PCR ഏത് സ്റ്റെപ്പിനെയാണ് ബാധിക്കുന്നത്? ഒരു സംശയമില്ല, ഡീനേച്ചറേഷൻ. നോക്കി ഓപ്ഷൻ അനീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഡീനേച്ചറേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്കറിയാം അനീലിംഗ് സംഭവിക്കുന്ന എപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പിന്നെ ഒരു സഡൻ കൂളിംഗ് ഉണ്ടല്ലേ 70 ഡിഗ്രിയുടെ അടുത്തേക്ക്, അപ്പോൾ അനീലിംഗ് എക്സ്റ്റൻഷൻ ഒക്കെ വരിക. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഡീനേച്ചറേഷന് വേണ്ടിയാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറോടെ കൊടുക്കുന്നില്ല എങ്കിൽ ഡീനേച്ചറേഷൻ എന്ന് പറയുന്ന പരിപാടിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആൻസർ ഡീനേച്ചറേഷൻ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ 175 ഓക്കെ, ജെനറ്റിക്സിൽ നിന്നുമാണ്. നമ്മുടെ ചെർഗാഫ് റൂളാണ്. If adenine makes 30% of the DNA molecule, what will be the percentage of thymine, guanine, cytosine in it? അല്ലേ, നമുക്കറിയാം ചെർഗാഫ് റൂൾ അനുസരിച്ച് A+G ഈസ് ഈക്വൽ ടു T+C ആണ് അല്ലേ? സം ഓഫ് പ്യൂറിൻ ഈക്വൽ ടു സം ഓഫ് പൈരമിഡിൻ. അപ്പോൾ ഇതിങ്ങനെ വരാൻ കാരണം എന്നതാ?
അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു ബേസിൻ്റെ പെർസെൻറ്റേജ് അറിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അഡിനിൻ്റെ പെർസെൻറ്റേജ് എത്രയാ? അഡിനിൻ്റെ പെർസെൻറ്റേജ് 30. അപ്പോൾ സിമ്പിൾ ലോജിക്കല്ലേ, അഡിനുമായിട്ട് പെയർ ചെയ്യുന്ന തൈമിനും എത്ര വരണം? 30. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ എത്രയായി? 60 അല്ലേ. ഇനി ബാക്കി എത്രയുണ്ട്? 40. അപ്പോൾ 40 തീർച്ചയായിട്ടും ഷെയർഡ് ബൈ ഗ്വാനിൻ സൈറ്റോസിൻ വരണം. അപ്പോൾ എത്ര വരും? ഇവർ രണ്ടുപേരും 20% ഈച്ച്. ഓക്കെ, അങ്ങനെയാണെന്ന് നോക്കിയാൽ A+G ഇപ്പം മൊത്തം എത്രയാ? 50%. T+C എത്രയാ? 50%. ഇതാണ് ചെറുകാഫ് റൂൾ. അപ്പം ചെറുകാഫ് റൂൾ അനുസരിച്ച് ഒരു ബേസിൻ്റെ പെർസെൻറ്റേജ് അറിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ അഡിനിൻ 30% ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് തൈമിൻ എത്ര വരണം? തൈമിൻ 30. ഓക്കെ, തൈമിൻ 30 ചേർത്ത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ ഉള്ളത്, ആൻസർ ആയി കഴിഞ്ഞു. നോക്കിയേ, ഗ്വാനിൻ എത്ര? 20, സൈറ്റോസിൻ 20. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയറാണ് ചോദിക്കുന്നത്. നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ആൽക്കലോയിഡ് കോഡീൻ. കറക്റ്റാണത്. നമുക്ക് ഡയറക്റ്റായിട്ട് ബയോമോളിക്കുള്ള ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടോക്സിൻ, അബ്രിൻ, ദാറ്റ് ഈസ് എ ടോക്സിൻ. ദെൻ ലെക്റ്റിൻ, കോൺകനാവാലിൻ എ, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ലെക്റ്റിൻ. ഡ്രഗ്സ്, റൈസിൻ അത് ഡ്രഗ് അല്ല, റൈസിൻ ഈസ് എ ടോക്സിൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് റോങ് ആയിട്ട് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് നോക്കിയേ, വിച്ച് സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രൊഫൈൽ ഷോസ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റാസിസ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ. നമുക്കറിയാം പാക്കറ്റീനിൽ ക്രോസിംഗ് ഓവർ കഴിഞ്ഞാൽ അല്ലെ, ക്രോസിംഗ് ഓവർ പങ്കെടുത്ത ബൈവാലൻസിനെ കണക്ട് ചെയ്യുന്ന പ്രോട്ടീൻ കോംപ്ലക്സ് ഒക്കെ ഡിസോൾവ് ചെയ്യുന്നു, ബൈവാലൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം പാക്കറ്റിംഗ് കഴിഞ്ഞുള്ള ഡിപ്ലോട്ടീനിൽ കയാസ്മേറ്റ എന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് കിടക്കുമ്പോഴാണ് ബൈവാലൻസിലെ രണ്ടുപേരുടെ റിപ്പൽഷൻ മാക്സിമത്തിലേക്ക് വരുന്നു. അപ്പോൾ എന്നാ സംഭവിക്കും? കയാസ്മേറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ പൊസിഷനിൽ നിന്നും ക്രൊമാറ്റിഡിന് ടിപ്പിലേക്ക് വരും. ആ പരിപാടിക്ക് പറയുന്ന പേരാണെന്ത്? ടെർമിനലൈസേഷൻ. അപ്പോൾ അത് നടക്കുന്നത് എപ്പോഴാണ്? കയാസ്മേറ്റ ഉണ്ടായ സ്റ്റേജായ ഡിപ്ലോട്ടീൻ കഴിഞ്ഞുള്ള ഫേസ്. അപ്പോൾ അതെവിടെയാണത്? ഡയാകൈനേസിസ് അല്ലേ. അപ്പോൾ ടെർമിനലൈസേഷൻ എന്ന് പറയുന്നത് ഏത് ഫേസിൻ്റെ പ്രത്യേകതയാണ്? ഒരു സംശയമില്ല, ഡയാകൈനേസിസ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം. എ സ്പെസിഫിക് recognition sequence identified by endonucleases to make cut at a specific position within DNA. നമുക്കറിയാം ആ സ്പെസിഫിക് ലൊക്കേഷൻ നോക്കി DNA കട്ട് ചെയ്യണമെങ്കിൽ ആർക്കേ പറ്റുള്ളത്? നമുക്ക് പറയാം പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നോക്കിയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ പാലിൻഡ്രോമിക് ആയ സീക്വൻസ് നോക്കിയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം പാലിൻഡ്രോമിക് സീക്വൻസുകളെ നോക്കിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. സോ ആൻസർ ഈസ് ഡയറക്റ്റ് ഓപ്ഷൻ 3. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, 183. വിച്ച് ഓഫ് ദി ഫോളോയിങ് RNA is നോട്ട് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. DNA-യിൽ നിന്നും പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകാനുള്ള ആ ഒരു ഫ്ലോയിൽ നമുക്കറിയാം സ്റ്റെപ്പ് നമ്പർ 1 DNA-യിൽ നിന്ന് ആദ്യം എന്തുണ്ടാകണം? RNAs. അതുകൊണ്ടല്ല RNA വേൾഡ്. RNA വേൾഡിൽ വരുന്ന 3 പേരിൽ അവരിൽ mRNA-യിൽ നിന്നുമാണ് ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി 2 RNAs-ൻ്റെ സഹായത്താൽ പ്രോട്ടീൻ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ DNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ ഒരു സെൻട്രൽ ഡോഗ്മയിൽ പ്രോട്ടീൻ ഫോർമേഷനെ സഹായിക്കാനായിട്ട് ഇടയ്ക്കുണ്ടാകുന്ന RNAs ഏതൊക്കെയാണ്? mRNA, tRNA, rRNA. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് mRNA ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, DNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകാൻ ഏതൊക്കെ RNA വേണം? mRNA വേണം, rRNA വേണം, tRNA വേണം. അപ്പോൾ ഈ ഓപ്ഷനിൽ mRNA വേണം, tRNA, rRNA വേണം അല്ലേ. ചോദിച്ചിരിക്കുന്നത് ഏതാണ് വേണ്ടാത്തതെന്നാണ്. തീർച്ചയായിട്ടും siRNA ആണ്. siRNA എന്ന് പറയുന്നത് നമുക്കറിയാം RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ യൂക്കാരിയോട്ടിൽ നാച്ചുറൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പം റിസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു RNA ആണ്. അപ്പം siRNA എന്ന് പറയുന്നത് നോർമലി DNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന വഴിക്കുള്ള RNA വേൾഡിൽ വരുന്നതല്ല. ഓക്കെ, അപ്പം RNA വേൾഡിൻ്റെ ഭാഗമല്ലാത്തതിനകത്ത് ഏതാണ്? siRNA. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം നമുക്ക്. Which is the only enzyme that has capability to catalyze initiation, elongation, termination in the process of transcription in prokaryote? നമുക്ക് മോളിക്കുലർ ബേസ് എന്നുള്ള ചോദ്യമാണ്. നമുക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻ അവിടെ വന്നിട്ടുമില്ല. എങ്കിൽ നമുക്ക് റൈറ്റ് ആൻസർ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. ശരിയല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സോ 189. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡ്സ്. ലിപ്പിഡ്സിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസറാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ലിപ്പിഡ്സ് ഹാവിങ് ഓൺലി സിംഗിൾ ബോൺസ് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. തെറ്റാണ്.
അൺസാച്ചുറൽ ഫാറ്റി ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അൺഹാപ്പി കാർബൺ ആറ്റം വരും. ദാറ്റ് മീൻസ് ഡബിൾ ബോണ്ട് ഒരെണ്ണ വാല്യൂ അതിനകത്ത് വരും. സാച്ചുറേറ്റിനകത്താണ് ഡബിൾ ബോണ്ട് ഇല്ലാതെ വരുന്നത്. അപ്പം ഇത് തെറ്റാണ്. ദെൻ ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ് ശരിയാണ് അല്ലേ. മെമ്മറിനെ കാണുന്ന മോസ്റ്റ് കോമൺ ഫോസ്ഫോലിപ്പിഡ് ലെസിത്തിൻ ശരിയാണ്. ദെൻ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ഇസ് ഗ്ലിസറോൾ ശരിയാണ്. ഗ്ലിസറോളിൻ്റെ കോമൺ നെയിമായിട്ട് പറയാം ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ അല്ലേ. അറിയാലോ CH3 CH2 CH3 ആണ് പ്രൊപ്പൈൻ. അതിൻ്റെ ഓരോ എച്ച് മാറ്റി OH അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ഗ്ലിസറോൾ ആകുന്നു. അപ്പോൾ അത് ശരിയാണ്. ദെൻ പാമിറ്റിക് ആസിഡ് ഹാസ് 20 കാർബൺ ആറ്റം ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ തെറ്റ്. പാമിറ്റിക് ആസിഡിന് 18 ആണ് വരിക ശരിയല്ലേ. ദെൻ അരാക്കഡോണിക് ആസിഡ് ഹാസ് 16 കാർബൺ ആറ്റം തെറ്റ്. അരാക്കഡോണിക് ആസിഡ് 20 വരും. ഓക്കെ, അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് ബിയും സിയും മാത്രമാണ് അല്ലേ. സോ ബി ആൻഡ് സി ഓൺലി ആർ കറക്റ്റ് അബൌട്ട് ലിപ്പിഡ്. ഓക്കെ, അപ്പം ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹിസ്റ്റോൺ ഈസ് റോങ്? നല്ലൊരു ചോദ്യമാണത്. നമുക്ക് നോക്കാം. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾ ദാറ്റ് ഈസ് ഹിസ്റ്റോൺ ഒക്ടാമർ ശരിയല്ലേ. H2A ഒരു പെയർ, H2B ഒരു പെയർ, H3 ഒരു പെയർ, ദെൻ H4 ഒരു പെയർ. ഹിസ്റ്റോൺ ഒക്ടാമർ. അവിടെ ആര് വേണ്ട? H1 ഹിസ്റ്റോൺ ഇല്ല. ഇനിയും അടുത്തത്, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്തത് ദി pH ഓഫ് ഹിസ്റ്റോൺ ഈസ് സ്ലൈറ്റ്ലി അസിഡിക്. ടോട്ടലി അത് റോങ് ആണ്. നമുക്ക് പറയാം ഹിസ്റ്റോൺസ് എല്ലാം ബേസിക് പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ അസിഡിക്, സ്ലൈറ്റ്ലി എന്നല്ലെങ്കിലും അസിഡിക് എന്ന് വരുമ്പോൾ തന്നെ അത് റോങ് ആണ്. നമുക്കിത് ഫോൾസ് ആയിട്ട് എടുക്കാം. ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ അമിനോ ആസിഡ്സ്. ഏതൊക്കെ അമിനോ ആസിഡാണ്? ലൈസിൻ ആൻഡ് ആർജിനിൻ റിച്ച് ആണത്. കറക്റ്റാണ്. അപ്പോൾ നമുക്കത് ട്രൂ ആയിട്ട് എടുക്കാം. ഹിസ്റ്റോൺസ് ക്യാരി പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് ദി. വളരെ കറക്റ്റ് അല്ലേ ഇത്? അപ്പോൾ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഹിസ്റ്റോണിനെ പറ്റിയുള്ള റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതവിടെ അസിഡിക് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അതെന്താണത്? നമുക്ക് പറയാം സ്ലൈറ്റ്ലി അസിഡിക് എന്ന് പറഞ്ഞാലും ഇനി അസിഡിക് എന്ന് മാത്രമായിരുന്നെങ്കിലും എന്താ എനിവേ അത് തെറ്റാണ്. കാരണം എന്താണ്? ഹിസ്റ്റോൺ ബേസിക് പ്രോട്ടീൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് വൺ നോക്കിയേ. അഡിനോസിൻ ഡിയമൈനേസ് ഡെഫിഷ്യൻസി റിസൾട്ട് ഇൻ ടു. നമ്മുടെ ബയോടെക് ആപ്ലിക്കേഷനിൽ ജീൻ തെറാപ്പിയുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അഡിനോസിൻ ഡി അമൈനേസ് എൻസൈമിൻ്റെ ഡ്രോബാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസീസ് ക്യൂർ ചെയ്യുന്ന പരിപാടി. ആ ഡിസീസിൻ്റെ പേരാണ് സ്കിഡ് എന്ന് പറയുക അല്ലേ. അപ്പോൾ അഡിനോസിൻ ഡി അമൈനേസ് എൻസൈം ഇല്ലാതെ വരുമ്പോൾ എന്താ പ്രശ്നം? നമുക്കറിയാം ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ലിംഫോസൈറ്റ് ഫോർമേഷനൊക്കെ ബ്ലോക്ക് ആകും. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ വീക്കാകും അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് അഡിനോസിൻ ഡി അമൈനേസ് ഡെഫിഷ്യൻസി റിസൾട്ട് ഇൻ ടു. അപ്പം ഡയറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് ഡിസ്ഫങ്ഷണൽ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ. ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുന്നു. അങ്ങനെയാണ് വേറെ ഡിസീസൊക്കെ വരുമ്പോൾ ആൾ ഡെഡ് ആകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ ഓപ്ഷൻ 1 ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 195 ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ കോഡോൺ AUG കോഡ് ഫോർ മെഥിയോണൈൻ ആൻഡ് ഫിനൈൽ അലനൈൻ. ഭയങ്കര തെറ്റല്ലേ അല്ലേ. നമുക്കറിയാം ഒരു കോഡോൺ ഒരിക്കലും 2 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയല്ല. 1 കോഡ് ഓൺലി 1 അമിനോ ആസിഡ്. AUG കോഡ് ഫോർ വാട്ട് ഓൺലി? മെഥിയോണൈൻ ഓൺലി. ഫിനൈൽ അലനൈൻ്റെ കോഡോൺ AUG അല്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് AAG ബോത്ത് കോഡോൺസ് കോഡ് ഫോർ ദ അമിനോ ആസിഡ് ലൈസിൻ. ഇത് ശരിയാണ് അല്ലേ. ലൈസിൻ്റെ 2 കോഡോൺസ് ആണ് ഉള്ളത്. ആ 2 കോഡോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ശരിയാണ്. അപ്പോൾ നോക്കിയേ, ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഫോൾസ്. തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. തെറ്റാണ്. നേരെ തിരിച്ച് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് അല്ലേ. അപ്പം ഓപ്ഷൻ 4 അവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മാച്ച് ഫോളോയിങ് ആണ് കൊടുക്കുന്നത്. നോക്കൂ, ലിസ്റ്റ് 1 കൊടുക്കുന്ന അലൻസ് റൂൾ നമുക്കറിയേണ്ട കാര്യമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അലൻസ് റൂൾ. ഏതാണ് വരുന്നത്? പോളാർ C ശരിയല്ലേ. അപ്പോൾ നമുക്കിവിടെ Aക്ക് 4 വരണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ Aക്ക് നമുക്കിവിടെ 4 നമുക്കങ്ങ് നോട്ട് ചെയ്യാം അല്ലേ. ഇനിയും ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ ഏതാണ്? ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ കങ്കാരു റാറ്റ്. അപ്പോൾ നമുക്കിവിടെ Bക്ക് 1 കൊടുക്കാം. കറക്റ്റ് അല്ലേ. നമുക്ക് നോക്കാം ബിഹേവിയർ അഡാപ്റ്റേഷൻ. അപ്പോൾ Cക്ക് നമ്മൾ ഏത് കൊടുക്കും? അത് ഡെസേർട്ട് ലിസാർഡ്. അപ്പോൾ നമുക്കിത് 2 കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ ആണ് അല്ലേ. ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ ഏത് കൊടുക്കാം? മെറൈൻ ഫിഷ് അറ്റ് ഡെപ്ത്. അപ്പോൾ നമുക്കത് 3 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ Aക്ക് 4 വരണം, Bക്ക് വരേണ്ടത് 1 ആണ്, Cക്ക് വരേണ്ടത് 2 ആണ്, Dക്ക് വരേണ്ടത് 3 ആണ്. സോ റൈറ്റ് ആൻസർ, റൈറ്റ് ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു. ബയോളജി പൊതുവേ നമുക്കറിയാം നമുക്ക്
സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യമേ പറഞ്ഞു, കുറച്ച് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചു, പ്രിപ്പയർ ചെയ്തു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും, നല്ല റാങ്ക് കിട്ടും. നമുക്ക് സന്തോഷിക്കാം. റിസൾട്ട് വരട്ടെ, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, അടിച്ചു പൊളിക്കാം നമുക്ക്. അതെ, എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഓട്ടെ, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി ആപ്ലിക്കേഷൻ പോലെ വന്നേ ഉള്ളൂ. അതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഹായ്, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന എൻട്രൻസ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ, അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇവിടെ നടന്ന ബ്രില്യൻറ്റിൽ നടന്ന മോഡൽ എക്സാംസിന് ശരിക്കും പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നെ ഇട്ടിരിക്കുകയാണ് നീറ്റിനകത്ത്. അങ്ങനെയല്ലേ സാറേ ക്വസ്റ്റ്യൻ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെജോറിറ്റി പേർക്കും നല്ലൊരു സ്കോർ കണ്ടെത്താൻ എന്തായാലും പറ്റും. എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. യെസ്, നമുക്ക് ഓരോന്നിൻ്റെയും ആൻസേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് അത് എന്തുകൊണ്ട് ആൻസറിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 134, അവിടെ നമുക്കൊരു സുവോളജി ക്വസ്റ്റ്യൻ ഉണ്ട്, എവല്യൂഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്, അല്ലേ. അതുകൊണ്ട് ദ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു ഫൗണ്ടർ ഇഫക്റ്റ് ഇൻ എ പോപ്പുലേഷൻ ഈസ്, ഒരു പോപ്പുലേഷനകത്ത് ഫൗണ്ടർ എഫക്റ്റിന് കാരണമായി മാറുന്ന ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ. ഫൗണ്ടർ എഫക്റ്റ് നമ്മൾ പഠിച്ചു, ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ജനറ്റിക് ഡ്രിഫ്റ്റ്, അല്ലേ. ബൈ ചാൻസിലൂടെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസിക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാക്കുന്നത്, അതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പഠിക്കുന്ന ഏതാ, ഫൗണ്ടർ എഫക്റ്റ്. അപ്പോൾ ഇവിടെ വിച്ച് ഫാക്ടർ ലീഡ്സ് ടു ചാൻസ് ഫോർ ഫൗണ്ടർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഏതാ, ഓപ്ഷൻ 4 ആണ്, ദറ്റ് ഈസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്നാൽ നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, ദീസ് ആർ സം ഓഫ് ദി ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്, അല്ലേ. ജനറ്റിക് ഡ്രിഫ്റ്റും ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫൗണ്ടർ എഫക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നത് ഏത് മുഖേനയാണ്, ജനറ്റിക് ഡ്രിഫ്റ്റ് മുഖേനയാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ 4, ദറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 134. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 151. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് wrongly represent the nature of smooth muscle or involuntary smooth muscle feature? These muscles have no striation. ശരിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്മൂത്ത് മസിൽ എന്ന് വിളിക്കുക ഓർ അൺസ്ട്രൈപ്ഡ് മസിൽ എന്ന് വിളിക്കുന്നത്. They are involuntary muscle. Yes, they are not under the control of our will. They are involuntary. കാർഡിയാക് മസിൽസുകളും സ്മൂത്ത് മസിൽസുകളും ഇൻവോളണ്ടറി മസിൽസുകൾ തന്നെയാണ്. Communication junction among the cell is performed by intercalated disc. We know intercalated disc is the feature of cardiac muscle. അവിടെയാണ് communication junction ഉള്ളത്. So this is the wrong match. And the last option, these muscles are present in the wall of blood vessels, അല്ലേ. ഇതിനെ നമ്മൾ വിസറൽ മസിൽസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ വോളുമായി ബന്ധപ്പെട്ടുള്ള മസിൽസുകളൊക്കെ എന്തായിരിക്കും, സ്മൂത്ത് മസിൽസ്, ട്യൂണിക്ക, മീഡിയ, ബ്ലഡ് വെസൽസിന്റെ, അല്ലേ. യെസ്, സോ ദ കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ. യെസ്. അപ്പോൾ നമ്മൾ അടുത്ത 154th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വെനറിയൽ ഡിസീസ്. വെനറിയൽ ഡിസീസ് പറഞ്ഞാൽ ഏതാ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഓർ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓർ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, അല്ലേ. ദിസ് ക്യാൻ സ്പ്രെഡ് ത്രൂ, അത് സ്പ്രെഡ് ചെയ്യുന്ന അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് യൂസിങ് സ്റ്റെറൈൽ നീഡിൽസ്. സ്റ്റെറൈൽ നീഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ചാൻസ് ഫോർ ദ സ്പ്രെഡിങ് ഓഫ് ദിസ് ഡിസീസ് ഫ്രം എ പേഷ്യൻറ്റ് ടു ഹെൽത്തി പേഴ്സൺ, അല്ലേ. അതിനൊരു ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് ഫോൾസ്. ഇനി അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലോ സാറേ, അല്ലേ. ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് അത് ഉറപ്പായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം അത് കറക്റ്റ് ആണ്. അടുത്തത് ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അത് നമ്മൾ എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്, എയ്ഡ്സ് ഒക്കെ, അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ കിസ്സിംഗ് എന്ന് പറയുമ്പോഴേക്കും അതുവഴി ദർ ഇസ് നോ ചാൻസ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഏതാ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അങ്ങനെ കിസ്സിങ്ങിലൂടെ പകരാനാണെങ്കിൽ പിന്നെ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടും, അല്ലേ. അതിനുള്ള ചാൻസ് തീരെ കുറവാണ്. അടുത്തത് ഫോൾസ്. അടുത്തത് ഇൻഹെറിറ്റൻസ്. നമ്മൾ പറയുന്നത് ജനറ്റിക് ഡിസോർഡർ ഒന്നും അല്ലല്ലോ ഈ സെക്ഷുവലി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഫോൾസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ വെനറൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാ, ബി ആൻഡ് സി ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ആൻഡ് സി ഓൺലി, ഓപ്ഷൻ 3, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 155. Select the favorable condition required for the formation of
ഓക്സിഹിമോഗ്ലോബിൻ അറ്റ് ദി ആൽവിയോളായി. നമ്മൾ രണ്ട് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന് ഓക്സിഹിമോഗ്ലോബിൻ ഫോർമേഷൻ ഇൻ ആൽവിയോളയും ഓക്സിഹിമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഇൻ ടിഷ്യൂസിലും. അപ്പോൾ രണ്ട് എൻഡോളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകളാണ് നമ്മൾ പഠിക്കുക. ആൽവിയോളയിൽ ഹൈ PO2 ആയിരിക്കും, പക്ഷേ ഡിസോസിയേഷനുള്ള ഫാക്ടർ ഹൈ PCO2 ആൻഡ് ലോ PO2 ഇൻ ടിഷ്യൂസ്. ഇവിടെ നമുക്ക് പറയുന്നത് ഓക്സിഹിമോഗ്ലോബിൻ ഫോർമേഷൻ. അപ്പോൾ ഹൈ PCO2 കറക്റ്റാണ്, പക്ഷേ ഇവിടെ എന്തായിരിക്കും? ലോ PCO2 ആണ്. എന്നാൽ ടിഷ്യൂസിലെ ഡിസോസിയേഷന് ഹൈ PCO2 ആയിരിക്കും. ദെൻ ഓക്സിഹിമോഗ്ലോബിന് ലെസ് H+ കോൺസെൻട്രേഷൻ ആണ് ഫേവറബിൾ ഇൻ ലങ്സിൽ, എന്നാൽ ടിഷ്യൂസിൽ വരുമ്പോൾ അത് ഹൈ H+ കോൺസെൻട്രേഷൻ ആകും, അതും അറിയാം. ദെൻ ലോവർ ടെമ്പറേച്ചർ, ടിഷ്യൂസിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇവിടെ ഫേവറബിൾ ആയിട്ട് വരുന്നത് ഹൈ PO2, ലോ PCO2, ലെസ് H+ കോൺസെൻട്രേഷൻ ആൻഡ് ലോവർ ടെമ്പറേച്ചർ. ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 156 നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അതായത് അനിമൽ കിങ്ഡത്തിലാണ് നമ്മൾ പലതവണ മാച്ച് ചെയ്തതാണ് ഇവിടെ അല്ലേ? ഫൈസാലിയ ആരാ? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അപ്പം A2 വരുന്ന ഓപ്ഷൻസ് ഇവിടെ നമുക്ക് 1 ഉണ്ട്, 3 ഉണ്ട്. അതിലൊന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് ലിമുലസ് കിങ് ഹോഴ്സ് ഷൂ ക്രാബ് അല്ലേ? നമ്മളത് ലിവിങ് ഫോസിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. B3 അല്ലേ? B3 വരുന്നത് ഇപ്പം A2, B3 വരുന്ന 1 ഉണ്ട്, 3 ഉണ്ട്. അടുത്തത് ആൻസെലോസ്റ്റോമ ഡ്യൂഡിനെയിൽ ആരാ? ഹുക്ക് വോം, നമ്മളെ ഫൈലം ആഷൽമെന്തിസിൽ പഠിച്ചത് അല്ലേ? C4 അല്ലേ? ഇപ്പോൾ C4 വരുന്ന ഓപ്ഷൻ ഇതാണ്. ആൻസർ വരുമ്പോൾ ഇത് വരും. തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ് ആൻസർ അല്ലേ? അടുത്ത നോക്കേ, പിങ്ചാഡ ആരാ? പേൾ ഓയിസ്റ്റർ ആണെന്നാണ്ട്. B1 അല്ലേ? B1 ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്നത്തെ എക്സാമ്പിൾസിനെ ബേസ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് വരുമെന്ന്, അതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഫിങ്ക്ടർ ഓഫ് OD ഈസ് പ്രസന്റ് അറ്റ്. നമ്മൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ഫിങ്ക്ടേഴ്സുകൾ കണ്ടു അല്ലേ? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ, ഇലിയോസീക്കൽ സ്ഫിങ്ക്ടർ ഒക്കെ കണ്ടിട്ട്. ഇവിടെ നമുക്ക് വേണ്ടത് സ്ഫിങ്ക്ടർ ഓഫ് OD. അതെവിടെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് വന്ന് ഡിയോഡനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പൊസിഷനിൽ അവിടെയുള്ള ആ പാൻക്രിയാറ്റിക് ആൻഡ് ബൈൽ ജ്യൂസ് സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന സ്ഫിങ്ക്ടറാണ് സ്ഫിങ്ക്ടർ ഓഫ് OD. സോ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇറ്റ് ലൈസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡിയോഡിനം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 161 നോക്കാം. എറിത്രോപോയറ്റിൻ നമ്മൾ പലതവണ പഠിച്ചതാണിത്. എറിത്രോപോയറ്റിൻ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് RBC പ്രൊഡക്ഷൻ ഓർ RBC ഫോർമേഷൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഏതാണ്? നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് ഓഫ് ദി കിഡ്നി അല്ലേ? അവിടെയാണ് എറിത്രോപോയറ്റിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അവരാണ് RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ആകുന്നത്. ആൽഫ സെൽസ് ഓഫ് പാങ്ക്രിയാസ് അത് നമുക്കറിയാം എൻഡോക്രൈൻ സെൽസ് ആണ്. സെക്രീറ്റ് ഗ്ലൂക്കഗോൺ ആണ് അല്ലെ? ഗ്ലൂക്കോണിന് എറിത്രോപോയറ്റിനകത്ത് റോളില്ല. അടുത്തത് ദ സെൽസ് ഓഫ് റോസ്ട്രൽ അഡിനോഹൈപ്പോവേസിസ്. അഡിനോഹൈപ്പോവേസിസ് നമുക്കറിയാം ദർ ഇസ് എ മേജർ പോർഷൻ ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിന്റെ ഫ്രണ്ട് റീജിയൻ ആണ് റോസ്ട്രൽ എന്ന് പറയുന്നത്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ എറിത്രോപോയറ്റിനെ സ്റ്റിമുലേറ്റ് ആക്കുന്ന അല്ലെങ്കിൽ എറിത്രോപോയസിനെ സ്റ്റിമുലേറ്റ് ആക്കുന്ന ഹോർമോൺ ഇല്ല. അത് സെൽസ് ഓഫ് ബോൺമാരോ. ബോൺമാരോയിലെ സെൽസിൽ നിന്ന് RBC ഫോം ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ ഹോർമോൺ അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 162. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബയേഴ്സ് ഹോളോ ആൻഡ് ന്യൂമാറ്റിക് ബോൺസ്? നിങ്ങൾക്കറിയാം ഈ ഹോളോ ന്യൂമാറ്റിക് ബോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ക്ലാസിൻ്റെ ഫീച്ചറാണ് അല്ലെ? ഏവ്സിൻ്റെ ബേർഡ്സിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബേർഡ്സ് എന്ന് പറയാൻ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, നിയോഫ്രോൺ വൾച്ചർ. ഹെമിഡാക്ടൈലസ് എന്ന് പറയുന്നത് ഒരു ലിസാർഡാണ്. മാക്രോപ്പസ് എന്ന് പറയുന്നത് കെങ്കറു ആണ്. ഓർണിത്തോറിംഗസ് എന്ന് പറയുന്നത് ഒരു എഗ് ലേയിങ് മാമലാണ്. സോ കറക്റ്റ് വൺ ഫസ്റ്റ് ഓപ്ഷൻ നിയോഫ്രോൺ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 166. നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറെ ക്വസ്റ്റ്യൻസ് വളരെയധികം ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് ചെയ്തതാണ് അല്ലേ? നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മെറ്റാജെനിസിസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിഡേറിയക്കകത്താണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഏതാ? പോളിപ് പ്രൊഡ്യൂസ് മെഡൂസ സെക്ഷുവലി, മെഡൂസ ഫോംസ് പോളിപ് സെക്ഷുവലി അല്ലേ? മെറ്റാജെനിസിസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഹെൽമിൻസ് അല്ല, വേംസിലല്ല. അത് ഇതിനകത്തായിരുന്നു ഫൈലം നിഡേറിയയിൽ. അതിൽ തന്നെ നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചായിരുന്നു ഏതാ? ഒബീലിയ അല്ലേ? അപ്പോൾ ഇത് ഫോൾസ് ആണ്. അടുത്തത് നോക്കാം. എക്കനഡംസ് ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ശരിയാണല്ലോ. നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ അങ്ങോട്ടേക്കെല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ
ഈ എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഒരു ട്രൂ സിലോമേറ്റ് ആണ്, എൻഡറോ സിലോമേറ്റ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് റൗണ്ട് വേംസ് ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ. നമ്മൾ ഫൈലം പ്ലാറ്റിക്കൽ മിതസ് പോലെ അങ്ങോട്ടേക്ക് എല്ലാം തന്നെ ഏതാ ഓർഗൻ സിസ്റ്റം ലെവലാണ് പഠിച്ചിരിക്കുന്നത്, അതും ട്രൂ ആ. അടുത്ത കോംപ്ലേറ്റ്സ് പ്രസന്റ് ഇൻ ട്യൂണോഫോർസ് അല്ലെ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് പ്ലേറ്റ്സ് ആണ് കോംപ്ലേറ്റ്സ്. അത് ട്യൂണോഫോറൊക്കെ ഉണ്ട്. ഹെൽപ്സ് ഫോർ ഡൈജഷൻ അല്ല, ലോക്കോമോഷൻ ആണ് അതിന്റെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓർ ആംബുലക്രൽ സിസ്റ്റം, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ, ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കനോഡംസ്, ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് പറയണം. നോക്കാം. നമുക്ക് എ തെറ്റാണ്, ബി ട്രൂ ആണ്, അടുത്തത് സി ട്രൂ ആണ്, പിന്നെ ഇ ട്രൂ. അപ്പം ബി സി ഇ അങ്ങനെ വരുന്ന ഓപ്ഷൻ ആൻഡ് ബി സി ആൻഡ് ഇ ആർ കറക്റ്റ്. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഈസ് 4. Next question. Receptors for sperm binding in mammals are present on. നമുക്കറിയാം ഒരു ഓവത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് വിട്ടലൈൻ മെംബ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയറിലേക്കാണ് സ്പേം വന്ന് ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഇരിക്കുന്നത്. സോണ പെലൂസിഡ. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സോണ പെലൂസിഡ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്തത് ഇത് നമ്മൾ നേരത്തെ പലതവണ വന്നിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ശരിക്കും അല്ലേ. ഇത് നമ്മൾ പണ്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ല, ഇത് തന്നെ കാണുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ, ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അഫക്ട് ചെയ്യുന്നത്, ലീഡിങ് ടു ഫറ്റീഗ് വീക്കനിങ്. ഇത് നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റാ. ലീഡിങ് ടു ഫറ്റീഗ് വീക്കനിങ് ആൻഡ് പാരാലിസിസ് ഓഫ് സ്കെൽറ്റൽ മസിൽസ് ഈസ് കോൾഡ് ആസ് ആർത്രൈറ്റിസ് ആണോ? അത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ആണ് അല്ലേ, അതല്ല. അടുത്ത മസ്കുലാർ ഡിസ്ട്രോഫി, അത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് അല്ലേ, അതുമല്ല. പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽസ് ആണ്. അടുത്ത മൈസ്തീനിയ ഗ്രാവിസ്, ദറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഗൗട്ട് നമുക്കറിയാം ഒരു ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ജോയിന്റ്സ് ആണ് അല്ലേ. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോർമോൺ റിലീസിങ് IUD അല്ലെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IUDകൾ നമ്മൾ പഠിച്ചു അല്ലെ. കോപ്പർ ടീ അതെന്നറിയാം, അത് കോപ്പർ റിലീസിങ് ആണ്, അപ്പോൾ അതല്ല. സെക്കൻഡ് വൺ LNG-20 അല്ലെ. ഇതാണ് നമ്മൾ പഠിച്ച ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഹോർമോൺ റിലീസിങ് IUD. ദെൻ കോപ്പർ 7 അതും ഒരു കോപ്പർ റിലീസിങ് ആണ്, അതും തന്നെ അറിയാം. അടുത്തൊരു കോപ്പർ റിലീസിങ് ആണ് മൾട്ടിലോഡ് 375. സോ ദ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് വൺ. അപ്പോൾ നമുക്ക് 171 ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. വോൾട്ട് നമുക്കറിയാം അതൊരു ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് അല്ലേ. വോൾട്ട്സ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ജോലി എൻട്രി ഓഫ് സ്പേം ത്രൂ സെർവിക്സ് ഈസ് ബ്ലോക്ക്ഡ്. സെർവിക്സ് വഴിയുള്ള സ്പേമിന്റെ എൻട്രിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതാണ് ആരുടെ ഫംഗ്ഷൻ? വോൾട്ട്സ്. അപ്പം A1 അല്ലേ. A1 വരുന്ന ഓപ്ഷൻ ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. ആൻസർ ഈസ് 2. അതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താം അല്ലേ. ഇനി IUDs നമ്മൾ പറയുന്നത് ഏതാണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലേ. ഫാഗോസൈറ്റോസിസ് സ്പേം വിത്തിൻ ദ യൂട്രസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് B3, ഇവിടെ B3 തന്നെയാണ്. അടുത്തത് വാസെക്ടമി, ഒരു സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് അല്ലേ. നോക്കാം. വാസെക്ടമി എന്ന് പറയുമ്പോഴേക്കും റിമൂവൽ ഓഫ് വാസ് ഡിഫറൻസ് C2 അല്ലേ. C2 വന്നിട്ടുണ്ട്. അടുത്തത് ട്യൂബക്ടമി, റിമൂവൽ ഓഫ് ഫലോപ്പിയൻ ട്യൂബ് അല്ലേ. അപ്പം D4 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആൻസർ ചെയ്തേ വരികയുള്ളൂ, ഓപ്ഷൻ 2 ആണ് അല്ലേ. ആകപ്പാടെ ഒരൊറ്റ ഓപ്ഷൻ അങ്ങനെ ഉള്ളു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞത്. ഈ മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ കാണുകയുള്ളൂ അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 172. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ 2 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഒരു ലിസ്റ്റിൽ കുറച്ച് ഫീച്ചേഴ്സുകളും ആനിമലിൻ്റെ ഫീച്ചേഴ്സും മറ്റത് ആനിമൽ ഗ്രൂപ്പിൻ്റെ പേരുമാണ് തന്നിരിക്കുന്നത്. മെറ്റാമെർസം എന്ന് പറയുന്നത് ഒരു ട്രൂ സെഗ്മെൻറ്റഡ് ആനിമലിൻ്റെ ഫീച്ചറാണ്. ട്രൂ സെഗ്മെൻറ്റഡ് ആനിമൽ എന്ന് പറയുന്നത് ഇവിടെ അനലിഡയാണ്. അടുത്തത് കനാൽ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുള്ളത് പോരിഫറയിലാണ്, വാട്ടർ സർക്കുലേഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ കനാൽസ്. സോ കനാൽ സിസ്റ്റം ഫൗണ്ട് ഇൻ പോരിഫറ. കോംബ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലോക്കോമോട്ടറി സ്ട്രക്ചറാണെന്ന് പഠിച്ചിട്ടുണ്ട്, ഫൗണ്ട് ഇൻ ടീനോഫോഴ്സ് അല്ലെ. കോംബ് ജെല്ലീസുകൾ അല്ലെ, കോമൺ ആയിട്ട് വിളിക്കുന്ന കോംബ് ജെല്ലീസ്, കോംബ് പ്ലേറ്റ്സ്. സോ ടീനോഫോറ. ആൻഡ് നിഡോബ്ലാസ്റ്റ് അല്ലെ, വെരി സ്പെഷ്യൽ ഫീച്ചർ ഓഫ് നിഡോറിയൻസ്, പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഫോർ ഡിഫൻസ്, ഒഫൻസ്, ആങ്കറേജ് എറ്റ്സെട്ര. So here correct one, A3 and B4 and C2 and D1. So correct option, third option. Okay. Next. Question number 176. Which enzyme is responsible for the conversion of inactive fibrinogen into fibrin? നമ്മൾ പഠിച്ച് ബ്ലഡ് കൊയാഗുലേഷൻ്റെ 4ാമത്തെ സ്റ്റെപ്പാണിത് അല്ലേ. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഏതാ? ത്രോംബിൻ എന്ന് പറയുന്ന ആക്ടിവേറ്റഡ് പ്രോട്ടീൻ വന്നിട്ട് ഫൈബ്രിനോജൻ
അല്ലേ എന്ന് പറയുന്ന ആ ഒരു സോളബിൾ ആയിട്ടുള്ള ഇനാക്റ്റീവ് പ്ലാസ്മ ബ്ലഡിനെ കൺവേർട്ട് ചെയ്ത് ഇൻസോളബിൾ ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റും അല്ലേ. എന്നിട്ട് ആ ഫൈബ്രിൻ ത്രെഡ് RBCകളിലേക്ക് ഡിഫ്യൂസ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഫൈബ്രിനോജനെ കൺവേർട്ട് ചെയ്ത് ഫൈബ്രിൻ ത്രെഡുകളാക്കി മാറ്റുന്നത് ആരാണ്? ത്രോംബിനാണ് അല്ലേ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. റെനിന് ഇവിടെ റോൾ ഇല്ല. ബ്ലഡ് കോയാഗുലേഷൻ്റെ എന്തെങ്കിലും റോൾ റെനിനുണ്ടോ സാറേ? ഇല്ല. എപ്പിനെഫ്രിൻ ഉണ്ടോ? ഇല്ല. ത്രോംബോകൈനേസ് അതുണ്ട്. പക്ഷെ ത്രോംബോകൈനേസ് റോൾ എന്താ? പ്രോത്രോമിനെ കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് ത്രോംബിനാക്കി മാറ്റുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ആൻസർ ചെയ്തേ വരികയുള്ളൂ ഓപ്ഷൻ 1. ഓക്കെ. നെക്സ്റ്റ് 177. സക്കസ് എൻഡറിക്കസ് ഈസ് റെഫേർഡ് ടു ആസ്. നിങ്ങൾക്കറിയാം ഇതൊരു ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ പേരാണ് അല്ലേ. ഡൈജസ്റ്റീവ് സെക്രീഷൻ സെക്രീറ്റഡ് ഫ്രം ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റഡ് ആൻസറിലേക്ക് വരാം. അത് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ല, ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസും അല്ല, കൈമും അല്ല. കൈം എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ സ്റ്റൊമക്ക് ആണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 180. Okay, persons with the AB blood group are called as യൂണിവേഴ്സൽ റെസിപ്പിയൻസ്. നമുക്കറിയാം AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നും O ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കാൻ കാരണം അവർക്ക് ആരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ആ ഡോണേഴ്സിൽ നിന്ന് വരുന്ന ആൻറ്റിജനെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇവരുടെ ബ്ലഡിൽ പ്ലാസ്മയിൽ ആരില്ല, ആൻറ്റിബോഡീസ് ആർ ആബ്സെൻറ്റ്. എന്നാൽ 2 ആൻറ്റിജൻസും ഉണ്ട്, അത് പോയിക്കോട്ടെ. പക്ഷേ ആൻറ്റിബോഡി ആണല്ലോ പ്രധാനം റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അയാൾക്ക് ആൻറ്റിബോഡി എയോ ആൻറ്റിബോഡി ബിയോ ഇല്ല. ദാറ്റ് ഈസ് റീസൺ AB ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. നോക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ് A ആൻഡ് B ഓൺ ദ സർഫസ് ഓഫ് RBCs. അല്ല, അവർക്ക് ആൻറ്റിജൻ പ്രസൻ്റ് ആണ്. ഇവിടെ ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അപ്പോൾ അത് ഫോൾസ് ആണ്. അടുത്തത് ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ് A ആൻഡ് B ഇൻ പ്ലാസ്മ. പ്ലാസ്മയിൽ ഒരിക്കലും ആൻറ്റിജൻ വരാറില്ല, അതല്ലേ തന്നെ ഫോൾസ് ആണ്. പിന്നെ ആബ്സെൻറ്റ് ഓഫ് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ്, ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആണ്. ആൻറ്റിബോഡി A ആൻഡ് ആൻറ്റിബോഡി B ഓൺ RBC ആണോ? അല്ല, RBCയിലല്ല, പ്ലാസ്മയിലാണ് വരേണ്ടത്. അപ്പോൾ ഇതും ഫോൾസ് ആയി. എന്നാൽ ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ്, ദാറ്റ് ഈസ് ആൻറ്റിബോഡി A ആൻഡ് ആൻറ്റിബോഡി B ഇൻ പ്ലാസ്മ. അതുകൊണ്ട് അവർക്ക് ഏത് ഡോണേഴ്സ് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരെ യൂണിവേഴ്സൽ റിസിപ്പിയൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 4. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കോക്രോച്ച്? ഫസ്റ്റ് ഓപ്ഷൻ, എ റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് CK ഈസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. ഗ്യാസ്ട്രിക് CK എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റിംഗ് സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫോഗട്ട് ആൻഡ് മിഡ്ഗട്ട് എന്നാണ് വരേണ്ടിയിരുന്നത്. സോ ദാറ്റ് ഈസ് ദ റോങ് വൺ. ദെൻ ഹൈപ്പോഫാരിങ്സ് അല്ലെ, ടങ് ലൈക്ക് സ്ട്രക്ചർ ലൈസ് വിതിൻ ദ ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ മൗത്ത് പാർട്സ് അല്ലെ. മൗത്ത് പാർട്സുകളായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിനുള്ളിനകത്താണ് എന്തിരിക്കുന്നത്? ഹൈപ്പോഫാരിങ്സ്. അത് കറക്റ്റാണ്. In female, that 7th and 9th sterna together forms a genital pouch. അതും കറക്റ്റാണ്. ജനൈറ്റൽ പൗച്ച് എന്ന് പറയുന്ന പൗച്ചിൻ്റെ പൗച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന 2 സെഗ്മെന്റുകളാണ് 7th and 9th sterna. കറക്റ്റാണ്. 10th abdominal segment in both sexes bears a pair of anal cerci അല്ലേ. anal cerci എന്ന് പറയുന്ന ഒരു സെൻസറി സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് അറൈസിംഗ് ഫ്രം ദ 10th tergum of both male and female. അതും കറക്റ്റ് ആണ്. സോ ഹിയർ ഇൻകറക്റ്റ് വൺ, ദാറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 185 നോക്കാം. ബ്രീത്തിങ് ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ദ പാർഷ്യൽ പ്രഷർ ഇൻ മില്ലിമീറ്റർ മെർക്കുറി ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് അൽവിയോളെ ദാറ്റ് ഇസ് ദ സൈറ്റ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പം അൽവിയോളയില PO2 ആൻഡ് PCO2 എത്രയാണെന്ന് നോക്കാം. ഒന്നാമത്തത് PO2 104 മില്ലിമീറ്റർ മെർക്കുറി ആൻഡ് PCO2 40 മില്ലിമീറ്റർ മെർക്കുറി. ശരിയല്ലേ? അതാണ് കറക്റ്റ് ആൻസർ അല്ലേ. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്ക്. PO2 40 ആൻഡ് PCO2 45. ഇതെന്ന് പറഞ്ഞാൽ ഏത് ബ്ലഡാ? ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലേ. ഡി ഓക്സിജൻ ബ്ലഡ് ാണ് നമ്മൾ പറയുന്ന ഏത് PO2 40 ആയിട്ട് വരുന്നത്, PCO2 45 വരുന്നത് അല്ലേ. അടുത്തത് PO2 95 ആൻഡ് PCO2 40. അത് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഞാൻ O2 ബ്ലഡ് എന്ന് എഴുതാം, ഓക്സിജനേറ്റഡ് ബ്ലഡ് കേട്ടോ. അടുത്തത് PO2 159 മില്ലിമീറ്റർ മെർക്കുറി ആൻഡ് PCO2 0.3 മില്ലിമീറ്റർ മെർക്കുറി. അത് എവിടെയാ? അറ്റ്മോസ്ഫിയറിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 1. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ B. Which of the following is not a step in multiple ovulation embryo transfer technology? നമുക്കറിയാം ഹെയർ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ടെക്നിക്കാണ് MOET അല്ലെ, ലാർജ് സ്കെയിൽ ഹെയർ ഡെവലപ്മെന്റിന് വേണ്ടി. ഫസ്റ്റ് ഓപ്ഷൻ, കൗ ഈസ് അഡ്മിനിസ്റ്റേർഡ് ഹോർമോൺ ഹാവിംഗ്
LH-like activity for superovulation. ആണോ? സൂപ്പർഓവുലേഷൻ മൾട്ടിപ്പിൾ ഓവർ ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ഹോർമോൺസുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് LH ആണോ? അല്ല, LH അല്ല, പകരം അത് എന്താണ്? FSH എന്നാണ് വരേണ്ടിയിരുന്നത്. ശരിയല്ലേ? സെക്കൻഡ് ഓപ്ഷൻ, കൗ ഈൽഡ്സ് അബൌട്ട് 6 to 8 eggs at a time. നോർമലി ഒരു എഗ് റിലീസ് ചെയ്യുകയുള്ളൂ, പക്ഷേ സൂപ്പർ ഓവുലേഷന്റെ ഫലമായിട്ട് FSH ഇഞ്ചെക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മെനി എഗ്സ് ആർ റിലീസ്ഡ് അറ്റ് എ ടൈം. കറക്റ്റ് ആണ്. കൗ ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ശരിയല്ലേ? ഇങ്ങനെ സൂപ്പർ ഓവുലേറ്റ് ചെയ്ത കൗവിനെ ഒന്നുകിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ വളരെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ എലൈറ്റ് ബുള്ളിനെ കൊണ്ട് ഇൻസെമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മേറ്റിംഗ് നടത്താം. ഓക്കെ. ഫോർത്ത് ഓപ്ഷൻ, ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു സറോഗേറ്റ് മദേഴ്സ് അറ്റ് 8 to 32 സെൽഡ് സ്റ്റേജ്. അല്ലെ, ഈ സ്റ്റേജിലാണ് നോൺ സർജിക്കലി റിമൂവ് ദോസ് എഗ്സ് ഫ്രം സറോഗേറ്റ് മദർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു റിമൂവ്ഡ് ഫ്രം മദർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സറോഗേറ്റ് മദർ. അതും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. അത് ഇൻകറക്റ്റ് ആണ്, കാരണം അവിടെ LH പകരം FSH ആണ് വരേണ്ടിയിരുന്നത്. Okay, next. Yes, question number 187. Which of the following secretes the hormone relaxin during the later phase of pregnancy? Ando, pregnancy-യുടെ later phase-ൽ relaxin എന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ആരാണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ. പ്രഗ്നൻസി എന്താകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മാത്രമല്ല, റിലാക്സ് എന്ന ഹോർമോൺ സെക്രറ്റഡ് ബൈ മെയിൻലി പ്ലാസൻഡ ആൻഡ് ഓൾസോ കോർപ്പസ് ലൂട്ടിയം. അല്ലേ? കാരണം നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ എൻഡ് വരെ നിലനിൽക്കുന്നുണ്ട്. അത് 13th പ്രഗ്നൻസി തുടങ്ങി 13th to the 17th വീക്കൊക്കെ ആവുന്ന സമയത്ത് നേരെ യൂട്രസിനുള്ളിലേക്ക് ഇൻവല്യൂട്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. ബോഡിക്കുള്ളിലേക്ക് ഇൻവല്യൂട്ട് ചെയ്ത് നിൽക്കും എന്ന് കരുതി അത് പൂർണ്ണമായിട്ടും ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ല. അതവിടെ നിലനിൽക്കും. നിലനിന്നിട്ട് അതിനെ നിലനിർത്താൻ സഹായിക്കുന്നത് HCG ഒക്കെയാണ്. എന്നിട്ട് പ്രഗ്നൻസിൽ എൻഡാകുമ്പോൾ, ഇത് പലതവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യം, പ്രഗ്നൻസിൽ എൻഡാകുമ്പോൾ ആ പിബിക് സിംഫൈസിനെ സോഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റിലാക്സിനെ റിലീസ് ചെയ്യും. ആരാ? കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. എന്നാൽ ഫീറ്റസ് ആണോ ഈ പറഞ്ഞ പാർച്യുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്, റിലാക്സ് റിലീസ് ചെയ്യുന്നത്? അല്ല. പിന്നെ യൂട്രസ് ആണോ? അതുമല്ല. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തേ വരികയുള്ളൂ ഓപ്ഷൻ 2, കോർപ്പസ് ലൂട്ടിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് മസ്കുലാർ കൺട്രാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഒക്കർ? അല്ലേ, ഒരു സാർക്കോമിയറിന്റെ കൺട്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുക. അപ്പോൾ സാർക്കോമിയറിൽ പഠിച്ചിട്ടുള്ള പല കമ്പോണൻസുകളുണ്ട്, A ബാൻഡ്, I ബാൻഡ്, H ബാൻഡ് ഒക്കെ. അതിനെന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ, H സോൺ ഡിസപ്പിയേഴ്സ്. ശരിയാണ്. ആക്ടിൻ ഫിലമെന്റുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് H സോൺ. സോ ഡ്യൂറിംഗ് മസിൽ കൺട്രാക്ഷൻ ആക്ടിൻ മൂവ് ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് ദെയർ ബൈ H സോൺ ഡിസപ്പിയേഴ്സ്. അത് കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ, A ബാൻഡ് വൈഡൻസ്. അത് തെറ്റാണ്. A ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് റീജിയൻ ആണ്. ഒരു സാർക്കോമിയറിന്റെ A ബാൻഡ് എപ്പോഴും അതേ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ ഇവിടെ A ബാൻഡ് വൈഡൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. So this is a false one. Then I band reduces in width. അതും കറക്റ്റ് ആണ്. അല്ലേ, ഒരു സാർക്കോമിയർ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ I band region gradually decrease. കാര്യം ആക്ടിൻ ഫിലമെന്റ് മയോസിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് I band gradually diminishes. അതും കറക്റ്റ് ആണ്. മയോസിൻ ഹൈഡ്രോളൈസസ് ATP releasing ADP and inorganic phosphate. നമുക്കറിയാം ATP hydrolysis and energy is needed for muscle contraction. As a result, ADP and inorganic phosphate released. അതും കറക്റ്റ് ആണ്. Then Zeline attached to actins are pulled inwards. ശരിയല്ലേ? ഒരു സാർക്കോമിയറിന്റെ ലിമിറ്റിംഗ് ബൗണ്ടറി എന്ന് പറയുന്നത് സെലൈൻസുകളാണ്. അപ്പോൾ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? സെലൈൻസ് അറ്റാച്ച് ടു ആക്ടൻസ് ആർ പുൾ ഇൻവേഴ്സ് ആൻഡ് ദെയർബൈ റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് സാർക്കോമിയർ. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ബി ഒഴിച്ച് ബാക്കി എല്ലാം കറക്റ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. സോ ആ ബി ഒഴിച്ചുള്ള എല്ലാം, ദാറ്റ് ഈസ് A, C, D and E ഓപ്ഷൻസ് ആർ റൈറ്റ്. സോ ഫസ്റ്റ് ഓപ്ഷൻ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 191. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അല്ലേ, എവല്യൂഷൻ എന്ന ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 1 അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ 3 പഠിച്ചിട്ടുള്ളൂ. പ്ലാസന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, മാർസുപ്പിൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, ദെൻ ഡാർവിൻസ് വിഞ്ചസ് ഇൻ ഗാലപ്പഗസ് ഐലൻഡ്സ്. അല്ലേ, ഇവിടെ തന്നെ A4 ഡാർവിൻസ് വിഞ്ചസ്. അല്ലേ, A4 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. ആൻസർ ഈസ് 1. അല്ലേ, പെട്ടെന്ന് കിട്ടിയ ആൻസർ. അടുത്തേക്കാം കൺവെർജന്റ് എവല്യൂഷൻ. അതെ, ഇവിടെ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. അത് അനലോഗസ് സ്ട്രക്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. അല്ലേ, ഇപ്പം തന്നെ B3. ഇവിടെ B3 ആണല്ലോ. ദെൻ ഇനി
ഡൈവേർജന്റ് എവല്യൂഷൻ, അതിന്റെ ബോൺസ് ഓഫ് ഫോർലിം ഇൻ മാൻ ആൻഡ് വെയിൽ, നമ്മുടെ മാൻ, ബാറ്റ്, വെയിൽ ആൻഡ് ചീറ്റ അവരുടെ ഫോർലിംബ് ബോൺസ് അല്ലേ, അത് സ്ട്രക്ചറൽ സിമിലാരിറ്റി പ്രൂവ് ചെയ്യുന്നുണ്ട്, കോമൺ ആൻസസ്റ്റ് കാണിക്കുന്നതാണ് അല്ലേ. അത് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഡൈവേർജന്റ് എവല്യൂഷൻ C2 അല്ലേ. ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിരുന്നു, ഇവിടെ C2 വന്നു. അടുത്ത എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ, നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ച് ഏതാ, DDT മസ്കിറ്റോസ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയാസ്. അതാണ്ട് സെലക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ D1 വന്നിട്ടുണ്ടല്ലോ. ആൻസർ ഏതാ, ഓപ്ഷൻ 1 ആണ്. Next, 192. Identify the types of cell junctions that helps to stop the leakage of substances across a tissue and facilitation of communication with the neighboring cells via rapid transfer of ions and molecules. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസുകൾ പഠിച്ചു. അതിൽ 2 ജംഗ്ഷൻസുകളുടെ ഫീച്ചേഴ്സുകളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് ദാറ്റ് ജംഗ്ഷൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് ദ ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ്. അങ്ങനെയുള്ള ജംഗ്ഷൻ്റെ പേര് നമുക്കറിയാം, ദറ്റ് ഈസ് ടൈറ്റ് ജംഗ്ഷൻ എന്നാണ്. ശരിയല്ലേ? ദാറ്റ് ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്സ് ടു സ്റ്റോപ്പ് ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ജംഗ്ഷൻ ഫെസിലിറ്റേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് 2 സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സൈറ്റോപ്ലാസംസുകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്തിരിക്കുന്ന ജംഗ്ഷൻ ഏതെന്ന, ആ കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ്റെ പേര് ഗ്യാപ്പ് ജംഗ്ഷൻ എന്നാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ tight junction and gap junction respectively. So correct option second one. Yes, question number 193. നോക്കാം. Following are the statements about prostomium of earthworm. ആക്ച്വലി നമ്മൾ പലതവണ പറഞ്ഞായിരുന്നു നമ്മുടെ NTA സിലബസ് പ്രകാരം ഏതായിരുന്നു, കോക്രോച്ച് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അൺഫോർച്യുനേറ്റ് എന്താണ് പറയുന്നത്, യാദൃശ്ചികമായിട്ട് ഇത് വന്ന് ചേർന്നു ഈ ക്വസ്റ്റ്യൻ. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എർത്ത് ഫ്രോഗും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു പോയിന്റാണ് ദാണ്ട് ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രോസ്റ്റോമിയം. പെരിസ്റ്റോമിയം എന്ന് പറയുന്ന ഫസ്റ്റ് സെഗ്മെന്റിൽ കാണപ്പെടുന്ന ഒരു കവറിംഗ് ആണ് അത് പ്രോസ്റ്റോമിയം എന്ന് പറയുന്നത് അല്ലേ. ദാണ്ട് ഇറ്റ് സെർവ്സ് ആസ് എ കവറിംഗ് ഫോർ ദി മൗത്ത് അല്ലെ, പ്രസന്റ് ഇൻ ഫസ്റ്റ് സെഗ്മെന്റ്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു ഓപ്പൺ ക്രാക്സ് ഇൻ ദി സോയിൽ ഇൻ ടു വിച്ച് ഇറ്റ് ക്യാൻ ക്രോൾ. അവർക്ക് ക്രോൾ ചെയ്യാൻ വേണ്ടി വിള്ളലുകൾക്കിടയിലേക്ക് ഈ പ്രോസ്റ്റോം ഇടിച്ച് കയറ്റി ഇത് ക്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ, അത് സഹായിക്കുന്നുണ്ട്, ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്. ദറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദി സെൻസറി സ്ട്രക്ചർ. ശരിയാണ്, അവിടെ കുറെ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ സെൻസറി ഓർഗൻ, അതും കറക്റ്റാണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ബോഡി സെഗ്മെന്റ് അല്ല, വേറെ ഫസ്റ്റ് ബോഡി സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പെരിസ്റ്റോമിയം എന്നാണ്, അല്ലാതെ പ്രോസ്റ്റോമിയം അല്ല, പെരിസ്റ്റോമിയം. ദറ്റ് ഈസ് ദ ഫസ്റ്റ് സെഗ്മെന്റ്. ആ പെരിസ്റ്റോമിയത്തിൽ കാണുന്ന ഒരു കവറിംഗ് ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ആര്, ഈ ഫ്ലാപ്പ് പോലെ കാണപ്പെടുന്ന പ്രോസ്റ്റോമിയം അല്ലേ. അപ്പോൾ പ്രോസ്റ്റോമിയത്തെ സംബന്ധിച്ച് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? ABCR കറക്റ്റ്. അപ്പോൾ ABCR കറക്റ്റ്. ഇവിടെ ABD ആണ്, ABCD എന്തെങ്കിലും കറക്റ്റ് ആണല്ലോ. ബിയും സിയും കറക്റ്റ്, അത് ശരിയാ. പക്ഷേ എങ്കിൽ തന്നെ മോസ്റ്റ് അപ്രോപ്രിയറ്റിലേക്ക് പോകുമ്പോൾ ഏതാ, ഫസ്റ്റ് വൺ. ദറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, എ പേഴ്സൺ ഗോസ് ടു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് എക്സ്പീരിയൻസസ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്, അല്ലെങ്കിൽ നമ്മൾ മൗണ്ടൻ സിക്നസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, വിത്ത് സിംറ്റംസ് ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആൻഡ് ഹാർട്ട് പാൽപിറ്റേഷൻസ് അല്ലേ. എന്താണ് ഇത് ആക്ച്വലി? നമുക്കറിയാം, ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും. അതിനനുസരിച്ച് ഒരു പേഴ്സണിന് അപ്പിയർ ചെയ്യുന്ന, ഒരു ഗ്രൗണ്ട് ലെവലിൽ താമസിക്കുന്ന ഒരു പേഴ്സൺ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന പ്രോബ്ലങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രോബ്ലം ഓർ മൗണ്ടൻ സിക്നസ്. അതിൻ്റെ റീസൺ ആണ് അടുത്ത് പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ അറ്റ്മോസ്ഫറിക് പ്രഷർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ദ ബോഡി ഡസ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ. മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറഞ്ഞു വരുന്നു, അതിനനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ സിംറ്റംസുകൾ ആൾ കാണിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന അസേർഷനുള്ള റീസൺ തന്നെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ആൻസർ ഫസ്റ്റ് വൺ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 198. നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. ഫിലേരിയാസിസ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? നോൺ കോഡേറ്റിലും പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലും പഠിക്കുന്നുണ്ടായിരുന്നു. ഫിലേരിയാസിസ് കോസ്ഡ് ബൈ വിച്ചറേരിയ ബാങ്ക്രോഫ്റ്റി. എലിഫന്റിയാസിസ് അല്ലേ, അത് നമ്മൾ A3. അപ്പോൾ A3 വരുന്നത്
ഇവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അതാണ്ടേ സെക്കൻഡ് ഓപ്ഷൻ, അതാണ് കറക്റ്റ് ആൻസർ. ഒരെണ്ണത്തിൽ തീർന്നത്. ബാക്കി നോക്കാം. അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി അല്ലേ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അപ്പൊ B4, ഇവിടെ B4 കറക്റ്റ് ആണ്. അടുത്തത് ന്യൂമോണിയ അല്ലെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ പോസിറ്റീവ് ഏജന്റ്. അപ്പൊ C1 അല്ലെ, C1. അടുത്ത റിംഗ് വേം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ അല്ലെ, നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ അതാണ്ട് D2, ഇവിടെ D2 ആണ്. അപ്പോൾ ആൻസർ ചെയ്തേ വരത്തുള്ളൂ ഓപ്ഷൻ 2. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 199. Which of this is not an important component of initiation of parturition in human? Initiation of parturitionുമായി ബന്ധപ്പെടാത്ത പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. നോട്ട് ആൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡ്യൂറിംഗ് parturition there is an increase in estrogen and progesterone ratio. കറക്റ്റ് ആണ്. Synthesis of prostaglandin, special chemical essential for that uterine contraction and parturition. സോ അതും കറക്റ്റ് ആണ്. റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ, അതും വളരെ എസെൻഷ്യൽ ആണെന്ന് നമുക്കറിയാം യൂട്രൈൻ കോൺട്രാക്ഷന് വേണ്ടി. സോ അതും കറക്റ്റ് ആണ്. ആൻഡ് റിലീസ് ഓഫ് പ്രൊലാക്ടിൻ, പ്രൊലാക്ടിൻ ലാക്ടേഷൻ ഇനിഷ്യേറ്റിംഗ് ഹോർമോണാണ്. എന്തായാലും പാർച്ചൂർഷൻ സമയത്ത് അതിൻ്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞാണ് അതിൻ്റെ ആവശ്യം. സോ ദാറ്റ് ഈസ് ദ റോങ് വൺ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 200 അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 200. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സ്കാപ്പുല, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. സ്കാപ്പുല നമുക്കറിയാം ഇസ് എ ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ അല്ലേ, ഇത് A4 അല്ലേ. A4 നോക്കാം, ഇവിടെ 2 ഉണ്ട്, 3, 4 ഉണ്ട്. അതിലൊന്നാണ് ആൻസർ. അടുത്തത് ക്രേനിയം. ക്രേനിയം നമുക്കറിയാം അവിടെ ഫൈബ്രസ് ജോയിന്റ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ജോയിന്റ് ഓർ ഇമ്മൂവബിൾ ജോയിന്റ്സ് ദാറ്റ് ആർ സീൻ ബിറ്റ്വീൻ ദ ക്രേനിയൽ ബോൺസ്. അപ്പോൾ അതാണ്ട് B3 അല്ലേ, B3 ഇവിടെ വരുന്നതാണ്ട് രണ്ടാമത്തെ. അപ്പോൾ അതാണ്ട് ഓപ്ഷൻ 4 ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി സ്റ്റേണം. സ്റ്റേണം നമുക്കറിയാം ഇസ് എ തിൻ ഫ്ലാറ്റ് ബോൺ അല്ലേ, ബ്രസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത്. C2, ഇവിടെ C2 കറക്റ്റായി. അടുത്ത വേർട്ടിബ്രൽ കോളം, അതിനിടയ്ക്കുള്ള ജോയിൻസ് ആണ് ഏതാ, കാർട്ടിലാജിനസ് ജോയിൻസ് അല്ലേ. D1 അല്ലേ, D1 വന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ 4 ആണ്. നമുക്ക് ഇത്രയുമാണ് സുവോളജിക്കകത്തുനിന്നുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പ്രാവശ്യം നീറ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നടന്ന മോഡൽ എക്സാമിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ നടത്തിയ മോഡൽ എക്സാമിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെന്ന്? ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ 1-2 ടേംസ് മാറിപ്പോയി അല്ലേ, അത് നമ്മുടെ മെറ്റീരിയൽസുകളും നമ്മുടെ പരീക്ഷകളും എഴുതിയ ഏതൊരു കുട്ടിക്കും നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി വീണ്ടും കാണാം എന്നെങ്കിലും പറയുന്നില്ല അല്ലെ. കാണാം, നമുക്ക് എവിടെയെങ്കിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങളൊക്കെ MBBS സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതെങ്ങനെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇത്രയും വർഷം നമ്മളിവിടെ നിന്ന് അധ്വാനിച്ചതിന് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഇപ്പം എന്തായാലും പരീക്ഷ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടും. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം ശരി, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.